صلى الله عليه وعلى آله وأصحابه وأتباعه وأعوانه ومن والاه. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ويسألونك عن الروح قل الروح من أمر ربي وما أوتيتم من العلم إلا قليلا. بارك الله لي ولكم بالقرآن العظيم ونفعني وإياكم بالآيات والذكر الحكيم وعصمني وإياكم برحمته من الشيطان الرجيم. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, സഹോദരിമാരെ, അള്ളാഹു നമ്മുടെ തെറ്റുകുറ്റങ്ങൾ വിട്ടുപുറത്ത് മാപ്പാക്കി തരട്ടെ. അള്ളാഹു നമ്മുടെ മാതാപിതാക്കൾ, ഗുരുനാഥന്മാർ, ഭാര്യ, സന്തതികൾ, വേണ്ടപ്പെട്ടവർ, സുഹൃത്തുക്കൾ, കൂട്ടുകാർ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, നമ്മെ സഹായിച്ചവർ, നമ്മളുമായി ജീവിതത്തിൽ കടപ്പാടുള്ളവർ എല്ലാവർക്കും അള്ളാഹു അവൻ്റെ നിഅ്മത്തും റഹ്മത്തും ബറക്കത്തും അള്ളാഹു രണ്ട് ലോകത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മുടെ രോഗികൾക്ക് അള്ളാഹു ശിഫ നൽകട്ടെ. മരിച്ചുപോയവർക്കൊക്കെ അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അള്ളാഹുവിൻ്റെ ഇസ്മിലെ അൽ മുഹ്യി അൽ മുമീത്ത് സുബ്ഹാനഹ്, അള്ളാഹുവിൻ്റെ ഇസ്മുകളെ സംബന്ധിച്ചുള്ള ചർച്ചയിലെ 75-ാമത്തെ ക്ലാസ്സിലാണ് നമ്മളുള്ളത്. അൽ മുഹ്യി അൽ മുമീത്ത്, ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനുമായ അള്ളാഹു. ജീവൻ അള്ളാഹുവിൻ്റെ ഒരു വലിയ അത്ഭുത സൃഷ്ടിയാണ്. ഒരു വസ്തുവിന് ലഭിക്കുന്ന ജീവൻ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് എന്നെന്നും ജീവിച്ചിരിക്കുന്നവനായ അള്ളാഹുവിൻ്റെ അസ്തിത്വം വിളിച്ചോതുന്ന ഒരു അടയാളമാണ്. ലൈഫ് ഡിമാൻഡ്സ് എ ലൈഫ് ഗിവർ. അള്ളാഹുവിൻ്റെ അസ്തിത്വത്തിൻ്റെ അടയാളങ്ങളെ സംബന്ധിച്ചുള്ള ചർച്ചയിൽ ജീവൻ എന്നത്, ഒരു വസ്തുവിന് ജീവൻ ഉണ്ടാവണമെങ്കിൽ ജീവൻ കൊടുത്ത ഒരാൾ വേണം. ഒരു കോഴിമുട്ടയിൽ എന്തൊക്കെയാണ് അടങ്ങിയത് എന്ന് പരിശോധിച്ച് ആ സാധനങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുത്ത് വെച്ച് ഒരു കെമിക്കൽ ഫോർമുല ഉണ്ടാക്കിയെന്ന് വിചാരിക്കുക. നമുക്ക് ജീവനുള്ള ഒരു കോഴിമുട്ട ഉണ്ടാക്കാൻ കഴിയില്ല. ജീവനുള്ള ഒരു പക്ഷിയെ ഉണ്ടാക്കാൻ പറ്റില്ല. ജീവനുള്ള ഒരു ജീവിയെ ഉണ്ടാക്കാൻ പറ്റില്ല. നമുക്ക് രൂപങ്ങളെ ഉണ്ടാക്കാൻ പറ്റും. ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അള്ളാഹു മരണം നമുക്കൊക്കെ എളുപ്പമാക്കി തരട്ടെ. സന്തോഷത്തിലും റാഹത്തിലുമുള്ള ഒരു നേരത്തും സമയത്തും അള്ളാഹു ആക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ആ മനുഷ്യൻ്റെ വെയിറ്റ് മരിക്കുന്നതിന് മുമ്പോ ശേഷം ഒരുപോലെ തന്നെയാണ്. വെയിറ്റ് കൂടിയിട്ടില്ല, കുറഞ്ഞിട്ടില്ല. പക്ഷേ ആ മനുഷ്യരിൽ എന്തോ ഒന്ന് നഷ്ടമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മരിച്ചു എന്ന് പറയാം. ഡോക്ടർ ഇപ്പോൾ കണ്ണിലേക്കൊക്കെ ടോർച്ചടിച്ച് നോക്കും. കണ്ണിൻ്റെ കൃഷ്ണമണി, ഇപ്പോൾ ബ്രെയിൻ ഡെത്ത് സംഭവിച്ചാൽ പോലും കണ്ണിൻ്റെ കൃഷ്ണമണി കോൺട്രാസ്റ്റ് ചെയ്യുന്നുണ്ടോ, അത് വികസിക്കുന്നുണ്ടോ, ചുരുങ്ങുന്നുണ്ടോ, ലൈറ്റ് അടിക്കുമ്പോൾ നോക്കും. ചിലപ്പോൾ മൂക്കിനടുത്ത് ചെറിയ കണ്ണാടി വെച്ച് നോക്കും. ശ്വാസം വരുന്നുണ്ടോ, അതിൻ്റെ എയർ വരുന്നുണ്ടോ ഇല്ലേ, പ്രത്യക്ഷത്തിൽ കാണുന്നില്ലെങ്കിൽ പോലും ചെറുതായിട്ടുണ്ടോ ഇല്ലേ, ഒന്നുമില്ല. ആ മനുഷ്യനിലെ എല്ലാം അവിടെ ഉണ്ട്. നഷ്ടമായത് റൂഹ് മാത്രമാണ്. റൂഹ് മാത്രം അവിടെ ഇല്ല, ബാക്കിയൊക്കെ അവിടെ ഉണ്ട്. ശരിക്കും മരിച്ച മയ്യത്തിനെ കാണാൻ പേടിയായിരിക്കും. ഭയങ്കര അങ്ങനെ പേടിയില്ലുണ്ട്. മയ്യത്തിനെ കാണാൻ പേടിയാണ്. ജീവിച്ചിരിക്കുന്ന മനുഷ്യനെ കാണില്ലേ, അപ്പം എന്താ പ്രശ്നം? അത്ഭുതം അതല്ല. ജീവിത മരണം ഈ രണ്ട് സംഗതി അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് സംവിധാനിച്ചതിലാണ് മനുഷ്യൻ്റെ ദുർബലത. മനുഷ്യൻ ദുർബലനാണ് എന്ന് തിരിച്ചറിയപ്പോഴാണ്. മരണമില്ലായിരുന്നുവെങ്കിൽ മനുഷ്യൻ്റെ അഹങ്കാരം കൊണ്ട് മനുഷ്യൻ പറന്നേനാണ്. മരണം കൊണ്ടാണ് അള്ളാഹു ഖഹറൽ ഇബാദ ബിൽ മൗത്ത്, അള്ളാഹുവിൻ്റെ സൃഷ്ടികളെ മരണം എന്നൊരു പ്രതിഭാസത്തിന് കീഴടങ്ങേണ്ടവരാണ് എന്ന് ബോധിപ്പിച്ചുകൊണ്ടാണ് മനുഷ്യനെ അള്ളാഹു തആല ഒതുക്കിയത് എന്ന് പറയാൻ പറ്റും. അങ്ങനെയാണ്.
ഒരു മയ്യത്തിനെ മറവ് ചെയ്യുന്നതൊക്കെ കാണണമെന്നാണ്. പക്വതയെത്തിയ മക്കളെയൊക്കെ വലിയ പേടിയും കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ എന്തേ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കണം. കാരണം അത് ജീവിതത്തിൻ്റെ വലിയൊരു പാഠമാണ്. എത്ര വലിയ മുതലാളിയാണെങ്കിലും പാവപ്പെട്ട ആളാണെങ്കിലും പണ്ഡിതനാണെങ്കിലും പാമരനാണെങ്കിലും ഖബറിലേക്ക് വെക്കുകയാണ്, മണ്ണിട്ട് മൂടിപ്പോരാണ്. വീട്ടുകാർ പോലും ചോദിക്കൂല എന്തേ പിന്നെ വരാഞ്ഞത്, എന്തേ ആൾ തിരിച്ചു വന്നിട്ടില്ലല്ലോ. കാരണം വരൂല എന്ന് നമുക്കറിയാം. ജീവിച്ചിരിക്കുന്നൊരു മനുഷ്യൻ പെങ്ങളെ വിട്ടു പോയാലും എന്തേ വരാത്തതും ചോദിക്കും, എപ്പോഴാണ് വരികയെന്ന് ചോദിക്കും. പക്ഷെ മരിച്ചു പോയ ഒരാൾ തിരിച്ചു വരുന്നില്ല. വീട്ടുകാരൊക്കെ കുറച്ച് അനുശോചനവും സങ്കടമൊക്കെ പെട്ട് പിന്നെ ആ മയ്യത്തിനെ ഓർക്കാൻ പോലും ഇഷ്ടപ്പെടുന്നില്ല. മയ്യത്തുമായി ബന്ധപ്പെട്ട തുണിയും കുപ്പായും ഷർട്ടും പേനും അത്തറൊക്കെ അർക്കിന് കൊടുക്കുകയാണ്. എന്തിന്? ഇത് കണ്ടാൽ നമുക്ക് ആ മയ്യത്തിന് ഓർമ്മ വരും, അപ്പോൾ പിന്നെ നമുക്ക് സങ്കടമാവും, എന്നാൽ പിന്നെ അങ്ങ് ഒഴിവാക്കി കളയാം. അത് സ്നേഹത്തോടെ കൊടുക്കുന്നവരുണ്ട്, മനസ്സിൽ നിന്ന് മായ്ച്ചു കളയാൻ വേണ്ടി കൊടുക്കുന്നവരുണ്ട്. ഇത് ജീവിതത്തിൻ്റെ ഒരു വലിയ അത്ഭുതമല്ലേ? എങ്ങനെയൊക്കെ ജീവിച്ചു കഴിഞ്ഞാലും അവസാനം നമ്മെ മറക്കാൻ ഇഷ്ടപ്പെടുന്നൊരു കാലം. മയ്യത്തിനെ റൂമിൽ വെച്ചിരിക്കുകയാണ്, മറവ് ചെയ്യാൻ സമയമായിട്ടില്ല. ആ റൂമിൽ ഒറ്റക്കാരും പോകുകൂടി, സ്വന്തം വീട്ടുകാർ വരെ കയറി ചെല്ലൂല. എന്തേ? മരിച്ചടക്കണം, മയ്യത്താണ് എന്ന് പറയും. പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, ഭയപ്പെടേണ്ട വിഷയവുമല്ല അത്. ഒരു മനുഷ്യനിൽ എല്ലാം അവിടെ ഉണ്ട്. മനുഷ്യൻ്റെ കൈയും കാലും ശരീരവും അവയവങ്ങളൊക്കെ അവിടെ ബാക്കിയുണ്ട്. ഇല്ലാത്തത് എന്ത് മാത്രമാണ്? റൂഹ് മാത്രമാണ്. വയസ്അലൂനക അനിർ റൂഹ്, ആത്മാവിൻ്റെ കൃത്യമായ വിവരണം എന്താണെന്ന് നബിയെ അങ്ങയോടവർ ചോദിക്കുന്നു. അവിശ്വാസികൾ വന്ന് ചോദിക്കുന്നു, എന്താണ് ഈ ആത്മാവ്, എന്താണ് ഈ റൂഹ് എന്ന് പറഞ്ഞ സാധനം? ഖുൽ, പറഞ്ഞു കൊടുക്കണേ, അർറൂഹു മിൻ അംരി റബ്ബീ, ആത്മാവ് എന്ന് പറയുന്നത് എൻ്റെ രക്ഷിതാവിൻ്റെ വളരെ പ്രധാനമായ ഒരു വിഷയമാണ്, ഒരു സൃഷ്ടിയാണ്. വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീലാ, വളരെ കുറച്ച് അറിവ് മാത്രമേ നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുള്ളൂ. അങ്ങനെ കൂടുതൽ അറിവ് ലഭിച്ചിട്ടില്ലാത്ത ഒരു സാധനമാണ് റൂഹ്. അതിനെക്കുറിച്ച് കുറച്ചേ അറിയുള്ളൂ. ആ അറിവ് നബി തങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവാണ് ജീവനും ജീവിതവും മരണവും സൃഷ്ടിക്കുന്നത്. ഇല്ലായ്മയിൽ നിന്ന് ഉണ്മയിലേക്ക്, ഇല്ലായ്മയിൽ നിന്ന് ഉണ്ടാവലിലേക്ക് കൊണ്ടുവരുന്നവനാണ് അള്ളാഹു. അതുകൊണ്ടാണ് മൗത്തിൽ നിന്ന് ഹയാത്തിലേക്ക് അള്ളാഹു കൊണ്ടുവരും. നമ്മളില്ലാത്തൊരു സമയം ഉണ്ടായിരുന്നു. നമ്മൾ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ ഒരു 9 മാസം മുമ്പ് നമ്മളില്ല, 0 ആണ്. നമ്മുടെ ഭൗതിക ശരീരമില്ല. ഇല്ലായ്മയിൽ നിന്നാണ് അള്ളാഹു നമ്മളെ പടച്ചത്. എന്നിട്ട് നമുക്ക് മരണം തരും. മരണം കഴിഞ്ഞിട്ട് അള്ളാഹു ഒരു ജീവിതം തരും. റബ്ബനാ അഹ്യൈതന സനതൈൻ വഅമതന സനതൈൻ, അള്ളാഹുവേ 2 തവണ ഞങ്ങളെ ജീവിപ്പിക്കുകയും 2 തവണ ഞങ്ങളെ മരിപ്പിക്കുകയും ചെയ്തവനല്ലോ നീ. എന്ന് 2 തവണത്തെ മരണം. ഒന്ന്, നമ്മുടെ തുടക്കം തന്നെ മരണം, ഇല്ലായ്മയിൽ നിന്ന് ജീവനിലേക്ക് വന്നവരാ നമ്മൾ. റൂഹൂദിയിരിക്കുകയാണ് ഒരു ഫീറ്റസിൽ, ഒരു ഗർഭാശയ ശിശുവിൽ അള്ളാഹു റൂഹൂതുകയാണ് ചെയ്തത്. അപ്പോഴാ കുട്ടിക്ക് ജീവനുണ്ടായത്, അപ്പോഴാണ് ഹൃദയമിടിപ്പുണ്ടായത്. അതൊരു ഇല്ലായ്മയിൽ നിന്ന് വന്നതാണ്, ഒരു മൗത്തിൽ നിന്ന് ഹയാത്തിലേക്ക് വന്നതാണ്. അതുകൊണ്ടാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا وهو العزيز الغفور تبارك الذي بيده الملك وهو على كل شيء قدير. അള്ളാഹു ബറക്കത്തുടയവനാണ്. അള്ളാഹുവിനാണ് എല്ലാവിധ അനുഗ്രഹങ്ങളും അവകാശപ്പെട്ടത്. അത് നൽകുന്നതും കൊടുക്കുന്നതും അള്ളാഹുവിൻ്റെ ജോലിയാണ്. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക്, അവൻ്റെ അള്ളാഹുവിൻ്റെ കയ്യിലാണ് അധികാരം. ആ അധികാരം ഇപ്പോൾ അള്ളാഹ്ക്ക് ഇവിടുന്ന് കിട്ടിയെന്ന് ആലോചിച്ച് അസൂയപ്പെട്ടൊരു കാര്യമില്ല. അത് പടച്ചവനോട് നേരിട്ട് നാളെ കാണുമ്പോൾ ചോദിക്കാൻ പറ്റും, പടച്ചവനെ നീ എങ്ങനെയാണ് പടച്ചവനെ ഉണ്ടായത്? ഇല്ലാത്തൊരു സമയത്തിൻ്റെ മുമ്പ് അസലിൽ നിന്ന് അബദിലേക്ക് അള്ളാഹുവേ നിൻ്റെ നിലനിൽപ്പ് അങ്ങനെയാണല്ലോ പടച്ചവനെ, ഞങ്ങൾക്കത് മനസ്സിലാവുന്നില്ല റബ്ബേ. ഇവിടുന്ന് മനസ്സിലാവുന്നില്ല, ശരി തന്നെയാണ്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം മൗത്തും ഹയാത്തും, അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം മൗത്ത് എന്ന സംഭവം ഇല്ല, നമുക്ക് മാത്രമാണുള്ളത്.
സ്രഷ്ടാവിനങ്ങനെ മരണമുണ്ടായിരുന്നെങ്കിൽ ഈ പ്രപഞ്ചം നിലനിൽക്കില്ലായിരുന്നു. അള്ളാഹു ഹയ്യുൻ ഖയ്യൂമുമാണ്, എന്നൊന്നും നിലനിൽക്കുന്നവനാണ്. കുറേ കൗതുകമേറിയ ചോദ്യങ്ങൾ അള്ളാഹുവിനോട് നേരിട്ട് കാണാൻ ചോദിക്കാനുണ്ടാവുന്നതാണ് മുഅ്മിനീങ്ങൾക്ക്. ഇവിടെ ഉത്തരം കിട്ടൂല അതിന്. സമയമില്ലാത്തൊരു കാലം അള്ളാഹു ഉണ്ട്. ഖാൻ അല്ലാഹു വലം യകുൻ ഷൈ, അള്ളാഹു മാത്രമുണ്ടായിരുന്നൊരു സമയം. വലം യകുൻ ഷൈ, ഒരു സൃഷ്ടിയും ഉണ്ടായിരുന്നില്ല, സൃഷ്ടാവ് മാത്രമായിരുന്നു. പിന്നെയാണ് സമയം ഉണ്ടായത്. ഇപ്പം സമയം അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ്. ശരിക്കൊന്ന് മനസ്സിലാക്കിയാൽ എളുപ്പത്തിൽ മനസ്സിലാവും. സമയം അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ്. ക്വാണ്ടം ഫിസിക്സ് ഇന്ന് ചർച്ച ചെയ്യുന്ന വലിയ വിഷയം അതാ, സമയത്തിൻ്റെ ആവിർഭാവം. സമയം സൃഷ്ടിക്കപ്പെട്ടതാണ്. ബിഗ് ബാങ് സത്യമാണെങ്കിൽ അള്ളാഹു ആലം, ബിഗ് ബാങ്കിൻ്റെ മുമ്പ് സമയം സങ്കല്പിക്കാൻ കഴിയില്ല. മഹാവിസ്ഫോടനത്തിൻ്റെ മുമ്പ് സമയം സങ്കല്പിക്കാൻ കഴിയില്ല. അപ്പോൾ വിസ്ഫോടനം ഉണ്ടായതാണ്, അത് അള്ളാഹു ഉണ്ടാക്കിയതാണ് ആണെങ്കിൽ അതാണ് പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിയെങ്കിൽ നമ്മളതിനെ അംഗീകരിച്ചു എന്നല്ല അതിനർത്ഥം. ഇറ്റ് ഈസ് സോ വൈഡ്ലി ബിലീവ്സ്. ആവാം, അല്ലായിരിക്കാം, ഒരു ഓൾട്ടർനേറ്റീവ് പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷേ അതൊരു സാറ്റിസ്ഫൈയിങ് എക്സ്പ്ലനേഷൻ ആണെന്ന് തോന്നുന്നു, അള്ളാഹു ആലം. അപ്പം സമയം സൃഷ്ടിക്കപ്പെട്ടതാണ്. അപ്പം ഇന്നലെ മിനിഞ്ഞാന്ന് ആദ്യം അവസാനം എന്നൊക്കെ പറയുന്നത് സമയം എന്നൊരു സംഗതി സങ്കല്പിക്കുമ്പോൾ മാത്രമേ അതൊക്കെ പറയാനുള്ളൂ, അല്ലേ? നമ്മുടെ ഇന്നലെ 100 കൊല്ലം മുമ്പ് എന്തായിരുന്നു? ഈസാ നബിക്ക് മുമ്പുള്ള കാലം BC എന്ന് പറയും, കോമൺ എറ എന്ന് പറയും. ആ കാലഘട്ടത്തിൽ എന്തായിരുന്നു, അതിന് മുമ്പ് എന്തായിരുന്നു? ഇങ്ങനെ മുമ്പ് ശേഷം എന്ന ചർച്ച പോലും വരുന്നത് സമയത്തിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോഴാണ്. സമയം അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണെങ്കിൽ സമയത്തിന് അതീതനാണ് സൃഷ്ടാവ്. അപ്പോൾ അള്ളാഹുവിനെ സംബന്ധിച്ചോളം മുമ്പുണ്ടോ, ഇന്നുണ്ടോ, മറ്റന്നാളുണ്ടോ എന്ന ചോദ്യം പോലും പ്രസക്തമല്ല. സമയം സൃഷ്ടിയാണല്ലോ. സൃഷ്ടികൾക്ക് മുഖാലിഫുൽ ഹവാദിസ്, അള്ളാഹു അവൻ്റെ സൃഷ്ടികളുടെ സ്വഭാവം പോലെ ഒന്നുമേ അല്ല, ഒരിക്കലും സൃഷ്ടികളോട് റബ്ബിനോട് താരതമ്യം ചെയ്യാൻ പറ്റൂല. അതുകൊണ്ടാണ് അള്ളാഹുവിനെ സംബന്ധിച്ച് സമയം ബന്ധിപ്പിക്കാൻ പറ്റൂല എന്ന് പറയാൻ കാരണം. നമുക്ക് മനസ്സിലാകാൻ വേണ്ടി ചില ഹദീസിലൊക്കെ അള്ളാഹു താല പറയും, രാത്രിയുടെ 2/3 കഴിഞ്ഞു പോയാൽ അള്ളാഹു താല ഇറങ്ങിയത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അള്ളാഹുവിനെ സംബന്ധിച്ച് സമയം ബാധിക്കുന്നില്ല. അതുകൊണ്ട് അള്ളാഹ് പണ്ടുണ്ടായിരുന്നു എന്ന് വരെ ഉണ്ടാകും എന്ന ചോദ്യം പോലും സമയം സൃഷ്ടിച്ചവനായ അള്ളാഹുവിനെ സംബന്ധിച്ചോളം പറയേണ്ട കാര്യമില്ല, പ്രസക്തവുമല്ല. അത് സൃഷ്ടികളുടെ ലോകമാണ്. സൃഷ്ടികളുടെ ലോകത്തെ അങ്ങനെ ആ ഒരു ചർച്ച പോലും ആവശ്യമുള്ളൂ. അള്ളാഹു സൃഷ്ടികളെപ്പോലെയല്ല. അതിൽ ചെറിയൊരു ആൻസർ അതാണ്. അല്ലാഹു ഖാലിഖു കുല്ലി ഷൈ. പ്രപഞ്ചത്തിന് മുഴുവനും ജീവൻ നൽകി അല്ലാഹു തആല. കുല്ലും ഫീ ഫലകി യസ്ബഹൂൻ, എല്ലാം ജീവത്തുടിപ്പോടുകൂടെ പ്രപഞ്ചത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا. الذي خلق الموت والحياة, ജീവിതവും മരണവും സൃഷ്ടിച്ചവനാണ് അല്ലാഹു. ജീവിതവും മരണവും അല്ലാഹു സൃഷ്ടിച്ചതാണ്. രാവും പകലും അല്ലാഹുവിൻ്റെ സൃഷ്ടിയാണ്. എന്തല്ല, രാവ് എന്ന് പറയുന്നത് പകലിൻ്റെ ആബ്സെൻസ് അല്ല. പകലില്ലാതായ അവിടെ രാത്രി ഓട്ടോമാറ്റിക്കലി കയറി വരുന്നു എന്നല്ല. രാത്രി ഒരു സൃഷ്ടിയാണ്. ഇരുട്ട് അള്ളാഹുവിൻ്റെ ഒരു സൃഷ്ടിയാണ്. നമ്മളങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നറിയില്ല. വെളിച്ചത്തിൻ്റെ ആബ്സെൻസിന് നമ്മൾ ഇരുട്ട് എന്ന് പറയും. പക്ഷേ ഇരുട്ടൊരു സൃഷ്ടിയാണെന്നാണ് ഖുർആൻ പറയുക. അള്ളാഹു തആല പഠിപ്പിച്ച അങ്ങനെയാണ്. മരണം ഒരു സൃഷ്ടിയാണ്. ജീവൻ്റെ ആബ്സെൻസ് മാത്രമല്ല, അതൊരു സൃഷ്ടിയാണ്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാ, ജീവിതവും മരണവും സൃഷ്ടിച്ചവനാണ് അള്ളാഹു തആല. ഇന്നലിൽ മൗതി ലസകറാത്ത് യാ ആയിഷ. ആയിഷ, മരണത്തിന് മനുഷ്യനെ അബോധാവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്ന ചില രംഗങ്ങളുണ്ട് കേട്ടോ. മനുഷ്യന് ബോധം നഷ്ടപ്പെടും. മരണത്തിൻ്റെ ഒരു വിഷയം അതാണ്. ലസകറാത്ത്, സക്രത്ത് എന്ന് പറഞ്ഞാൽ ശരിക്കും ലഹരിയാണ്. മരണത്തിന് അങ്ങനെ ബോധം നഷ്ടപ്പെടുന്ന ചില അവസ്ഥകൾ മരണം അഭിമുഖീകരിക്കുമ്പോൾ വരും, സ്വാഭാവികമാണ്. അള്ളാഹു നമ്മിലെ രോഗികൾക്ക് നമുക്കെല്ലാവർക്കും അള്ളാഹു പരിപൂർണമായ ആഫിയത്തും ഷിഫയും അള്ളാഹു നൽകട്ടെ. മരണം
മുമ്പിലെത്തി നിൽക്കുന്നു എന്ന് തിരിച്ചറിയുമ്പോഴുള്ള ഒരു ജീവിതവും മരണത്തെപ്പറ്റി ഒരു ചിന്തയില്ലാതെ ജീവിക്കുന്ന ജീവിതവും രണ്ടും വ്യത്യസ്തമാണ്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാ, മരണവും ജീവിതവും സൃഷ്ടിച്ചവനാണ് അള്ളാഹു. എന്തുകൊണ്ട് മരണം ആദ്യം പറഞ്ഞു, പിന്നെ ആദ്യം ജീവനല്ലേ പറയേണ്ടത്? പക്ഷെ അള്ളാഹു ഉപയോഗിച്ച് എന്താ? അല്ലദീ ഖലഖൽ മൗത വൽ ഹയാ, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. മരണവും ജീവിതവും സൃഷ്ടിച്ചവനാണ് അള്ളാഹു. നിങ്ങളിൽ ആരാണ് ഏറ്റവും നല്ല കർമ്മങ്ങൾ ചെയ്യുന്നത് എന്ന് പരിശോധിക്കാൻ വേണ്ടിയാണ് ജീവിതം അള്ളാഹു പടച്ചത്. അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിന് അള്ളാഹ് വേണ്ടത് ചെയ്തൂടെ? നിങ്ങൾക്കൊരു 10 സെൻറ്റ് ഭൂമി ഉണ്ടെങ്കിൽ ഒരു സ്ഥലത്ത് നിങ്ങൾ കിണർ കുത്തിട്ട് ടോയ്ലറ്റ് ഉണ്ടാക്കും. അപ്പോൾ ഭൂമിക്ക് ചോദിക്കാൻ പറ്റും, എന്തിനാ ഇപ്പോൾ എൻ്റെ സ്ഥലത്ത് ടോയ്ലറ്റ് സെപ്റ്റിക് ടാങ്ക് ആക്കിയത്, ഇപ്പുറത്താക്കിയാൽ പോരാ? നിങ്ങളുടെ അധികാരമാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾ ചെയ്യൂലേ? അള്ളാഹു എന്തിനാ പഠിച്ചവൻ സൃഷ്ടിച്ച് ജീവിക്കേണ്ട വല്ല കാര്യമുണ്ടോ? അള്ളാഹുവിൻ്റെ അധികാരമാണ്, അത് അള്ളാഹു നടപ്പാക്കി, ഖലാസ്. ഇതിനെപ്പറ്റി ആലോചിക്കരുത്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാ ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. ഭയങ്കര അത്ഭുതമാണ്. പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കൾക്കും സ്വമേധയാ അള്ളാഹുവിനെ അനുസരിക്കാനും പടച്ചവനെ തസ്ബീഹ് പറയാനുമുള്ള ജീവൻ അള്ളാഹു കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ്. ഇപ്പോൾ ഈ സ്പീച്ച് സ്റ്റാൻഡ്, ഈ സാധനം കാണുമ്പോൾ ഇതിൽ മരമുണ്ട്, മെറ്റലുണ്ട്. നമ്മൾക്ക് ഇതൊക്കെ ജീവനില്ലാത്ത സാധനമാണ്. ഇതിൻ്റെ ഏറ്റവും ചെറിയ കണികയൊക്കെ നമ്മൾ ആറ്റം എന്ന് പറയാം. അതിന് ഓരോന്നിനും ഒരു തരത്തിലുള്ള ജീവൻ അള്ളാഹു കൊടുത്ത്. ഓരോ ആറ്റ കണികയ്ക്കുള്ളിലും നമ്മുടെ ബാഷ്പകണങ്ങൾ, ജലാംശങ്ങൾ, തന്മാത്രകൾ എന്നൊക്കെ പറയില്ലേ, മൊളിക്യൂൾസ്, അതിൻ്റെ ഉള്ളിലൊക്കെ ജീവൻ്റെ അംശങ്ങളാണ്. നമ്മൾ കുടിക്കുന്ന വെള്ളം ജീവനുള്ള സാധനമാണ്. നമ്മളൊക്കെ പറഞ്ഞിട്ടുണ്ട്, കണ്ണുകൊണ്ട് അള്ളാഹു ഒരുവിധ സാധനങ്ങളെ കാണാനുള്ള ഒരു കപ്പാസിറ്റി അല്ല വെച്ചത് കൊണ്ടാണ്. ഇല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളത്തിലെ ജീവകങ്ങളെ, ഒരു വെള്ളത്തിലുള്ള ജീവനുള്ള സാധനം കണ്ടാൽ ഒരു വെള്ളം കുടിക്കൂല, നമ്മൾ അവിടെ ഇട്ടേച്ച് പോകും. ഒരു പായസം കുടിക്കൂല, ഒരു ചായയും കുടിക്കൂല. അതിൻ്റെ ഉള്ളിലെ ജീവികളെ കണ്ടാൽ. ജീവനുള്ള സാധനം ചെല്ലുമ്പോഴാണ് നമ്മുടെ ജീവൻ അതുകൊണ്ട് ഫലമുണ്ടാവുള്ളൂ. നിർജീവമായ സാധനങ്ങളെല്ലാം നമ്മൾ തിന്നുന്നതിനൊക്കെ ജീവനുണ്ട് എന്ന് പറഞ്ഞാൽ അത് ജീവകം ഉൾക്കൊള്ളുന്ന സാധനങ്ങളാണ്. ചിക്കനായാലും ഫിഷാണെങ്കിലും വെജിറ്റബിൾ ആണെങ്കിലും മുരിങ്ങാക്കായ ആണെങ്കിലും അതിൻ്റെ ഉള്ളിലൊക്കെ ജീവൻ്റെ അംശങ്ങളുണ്ട്. അത് തടിമ്പൊക്കെ ചെല്ലുമ്പോഴേ നമ്മുടെ ശരീരത്തിന് പോഷണം കിട്ടുള്ളൂ. അതൊക്കെ ജീവനുകളാണ്. അതിനുള്ളിൽ കിടക്കുന്ന ഈ സാധനമൊക്കെ കാണാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിന്നാനും കഴിയില്ല, ഒരു സാധനം കുടിക്കാനും പറ്റൂല. സുബ്ഹാനല്ലാഹ്. എല്ലാം അള്ളാഹുവിനെ തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്, അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ജീവനുള്ള മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്, ആകാശ ലോകങ്ങളിലെ മുഴുവനും. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് സ്വമേധയാ ചിന്തിക്കാനുള്ളൊരു കഴിവ് കൊടുത്തു മനുഷ്യനും ജിന്നിനും. എന്നിട്ട് അവർക്ക് ഈ ഉണ്ടാക്കിയ പ്രപഞ്ചം മുഴുവൻ അതിൽ ക്രയവിക്രയങ്ങൾ ചെയ്യാനുള്ള സർവ്വ സംവിധാനങ്ങളും അള്ളാഹു ഏർപ്പാടാക്കി കൊടുത്തു. ഗ്രാജ്വലിയാണ്, തലമുറകളായി കടന്നു വരുമ്പോഴാണ്. അതൊക്കെ ശരിയാണ്, മനുഷ്യന് വേണ്ടിയാണ് ഇതൊക്കെ കീഴ്പ്പെടുത്തി കൊടുത്തത്. ഖലഖ ലക്കും മാ ഫിൽ അർളി ജമീഅ, ഈ പ്രപഞ്ചത്തിലുള്ള മുഴുവൻ, പ്രത്യേകിച്ച് ഭൂമിയിലുള്ളത് മുഴുവനും നിങ്ങളുടെ ഉപകാരത്തിന് വേണ്ടിയാണ് ഞാൻ പടച്ചത് എന്ന് അള്ളാഹു ജല്ല ജലാലു. എന്തിനെന്നറിയോ? അള്ളാഹുവിനെ നിങ്ങൾ വാഴ്ത്തുന്നുണ്ടോ ഇല്ലയോ? നിങ്ങൾക്ക് ജീവൻ തന്നതുകൊണ്ടാണ്. ജീവൻ പോകുന്നവരെയൊക്കെ ഹിസാബുള്ളൂ. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു മനുഷ്യൻ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. നമുക്ക് ജീവൻ തന്നുകൊണ്ട് അള്ളാഹുവിനെ സ്മരിക്കാൻ പറ്റുമോ, ഓർക്കാൻ പറ്റുമോ എന്നാണ് അള്ളാഹു നോക്കുന്നത്. ബാക്കിയുള്ളതിന് നമ്മളെപ്പോലെയുള്ള വിശേഷ ബുദ്ധിയോ റൂഹോ ഇല്ല, പക്ഷേ അവകൾക്കും ഒരു തരത്തിലുള്ള ജീവൻ അള്ളാഹു കൊടുത്തു. ചെടികൾക്ക് പോലും ഇരുമ്പ്, അലൂമിനിയം, കല്ല്, മണൽ, ഈ സാധനങ്ങളൊക്കെ, വൃക്ഷങ്ങൾ, ഇതിൻ്റെയൊക്കെ ചെറിയ കണികകൾ, അത് ഒരു തരം ജീവനുണ്ട്. മരങ്ങളാകുമ്പോൾ അതിന് ഗ്രോ ചെയ്യാൻ പറ്റും. ജീവികൾ എന്ന് പറയുമ്പം ജീവനുണ്ട്, ഗ്രോ ചെയ്യാൻ പറ്റും, മൂവ് ചെയ്യാനും പറ്റും, അനങ്ങാനും നടക്കാനൊക്കെ പറ്റും. അപ്പോഴേ നമ്മൾ ജീവികൾ എന്ന് പറയാം. മനുഷ്യൻ ജീവികളിൽപ്പെട്ടതാണ്. അള്ളാഹു മനുഷ്യന് ഇത്ര വലിയൊരു ദിമാഗ്, ബ്രെയിൻ എന്ന് പറഞ്ഞ ഏറ്റവും വലിയൊരു അത്ഭുതം അള്ളാഹു കൊടുത്തുകൊണ്ട് മനുഷ്യനോട് അള്ളാഹുവിൻ്റെ നിർദ്ദേശം ഇതാണ്, ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല. ദേഷ്യപ്പെടാനും ചൂടാവാനും ക്ഷമിക്കാനുമുള്ള കഴിവ് അള്ളാഹു നൽകി.
ധൃതിയിൽ ചെയ്യാനും അവധാനതയിൽ ചെയ്യാനും കഴിവ് നൽകി. ചിന്തിച്ച് ആലോചിച്ച് പ്രവർത്തിക്കാനും ചിന്തിക്കാതെ പ്രവർത്തിക്കാനും, നല്ലത് പറയാനും വേണ്ടാത്തത് പറയാനും ഒക്കെയുള്ള സംവിധാനങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ട്. പക്ഷേ നമ്മൾ എങ്ങനെ ഇതിനെ യൂസ് ചെയ്യുന്നു എന്ന് നമ്മളെക്കൊണ്ട് അള്ളാഹു പരീക്ഷിക്കുകയാണ്. അതിനല്ലാഹു സൃഷ്ടിച്ച സൃഷ്ടികളാണ് മനുഷ്യന്മാർ. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാ. അതുകൊണ്ട് മരണത്തെ അള്ളാഹു ആദ്യം പറയാൻ കാരണം, ഒരു മരണത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് വന്നവരാണ് നമ്മൾ. എന്നിട്ട് വീണ്ടും മരിക്കും, പിന്നെയും ജീവിതത്തിലേക്ക് വരും. ഇല്ലായ്മയിൽ നിന്ന്, ഒരു നുത്ഫയിൽ നിന്ന്, പ്രപഞ്ചത്തിൽ എല്ലാറ്റിനും ജീവനുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു സ്പേം സെല്ലിനും അപ്പോൾ ജീവനുണ്ട്. പക്ഷെ റൂഹ് അല്ലാഹു പിന്നെ കൊടുക്കുക ചെയ്തത്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാ. ഇപ്പോൾ ഒരു ജീവൻ, ഒരു ആടിനെ അറുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ജീവൻ പോയി നമ്മൾ പറയും. എന്നാലും ആ മാംസത്തിന് വീണ്ടും ജീവനുണ്ട്, ഇല്ലേ? ഉണ്ട്. വെള്ളത്തിന് ജീവനുണ്ട്. ഇതിൻ്റെ അകത്തൊരു ജീവകങ്ങളാണ് അതിനുള്ളിൽ കിടക്കുന്ന സംഭവങ്ങളൊക്കെ. ഒരു കുഞ്ഞിൻ്റെ കൺസെപ്ഷൻ നടക്കുമ്പോൾ, ഗർഭാശയത്തിലേക്ക് ആ സ്പേം സെല്ലെത്തി ഉമ്മയുടെ അണ്ഡവുമായി കൂടിച്ചേർന്ന് അതൊരു സൈഗോട്ടായിട്ട് മാറുമ്പോൾ, സൈഗോട്ട് എന്ന് പറഞ്ഞാൽ സിക്താണ്ഡം എന്ന് മലയാളത്തിൽ പറയും. പിതാവിൻ്റെ സ്പേമും ഉമ്മയുടെ എഗ്ഗും രണ്ടും കൂടിച്ചേർന്നിട്ടുണ്ടാകുന്ന സാധനത്തിനാണ് സൈഗോട്ട് എന്ന് പറയാം. ആ സൈഗോട്ട് 10,000 അംശങ്ങളായി മുറിഞ്ഞിട്ടാണ് ഗർഭാശയ ഭിത്തിയിലേക്ക് തുളഞ്ഞു കയറുന്നത്. അങ്ങനെ അത്ഭുതമാണ്. 5 കോടി ഇൻഫോർമേഷൻ അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ടെന്നാ ഈ ചെറിയ സാധനത്തിന്. 5 കോടി ഇൻഫോർമേഷൻ അതിൻ്റെ ഉള്ളിൽ അല്ലാഹു ഒളിപ്പിച്ച് വെച്ചിട്ടാണ് ഗർഭാശയ ഭിത്തിയിലേക്ക് തള്ളിപ്പിടിച്ച് ഒരു കുഞ്ഞായി, ഒരു ഭ്രൂണമായി, ഒരു കുട്ടിയായിട്ട് പുറത്തേക്ക് വരുന്നത്. അതൊക്കെ ചെറിയ സാധനത്തിനുള്ളിലാണ്. അതുകൊണ്ടാണ് അല്ലാഹു തആല ഇടക്കിടക്ക് ഫൽയൻദുരിൽ ഇൻസാനു മിമ്മ ഖുലിഖ്, മനുഷ്യൻ എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന് ചിന്തിക്കുന്നില്ലേ? എത്ര സ്ഥലത്ത് ഖുർആൻ ചോദിച്ചു എന്നറിയും. നിങ്ങളെങ്ങനെ നിങ്ങളിപ്പോൾ അല്ലാഹ് ഉണ്ടോ ഇല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ടല്ലോ. നിങ്ങളെങ്ങനെ ഉണ്ടായതെന്ന് മാത്രം ഒന്ന് ചിന്തിച്ചു നോക്കിൻ. ഇതാണ് അല്ലാഹു ചോദിക്കുന്നത്. നിങ്ങളെങ്ങനെ ഉണ്ടായി എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുന്നില്ലേ? ഫൽയൻദുരിൽ ഇൻസാനു മിമ്മ ഖുലിഖ് ഖുലിഖ മിൻ മാഇൻ ദാഫിഖ് യഖ്റുജു മിൻ ബൈനിസ് സുൽബി വത്തറായിബ്. മനുഷ്യൻ്റെ ബാക്ക് ബോണിൻ്റെയും ഫൽയൻദുരിൽ ഇൻസാനു മിമ്മ ഖുലിഖ്, ലെറ്റ് മാൻ തിങ്ക് ഫ്രം വാട്ട് ഹി വാസ് ക്രിയേറ്റഡ്. ഖുലിഖ മിൻ മാഇൻ ദാഫിഖ്, he was created from a water gushing out. يخرج من بين الصلب والترائب, proceeding from the in between the backbone and ribs. നമ്മുടെ വാരിയലിൻ്റെയും ബാക്ക് ബോണിൻ്റെയും ഇടഭാഗത്ത് നിന്ന് ആവിർഭാവം തുടങ്ങുന്ന, എന്നിട്ട് മനുഷ്യൻ്റെ ജനനേന്ദ്രിയ ഭാഗത്തേക്ക് സ്വരൂപിക്കപ്പെട്ട് വിസർജിക്കപ്പെടുന്ന ഒരു ദ്രാവകത്തിൽ നിന്നല്ലേ നിങ്ങളെ ഞാൻ ഉണ്ടാക്കിയത് എന്ന് വിശുദ്ധ ഖുർആൻ ചോദിക്കുകയാണ്. നിങ്ങളതെന്താ മനസ്സിലാക്കാത്തത്? ഖുർആൻ ചോദിക്കുക. അല്ലാഹ് ഉണ്ടോ, അള്ളാഹു എവിടെ എന്നൊക്കെ ചോദിക്കണില്ലേ? നീ എവിടെയായിരുന്നു ഇത്രയും കാലം? നിൻ്റെ അവസ്ഥ എന്തായിരുന്നു? അങ്ങനത്തെ നീ ഇങ്ങനെ ഒരു ചിന്തയും സംസാരവും വല്ല എഴുത്തുകാരനും FB പോസ്റ്റൊക്കെ ഇടാൻ പറ്റിയ ആളായിട്ട് മാറിയില്ലേ? നിൻ്റെ തുടക്കം എന്തായിരുന്നു? നീ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? എന്നിട്ടല്ലപ്പോൾ എഴുതി വിടുന്നത് ഞാൻ ഇപ്പം ഇങ്ങനെ ഒറ്റയ്ക്ക് മുളച്ചുണ്ടായതാണ്, എൻ്റെ ഒന്നും ആരും പഠിച്ചതല്ല എന്ന്. ഫൽയൻദുരിൽ ഇൻസാനു മിമ്മ ഖുലിഖ്, നിൻ്റെ സൃഷ്ടിപ്പൊരു അത്ഭുതമല്ലേ? അള്ളാഹു ചോദിക്കുക. ഇത് വെറുതെ ഉണ്ടായിന്ന് പറയാൻ പറ്റുമോ? الرحمن علم القرآن خلق الإنسان علمه البيان. മനുഷ്യന് അല്ലാഹു ജീവൻ തന്നു എന്ന് മാത്രമല്ല, അല്ലമഹുൽ ബയാൻ, മനുഷ്യന് ആർട്ടിക്കുലേറ്റ് ചെയ്യാനുള്ള കഴിവ് നൽകിയെന്ന, ചിന്താശേഷിയോടുകൂടെ സംസാരിക്കാനുള്ള കഴിവ്. എന്തെങ്കിലും വിളിച്ചു പറയല്ല, ഒരാശയം ആലോചിച്ച് മനസ്സിലാക്കി ഒരാശയം ആളുകളോട് സംസാരിക്കാനുള്ള കഴിവ്, അത് ആളുകൾക്ക് കേട്ട് മനസ്സിലാക്കാനുള്ള കഴിവും. അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് അള്ളാഹു മനുഷ്യർക്കിടയിൽ ഉണ്ടാക്കി. ഓരോ മനുഷ്യരും ഓരോ ഭാഷയാണെങ്കിൽ എന്തായിരിക്കും ലോകം? ഒരാൾക്ക് പറഞ്ഞാൽ മറ്റൊരാൾക്ക് തിരിയുന്നില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? നമ്മളങ്ങനെ ചിന്തിച്ചൂടെ? ഓരോരുത്തരും ഓരോ ഇൻഡിവിജ്വൽ അല്ലേ, ഓരോരുത്തരുടെ ഭാഷ ഓരോന്നാണ്. ഒരു മിനിമം 10 ഭാഷയൊക്കെ പഠിച്ച് അവരുമായിട്ട് ജീവിക്കുക മരിക്കോളം. വേറെ 11ാമത്തെ ഒരാളായിട്ട് കൂട്ടുകൂടാൻ വയ്യ, എൻ്റെ ഓരോ ഭാഷ എനിക്ക് തിരിയില്ല. അങ്ങനെ ആവാമായിരുന്നു.
വെറുതെ ഒരു വൈൽഡ് ഗസ്റ്റായിട്ട് നിങ്ങൾക്ക് തോന്നിയേക്കാം, പക്ഷേ ഇതൊരു അത്ഭുതമാണ്. നമ്മൾ പറയാറില്ലേ, മനുഷ്യ ശരീരത്തിലൊരു യൂണിഫോമിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് മെഡിസിൻ കണ്ടുപിടിച്ചാലും അത് ലോകത്ത് ഏത് മനുഷ്യന് കൊടുത്താലും, ഹാർട്ടിൻ്റെ അസുഖത്തിനാണെങ്കിൽ അത് കൊടുത്താൽ മതി, ലിവറിനാണെങ്കിൽ അത് കൊടുത്താൽ മതി. ഓരോരുത്തരുടെ ലിവറും ഓരോരുത്തരുടെ ഹാർട്ടും വ്യത്യസ്തമാണെങ്കിൽ, അല്ല ഏഷ്യക്കാരുടേത് വേറെ കോലാണ്, ആഫ്രിക്കൻസിൻ്റെ വേറെയാണ്, യൂറോപ്യൻസിൻ്റെ വേറെയാണെങ്കിൽ എത്ര ലാബ് പരിശോധന നടക്കേണ്ടി വരും, എത്ര ഇൻവെൻഷൻസ് നടക്കേണ്ടി വരും. അങ്ങ് എവിടെയെങ്കിലും ലോകത്തിൻ്റെ മുഖമൂലയിൽ ഉണ്ടാക്കുന്നൊരു മെഡിസിൻ ഇങ്ങേയറ്റത്ത് അങ്ങ് നോർത്തിൽ ഉണ്ടാക്കുന്നത് ഇങ്ങ് സൗത്തിൽ കിടക്കുന്ന മനുഷ്യനെ കൊണ്ടുപോയി കൊടുത്താലും ഒരു കുഴപ്പമില്ല. എന്തേ? ഇതിൻ്റെയൊക്കെ സൃഷ്ടിപ്പ് ചെയ്ത ആൾ ഒന്നാണ് എന്നാണ്. ഇതിന് മാനുഫാക്ചറിങ് കമ്പനി ഒന്നാണ്. പിന്നെ കുഴപ്പമില്ല, അവർക്ക് അതിന് സ്പെയർ പാർട്സ് എളുപ്പമാണ്. അള്ളാഹു ഏകനാണെന്നതിൻ്റെ വലിയൊരു അടയാളം അത്തസ്ഖീർ എന്ന് പറയും. എല്ലാറ്റിൻ്റെയും ഫങ്ഷൻ അള്ളാഹു ഒരുപോലെയാണ് സംവിധാനിച്ച്, അതിന് മാറ്റം വരുന്നില്ല. ഓരോ ജീവിക്കും അള്ളാഹു കൊടുത്ത ചില ടാസ്കുകളുണ്ട്, അത് മാറുന്നില്ല, അതങ്ങനെ തന്നെയാണ്. ഒരു പക്ഷിക്ക് കൊടുത്ത ജോലി, പക്ഷി ആ ജോലി പിന്നെ ഒരു ഉറുമ്പിൻ്റെ ജോലിയാണ് പിന്നെ ചെയ്യുക, അങ്ങനെയല്ല. ഉറുമ്പിൻ്റെ പണിയെടുക്കുന്നത്. ഒരു കാട്ടുപോത്തിൻ്റെ ജോലി അതാണ് എടുക്കുന്നത്, വേറെ ആളും പകരം ചെയ്യുന്നില്ല. അതിന് മാത്രമേ അത് സൃഷ്ടിക്കപ്പെട്ടത്. എല്ലാം കൃത്യമായ ടാസ്കിലൂടെ പോവാണ്, വേറെ ഒരാൾ അതിനെ ചേഞ്ച് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഇതിൻ്റെ മാനുഫാക്ചറർ ഒന്നാണ് എന്നതിൽ സൂചനയുണ്ടെന്നാണ്. ദ എവിഡൻസ് ഓഫ് സബ്ജക്ഷൻ എന്ന് പറയും. എല്ലാം അള്ളാഹു കീഴ്പ്പെടുത്തി തന്നതാണ്. ഫീ കുല്ലി ഷൈഇൻ ലഹു ആയത്തുൻ തദുല്ലു അലാ അന്നഹു വാഹിദു. In everything there is a proof that Allah is one and only. അള്ളാഹു ഏകനാണ്. എല്ലാ വസ്തുക്കളും അത് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ മനുഷ്യൻ്റെ നാവുകൊണ്ട് മനുഷ്യനെ കൊണ്ട് വിളിച്ചു പറയാനാണ് അള്ളാഹു ജീവൻ തന്നത്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാ. എൻ്റെ റബ്ബ് അള്ളാഹുവാണ്, പടച്ചതമ്പുരാനാണ് എൻ്റെ രക്ഷിതാവ് എന്ന് മനുഷ്യൻ നാവുകൊണ്ട് പറയണം, മനസ്സുകൊണ്ട് വിശ്വസിക്കണം, ആ റബ്ബിൻ്റെ റിസാലത്തനുസരിച്ച് ജീവിക്കണം. ഇതിന് അള്ളാഹു ഒരു ടാസ്ക് തന്ന് പറഞ്ഞയച്ചതാണ്. ഇപ്പോൾ സംഭവിക്കുക എങ്ങനെ, ഉമ്മ വീട്ടിൽ നിന്ന് ഒരു ലിസ്റ്റ് എടുത്തിട്ട് മോനെ കുറച്ച് സാധനങ്ങൾ ഗ്രോസറിയിൽ നിന്ന് വാങ്ങിച്ചു പോകാമെന്ന് പറഞ്ഞ് കുട്ടീനെ പറഞ്ഞയച്ചപ്പോൾ കുട്ടി പോയിട്ട് ഗാലറിയിൽ നിന്ന് കളി കാണുകയാണ്. ഓൻ വിചാരിച്ച് കളി കാണാൻ പറഞ്ഞയച്ചത്, ഓൻ അറിയാം അവന് പറഞ്ഞയച്ചത് ഇതിനല്ല എന്ന്. പക്ഷെ എന്നാൽ ഇത് രസം. ഇതുപോലെയാണ് ഇപ്പോഴത്തെ ജീവിതം ആളുകളുടെ. ലക്ഷ്യബോധമല്ല. എന്തേ? ഒരു ലക്ഷ്യമാണെന്നൊക്കെ തോന്നുന്നുണ്ട്, പക്ഷെ അതിലേക്കൊരു രസം തോന്നുന്നില്ല. നമുക്കൊരു ടാസ്ക് അള്ളാഹു തന്നിരിക്കും, ആ ടാസ്ക് നിങ്ങൾ ഫുൾഫിൽ ചെയ്യണം. അള്ളാഹുവിൻ്റെ ഡിമാൻഡാണ്. ഇല്ലേ നിങ്ങൾ സഫർ ചെയ്യേണ്ടി വരും, അത്രയേ ഉള്ളൂ. ഉണ്ടോ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാം, അനുഭവിക്കാം. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാ ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. അള്ളാഹു ജീവൻ തന്നു. ഖാലൂ റബ്ബനാ അമത്തന ثنتين وأحييتنا ثنتين فاعترفنا بذنوبنا فهل إلى خروج من سبيل فهل إلى مرد من سبيل. അള്ളാഹുവേ, ഞങ്ങൾക്ക് തിരിച്ചു പോകാൻ വല്ല അവസരമുണ്ടോ? നീ ഞങ്ങളെ 2 തവണ ജീവിപ്പിക്കുകയും 2 തവണ മരിപ്പിക്കുകയും ചെയ്തുവല്ലോ റബ്ബേ, ഇനി ഞങ്ങൾക്ക് തിരിച്ചു പോകാൻ പറ്റുമോ എന്ന് അള്ളാഹുവിനോട് ചോദിക്കുന്നതാണ്. ആ 2 തവണത്തെ മരണം ജീവൻ കിട്ടുന്നതിൻ്റെ മുമ്പുള്ള അവസ്ഥയാണ്. അതാണ് അതിനെപ്പറ്റി മരണം എന്ന് പറയാം. ഒരു ജീവനില്ലായ്മയിൽ നിന്ന് ജീവനിലേക്കാണ് നമ്മൾ വന്നത്. പിന്നെ നമ്മൾ മരിക്കും, ഭൂമിയിലൊരു ജീവിതം കഴിഞ്ഞ് മരിക്കും, പിന്നെ അള്ളാഹു നമുക്ക് ജീവൻ തരും. അപ്പോൾ ഒരറ്റത്ത് മരണമാണ്, അടുത്തറ്റത്ത് ജീവനാണ്. ഇതിനിടയ്ക്ക് ഒരു ജീവൻ, ഒരു മരണം. അതുകൊണ്ട് 2 മരണവും 2 ജീവിതവും ഞങ്ങൾക്ക് തന്നല്ലോ പടച്ചോനെ. ഇപ്പം ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു, ഇനി ഞങ്ങൾ ഭൂമിയിലേക്കൊന്ന് പറഞ്ഞാച്ചാൽ ഞങ്ങൾ നല്ല കുട്ടികളായി ജീവിച്ച് വരാൻ കേട്ടോ എന്ന് മനുഷ്യൻ പറയുമെന്ന് പരിശുദ്ധ ഖുർആൻ. മനുഷ്യൻ പറയും. ഇതൊക്കെ ഇതിലൂടെ കടന്നു പോവുകയല്ലേ, ബോധ്യപ്പെടും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. والله أنزل من السماء ماء فأحيا به الأرض بعد موتها إن في ذلك لآية لقوم يسمعون. والله അള്ളാഹുവാണ് അൻസല മിനസ്സമാ, ഉപരിലോകത്ത് നിന്ന് ഇറക്കിത്തന്നത്, മാഅൻ വെള്ളം ആകാശത്ത് നിന്ന് ഇറക്കിത്തന്നു. ഈ ആകാശം സമാ എന്ന് പറയുമ്പോൾ 2-3 അർത്ഥങ്ങളിൽ വരും കേട്ടോ. കുല്ലു മാ സമാ വഅല ഫഹുവ സമാ.
മേലെയുള്ളത് എല്ലാത്തിനും സമാ എന്ന് പറയും. ഇപ്പം നമ്മൾ നോക്കി ക്ലൗഡിനും സമാ എന്നാണ് പറയാം. പക്ഷെ ഖുർആൻ ആധികാരികമായി പറയുന്ന സമാ എന്ന് പറഞ്ഞാൽ നക്ഷത്രങ്ങളുടെയൊക്കെ മേലെ നിൽക്കുന്ന ആവരണത്തിനാണ് സമാ എന്ന് പറയാം. അതെവിടെയെന്ന് ഇപ്പോഴും ആർക്കും അറിയില്ല. ഒരു സയൻസ് ഒരു നാസയും കണ്ടെത്തിയിട്ടില്ല. ഒന്നാം ആകാശത്തിൻ്റെ താഴെയാണ് സർവ്വ നക്ഷത്രങ്ങളും കോടിക്കണക്കിന് ഗാലക്സികളും വരുന്നത്. വലഖദ് സയ്യന്ന സമാഅ ദുനിയ ബിമസ്വാബിഹ് വജഅൽനാഹാ റുജൂമൻ ലിശ്ശയാത്തീൻ. സൂറത്തുൽ മുൽക്കിൽ തബാറക്കയിൽ പറഞ്ഞു, ഒന്നാം ആകാശത്തിൻ്റെ താഴെയാണ് എല്ലാ നക്ഷത്രങ്ങളുള്ളത്. അപ്പോൾ ആകാശം എന്ന് പറയുമ്പോൾ വ്യത്യസ്ത അർത്ഥങ്ങളിൽ ഖുർആൻ ഉപയോഗിക്കുന്നുണ്ട്. മനുഷ്യന്മാർക്ക് ആകാശം എന്ന് പറയുമ്പോൾ സയൻറ്റിസ്റ്റുകൾ പറയണ ആകാശം എന്ന് പോലും ചിന്തിക്കാൻ പറ്റില്ല. മേലോട്ട് നോക്കിയാൽ കാണുന്നത് ആകാശം എന്ന് പറയാം. ആകാശത്ത് നിന്ന് മഴ പെയ്യുന്നു, ആ അർത്ഥത്തിലാണ് പറയണത്. എന്നല്ലാതെ ആകാശം എന്ന് പറയുമ്പോൾ സ്പേസിൻ്റെ അപ്പുറത്തു നിന്നാണ് മഴ വരുന്നത് എന്ന് മുസ്ലിം വിളിച്ചു പറയണം പറയാൻ നിൽക്കണ്ട. ഖുർആൻ വിളിച്ചു പറയുന്നത് അങ്ങനെ പറയരുത്. അതല്ലത്. ഭാഷയാണ്, അങ്ങനല്ലേ? സൂര്യൻ കിഴക്ക് നിന്ന് ഉദിച്ച് പടിഞ്ഞാറ് വന്ന് അസ്തമിക്കുന്നു. സൂര്യൻ എവിടേക്കും വന്നിട്ടില്ല, ഭൂമി ഇങ്ങനെ തിരിഞ്ഞതാ സംഭവം. അപ്പോൾ നമുക്ക് തോന്നിയതാണ് ഇത് കിഴക്കുന്ന് ഉദിച്ചു പടിഞ്ഞാറ് അസ്തമിച്ചു എന്ന്. പക്ഷെ പറയുമ്പോൾ എന്താ പറയുക? സൂര്യൻ പടിഞ്ഞാറ് ചെന്ന് അസ്തമിച്ചു. മൂപ്പരാണ്ട് പോയിട്ടൊന്നുമില്ല. സൂര്യൻ്റെ റൂട്ടിന് പോവാണ്. നമ്മളിങ്ങനെ തിരിഞ്ഞപ്പോൾ സൂര്യനെ കണ്ടപ്പോൾ നമുക്ക് തോന്നിയതാണ് ഇതവിടെ ഉദിക്കുന്നു ഇവിടെ അവസാനിക്കുന്നു. പക്ഷെ പറയുമ്പോൾ അങ്ങനെ പറയുള്ളൂ. അവിടെ സയൻസ് അല്ല പറയാ, അല്ലേ? എന്ന പോലെ ആകാശമെന്ന് പറയുന്നത് മേലെയാണ്. അപ്പോൾ അള്ളാഹു മഴ ഇറക്കി തന്നു എന്ന് പറയുമ്പോഴും സമാ എന്ന് പറയും. ആ സമാ നക്ഷത്രങ്ങളുടെ അതിർത്തിയായ സമാ അല്ല. അതിനെപ്പറ്റി അല്ലത് പറയുന്നത്, മനസ്സിലാക്കാൻ എളുപ്പമാണ്. വല്ലാഹു അൻസല മിനസ് സമാഇ മാഅ ഫഅഹ്യാ ബിഹിൽ അർള ബഅദ മൗതിഹാ ഇന്ന ഫീ ദാലിക ലആയതൻ ലിഖൗമിൻ യസ്മഊൻ. അല്ലാഹുവാണ് ആകാശലോകത്ത് നിന്ന് മഴ ഇറക്കിത്തന്നത്. ഈ മഴയെപ്പറ്റി പഠിക്കാൻ ഭയങ്കര അത്ഭുതമാണ് കേട്ടോ. നമ്മൾ പറയും ഇവാപ്പറേഷൻ നടക്കുന്നു, മേലെ ചെന്നിട്ട് ക്ലൗഡ് ഫോം ചെയ്യുന്നു, ഒക്കെ മനസ്സിലായി. ഇനിയിപ്പോൾ ഇത് മഴയായിട്ട് ഭൂമിയിലേക്ക് ഡ്രോപ്ലെറ്റായിട്ട് വീഴണം. അതിന് കൃത്യമായൊരു സൈസുണ്ട്. ആ സൈസിലുള്ള വെള്ളമായിട്ട് വീഴണമെങ്കിൽ എത്ര ടെമ്പറേച്ചർ അവിടെ വേണം എന്നത് ഇപ്പോഴും കൃത്യമായിട്ട് പറയാൻ കഴിയില്ല. എന്താ പറയുക, ഒരു പ്രത്യേക സാഹചര്യം രൂപപ്പെടുമ്പോൾ മഴയായിട്ട് വീഴുന്നു എന്നേ പറയുള്ളൂ. എന്താ ഈ പ്രത്യേക സാഹചര്യം? അല്ലെങ്കിൽ വലിയ വലിയ കട്ടകളായിട്ട് വീണാൽ മനുഷ്യന്മാരെ തല പൊട്ടൂലേ? തേങ്ങ വീണ പോലെണ്ടിരിക്കൂലേ? ഐസൊക്കെ തലേക്ക് വീഴാൻ തുടങ്ങിയാൽ മഴ ചെറിയ ഡ്രോപ്പുകളായിട്ടാണ് കൊടുക്കുക പടച്ചോൻ. എന്നാൽ തന്നെ ഇടയ്ക്കൊരു ഐസൊക്കെ വീണാൽ നമ്മൾ ആലിപ്പഴം വീണേ എന്ന് പറഞ്ഞ് ഭയങ്കര സന്തോഷമായി. തലക്കോ വണ്ടിക്കൊക്കെ വീണോക്കണം. അള്ളാഹു പ്രത്യേക സാഹചര്യത്തിൽ മഴയാക്കിയതിനെ വിടുകയാണെന്ന്. ഈ സാഹചര്യം പടച്ചോൻ്റെ മാത്രം കൺട്രോളാണ്. സുബ്ഹാനല്ലാഹ്. വല്ലാഹു അല്ലദീ അർസല الرياح فتثير سحابا فسقناه إلى بلد ميت. അള്ളാഹുവാണ് കാറ്റുകളെ അഴിച്ചുവിടുന്നത്. അർസല الرياح, കാറ്റ് എന്ന് പറഞ്ഞ സാധനം എയറാണ്. ഇപ്പോൾ ഇവിടെ നിന്നുള്ളൊക്കെ എയറുണ്ട്. ഈ സാധനം ഇവിടുന്ന് മൂവ് ചെയ്യണമെങ്കിൽ ചൂടുള്ള ഒരു തലത്തിലേക്ക് തണുത്ത സ്ഥലത്ത് നിന്ന് കാറ്റിൻ്റെയും മൂവ് ചെയ്യും. ഇപ്പോൾ ഈ പകുതി ഇവിടെ ഫുൾ എയർ കണ്ടീഷൻ ചെയ്ത് ഒരു പകുതി നമ്മൾ കട്ടിയുള്ള വായുവാക്കി വെച്ചു, തണുത്തതാക്കി വെച്ചു. ഇപ്പുറത്ത് ഭയങ്കര ചൂടുണ്ട്. ഇതിനിടയിലെ മറ ഇങ്ങോട്ട് നീക്കിക്കഴിഞ്ഞാൽ ഈ തണുത്ത ഭാഗത്തുള്ള എയർ ചൂട് ഭാഗത്തേക്ക് ഓട്ടോമാറ്റിക്കലി മൂവ് ആവും. സൂര്യപ്രകാശത്തിൻ്റെ ചൂട് കൊണ്ടാണ് കാലാവസ്ഥകൾ മാറുന്നത്. സൂര്യൻ്റെ ചൂടില്ലെങ്കിൽ കാറ്റടിക്കൂല. അപ്പോൾ ഭൂമിയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് തണുപ്പുണ്ട്, ഇപ്പുറത്ത് ചൂടുണ്ടെങ്കിൽ തണുത്ത ഭാഗത്തെ കാറ്റ് ചൂടുള്ള ഭാഗത്തേക്ക് ഓട്ടോമാറ്റിക്കലി ലൂസിലേക്ക് മൂവ് ആവും. അതിന് സ്പീഡൊന്നും അധികം ഉണ്ടാവില്ല. പിന്നെ സ്പീഡ് കിട്ടണമെങ്കിൽ ആ സംവിധാനത്തെ അള്ളാഹു പ്രത്യേകമായ രീതിയിൽ ഒരുക്കണം. അപ്പോഴേ ഇത് കൊടുങ്കാറ്റായി മാറുള്ളൂ. അല്ലാതെ ആരും പോയിട്ട് വീശണമൊന്നുമില്ലല്ലോ. ഇവിടെ ഭൂമിയുടെ അന്തരീക്ഷം അങ്ങനെ നിൽക്കല്ലേ. സൂര്യൻ്റെ ടെമ്പറേച്ചർ കൊണ്ട് മാത്രമാണ് നമുക്ക് കാലാവസ്ഥകളുണ്ട്. സൂര്യൻ ഇല്ലായിരുന്നെങ്കിൽ ഇവിടെ കാലാവസ്ഥ ഉണ്ടാവില്ല. രാവുമില്ല, പകലുമില്ല, വെളിച്ചമില്ല, ചൂടുമില്ല, തണുപ്പില്ല, ഒന്നും ഉണ്ടാവില്ല സൂര്യനില്ലായിരുന്നുവെങ്കിൽ. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ടാണ് വശംസി വദുഹാഹ, സൂര്യനെ തന്നെയാണ് സത്യം, അതെൻ്റെ സൃഷ്ടിയാണ്. ഇത് ഖുർആൻ പറയുമ്പോൾ സൂര്യനെ ആരാധിച്ചിരുന്ന റോമക്കാരും ഗ്രീക്കുകാരും ജീവിച്ചിരിക്കുന്ന കാലമാണ്. അന്ന് ഖുർആൻ ആരാധിക്കാനല്ല, വശംസ് അത് എൻ്റെ സൃഷ്ടിയാണ്, അതിനെ തന്നെയാണ് സത്യം. വദുഹാഹ, സൂര്യൻ്റെ പ്രഭയെ തന്നെയാണ് സത്യം. വല്ലൈലി ഇദാ യഗ്ഷാഹ, രാത്രിയെ തന്നെയാണ് സത്യം, പകലിനെ തന്നെയാണ് സത്യം.
അള്ളാഹുവിൻ്റെ വലിയ അത്ഭുതകരമായ സൃഷ്ടിയാണ്. വല്ലാഹ്, അതുകൊണ്ടാണ് അള്ളാഹുവാണ് അല്ലദീ അർസല റിയാഹ, കാറ്റുകളെ അഴിച്ചുവിടുന്നത് അള്ളാഹുവാണ്. ഫതുസീറു സഹാബാ, ബാഷ്പങ്ങളായി കടന്നു പോകുന്ന ഇവാപ്പറേഷൻ വാട്ടർ വേപ്പറുകളാണ് മേലോട്ട് പോകുന്നത്. അതിനെ കാറ്റടിച്ച് കൊണ്ടുപോയി ഒരിടത്ത് കൂട്ടിവെക്കണം, അപ്പോഴാണ് ക്ലൗഡായിട്ട് ഫോം ചെയ്യുക. അതുകൊണ്ട് കാറ്റ് അള്ളാഹു അഴിച്ചു വിട്ടാലേ ക്ലൗഡ് ഫോം ചെയ്യുള്ളൂ. ആ ക്ലൗഡിന് പിന്നെ അവിടെ നിന്ന് മൂവ് ചെയ്യണം. അത് ഏത് നാട്ടിലേക്കാണ് കൊണ്ടുപോയിട്ട്, അത് അങ്ങോട്ട് കൊണ്ടുപോയിട്ട് ഇറക്കണം, വെള്ളിപ്പാടിക്ക് പോകണമെന്ന് അള്ളാഹു തീരുമാനിക്കണം. അപ്പോഴാണ് എന്ത് ചെയ്യുക, അതിനനുസൃതമായി റൂട്ടിലേക്ക് അള്ളാഹു കാറ്റിനെ പറഞ്ഞയക്കുക. അവിടെ പോയിട്ടേ ഇത് പെയ്യുള്ളൂ, അല്ലാതെ അങ്ങ് നോക്കിക്കാനേ പറ്റുള്ളൂ. വരുമോ ഇല്ലേ അറിയില്ല. ഉണ്ടല്ലോ, നോമ്പ് 29 ആകുമ്പോണ്ടൊരു ചോദ്യം, മാസം കാണൂലേ? ആകെ ഒരു ദിവസം ബാക്കിയുള്ളൂ. 29 ദിവസം നോമ്പ് കൊടുത്ത ആ ഒരു നോമ്പിൻ്റെ ക്ഷീണമൊക്കെ പിന്നെ അങ്ങ് മറക്കും. ഇനി വേഗം പെരുന്നാളായാൽ മതിയെന്ന്. കാണൂലേ, വെറുതെ ചർച്ച ചെയ്യും. വേഗം ഉണ്ടാണ് പോയിരുന്നാൽ പോരുണ്ടെങ്കിൽ അറിയില്ലേ, ഉള്ള നേരം ഖുർആൻ ഓതി ദിക്ർ ചൊല്ലിയിരുന്നാൽ അത്രയും ലാഭിക്കാം. അത് വെറുതെ അങ്ങനെ ചോദിക്കും, കാണൂ കേൾക്കൂലേ നാളെ എന്ന പോലെ, പെയ്യൂലേ എന്നൊക്കെ മേലെ നോക്കി ഇങ്ങനെ നമുക്ക് അനുമാനിക്കാന്നല്ലാണ്ട് നമുക്ക് കണക്കാക്കിയതാണെങ്കിൽ അവിടെ പെയ്യില്ലേ, അള്ളാഹു അതിനെ മറ്റിടത്തേക്ക് തെളിച്ചു കൊണ്ടുപോവുകയാണ്, കാറ്റുകൊണ്ട് തെളിച്ചു കൊണ്ടുപോവുകയാണ്. ഫസുഖ്നാ, ആ വെള്ളം നമ്മൾ കൊണ്ടുപോയി കുടിപ്പിക്കും. നോക്കണം, അള്ളാഹു ഉപയോഗിച്ച വാക്ക് ഫസുഖ്ന, മേഘത്തിൻ്റെ വെള്ളം നമ്മൾ കുടിപ്പിക്കുകയാണ്. അൽ അർള ഇല ബലദിൻ മയ്യിത്തിൻ, മരിച്ചു കിടക്കുന്ന ഒരു നാടിന്, മരിച്ചു കിടക്കുന്ന ഒരു പറമ്പിലേക്ക് ആ വെള്ളം നമ്മൾ ഇട്ടുകൊടുക്കും. അപ്പം എന്താവും, ഫഅഹ്യാ ബിഹിൽ അർള ബഅദ മൗതിഹാ فأحيينا به الأرض بعد موتها كذلك النشور. ഒരു ചെടിയോ മരമോ പച്ചപ്പോ ഇല്ലാതിരുന്ന ഒരു മണ്ണിലേക്ക് വെള്ളം വീഴുമ്പോൾ അല്ലാഹു അവിടെ പച്ചപ്പുണ്ടാക്കി തരുന്നത് കാണുന്നില്ലേ? ഇതുപോലെ തന്നെയാണ് മരണശേഷം അല്ലാഹു നിങ്ങൾക്ക് ജീവൻ നൽകുന്നത്. അപ്പം മരണത്തിന് ശേഷം ജീവനുണ്ട് എന്ന സംഗതി എല്ലാ കൊല്ലം അല്ലാഹു നമ്മുടെ കൺമുമ്പിൽ നടത്തി തരുന്നുണ്ട്. വസന്തകാലത്ത് നാട് കാണാൻ ഭയങ്കര രസമായിരിക്കും, പൂക്കളും ചെടികളും ഭയങ്കര രസമായിരിക്കും. അത് ഹേമന്തകാലമാകുമ്പോൾ അങ്ങ് പൊഴിഞ്ഞു പോകും. ചൂടുകാലമാകുമ്പോൾ മറ്റേ ഉണങ്ങിയിട്ടുണ്ടാവും, പിന്നെ ഒന്നും പച്ചപ്പൊന്നും ഇല്ല. ഇവിടെ മരുഭൂമി, ഇപ്പോൾ സലാലൊക്കെ പോയിട്ടില്ലേ, 2-3 മാസം എന്ത് രസം കാണാൻ, വളരെ മനോഹരമാണ്. അതിന് കഴിഞ്ഞാലോ ആ നാടനല്ല, പിന്നെ വേറെ ഏതോ മരുഭൂമിയാണ്. സുബ്ഹാനല്ലാഹ്. നമ്മുടെ നാട്ടിലൊക്കെ അല്ലേ ആ ഒരു നല്ല തളിർത്ത് വരുന്നൊരു കാലം, എവിടെ നോക്കിയാലും പച്ചപ്പ്, ഭയങ്കര രസമായിരിക്കും. നമുക്ക് രസം ഉണ്ടാവുള്ളൂ, നാട്ടിൽ പച്ച കണ്ട് മടുത്തിരിക്കുക കാര്യം ചിലപ്പോൾ. അപ്പോൾ അള്ളാഹു ഭൂമിയെ എണീപ്പിച്ച് നിർത്തുന്നുണ്ട്, മരിച്ചതിന് ശേഷം എണീപ്പിച്ച് നിർത്തുന്നുണ്ട്. എല്ലാ സമയത്തും നമ്മളിത് കാണുകയാണ്. മഴക്കാലത്തുണ്ടാകുന്ന ജീവികൾ മഴക്കാലം കഴിഞ്ഞാൽ അവിടെ മരിച്ചു പോവുകയാണ്, ചത്തുപോവുകയാണ്. പിന്നെ ഇവരൊക്കെയാണ് കൂട്ടത്തോടുകൂടെ വരുന്നത്. എവിടെ പോയിരുന്നു? ഇവിടെയൊക്കെ നമുക്ക് ആലോചിച്ചാൽ പിടുത്തം കിട്ടൂല. എവിടെ? അവർ മണ്ണായി പോയിരുന്നു. പിന്നെയും അള്ളാഹു ഈ പാറ്റയും ചേരട്ടയും അതും ഇതൊക്കെ എന്ത് ചെയ്തു? ഇതാ ഉണ്ടായി വരുന്നു. കഴിഞ്ഞൊല്ലം പോയതാ കെട്ടും കെട്ടിയിട്ട്, പിന്നെ ഇതാ വരുന്നു. ഓരോ കൊല്ലവും അള്ളാഹു ഇതിങ്ങനെ എന്തിനാണെന്നറിയോ? നമുക്ക് മനസ്സിലാവാൻ. നമ്മളൊക്കെ പോയാലും ഇങ്ങനെ വരും, അത് അള്ളാഹ്ക്ക് വലിയ പണിയുള്ള കാര്യമല്ല എന്നല്ലാതെ ഒരു കൊല്ലത്തെ ജീവികളെ ഒറ്റത്തിൽ പലായനം ചെയ്ത് എവിടെ ഒളിച്ചിരുന്നിട്ട് അടുത്ത സീസണിൽ പുറത്തു വരില്ല. അവ ചത്തുപോയിട്ട് പിന്നെ അള്ളാഹു കൊണ്ടുവരികയാണ്. എങ്ങനെ? മണ്ണിൽ നിന്ന് ജീവാംശത്തെ കൊണ്ടുവന്നവനാ അള്ളാഹു. ആ മണ്ണിൽ നിന്ന് വീണ്ടും അവരെ കൊണ്ടുവരാൻ വമാ ദാലിക അലല്ലാഹി ബിഅസീസ്, അത് അള്ളാഹ്ക്കൊരു പണിയുള്ള കാര്യമല്ല. അതുകൊണ്ട് മരണാനന്തര ജീവിതം ഓരോ മഴ പെയ്യുമ്പോഴും നിങ്ങളുടെ കൺമുമ്പിൽ നിങ്ങൾ കാണുന്നില്ല ഈ ചെടികൾ ഉണങ്ങുന്നതും ഉണ്ടാവുന്നതും. അങ്ങനത്തെ സച്ച് ഈസ് എ റിസറക്ഷൻ. അങ്ങനെ തന്നെയാണ് ഈ മരണാനന്തര ജീവിതം എന്ന് പറയുന്നത്. മരിച്ചാൽ അള്ളാഹു ജീവിപ്പിക്കും എന്ന് പറഞ്ഞാൽ ഇത്ര തന്നെ മനസ്സിലാക്കാനുള്ളൂ. നിങ്ങളുടെ കൺമുമ്പിൽ അന്ന് തെളിവ് ഇങ്ങനെ കാണിച്ചു തരുന്നില്ലേ? എല്ലാ കൊല്ലവും എപ്പോഴും കാണുന്നില്ല ഇതൊക്കെ? അതുകൊണ്ട് ഉണങ്ങിപ്പോകുന്ന ഒരു പ്രതലത്തെ അള്ളാഹു മഴ പെയ്യിപ്പിച്ച് റബ്ബ് തആല ജീവത്തുടിപ്പുള്ളതായി കാണിച്ചു തരുന്നുണ്ടല്ലോ. ഇതുതന്നെയാണ് നിങ്ങൾ മരിച്ചു പോയാൽ നിങ്ങളെ ജീവിപ്പിക്കും എന്നതിൻ്റെ അടയാളം. യാ അല്ലാഹ്. واختلاف الليل والنهار وما أنزل الله من السماء من رزق فأحيا به الأرض بعد موتها وتصريف الرياح آيات لقوم يعقلون. ചിന്തിക്കുന്നവർക്ക് പാഠങ്ങളുണ്ട്. لقوم يعقلون, for a people
ഹു വുഡ് റീസൺ, ചിന്തിക്കുന്നവർക്ക് പാടുണ്ടെന്ന്. അല്ലാത്തവർക്കൊന്ന് മഴ പെയ്യണം, മഴ കിട്ടുമോ കിട്ടൂലേ, മഴ പെയ്തോ ഇല്ലേ, ഇങ്ങനെ ചർച്ച ചെയ്ത് അവർ പോകും. പക്ഷെ ഇത് അള്ളാഹു ചെയ്ത വലിയൊരു മഹാത്ഭുതമാണ്. ഇത് ജീവനെ അള്ളാഹു എങ്ങനെ ഉണ്ടാക്കുന്നു നമ്മുടെ കൺമുമ്പിൽ കാണിച്ചു തരികയാണ്. മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ അള്ളാഹു എഴുന്നേൽപ്പിക്കാൻ ഇത്രയേ പണിയുള്ളൂ എന്ന് റബ്ബ് നമ്മുടെ മുമ്പിൽ കാണിച്ചു തരുന്ന ട്രയലുകളാണിത് എന്ന് ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാക്കാൻ പ്രയാസമല്ല. അള്ളാഹു തആല സൂറത്തുൽ ജാഥിയയിൽ പറയാം, ഫഅഹ്യാ ബിഹിൽ അർള ബഅദ മൗതിഹാ, ഭൂമി മരിച്ചതിന് ശേഷം ഭൂമിയെ ജീവിപ്പിക്കുന്നവനാണ് അള്ളാഹു. അള്ളാഹു തആല മുഹയ്യാണ്, ജീവൻ നൽകുന്നവനാണ്. അള്ളാഹുവാണ് മരണം നൽകുന്നത്. ജീവൻ മരണം എന്ന് പറയുന്നിടത്ത് മറ്റൊരർത്ഥം മുഅ്മിനി അള്ളാഹുവിൻ്റെ കലാമിൻ്റെ വ്യാഖ്യാതാക്കൾ പറയുന്നത് മനുഷ്യ ഹൃദയത്തിന് അള്ളാഹു നൽകുന്ന ജീവൻ. അവമൻ കാന മൈതൻ ഫഅഹ്യൈനാഹ്, മരിച്ചു കിടക്കുന്ന ഒരാളെ ആത്മജ്ഞാനങ്ങൾ നൽകി നമ്മൾ. വജഅൽനാ ലഹു നൂറൻ യംശി ഫിന്നാസ്, ജനങ്ങൾക്കിടയിൽ പ്രകാശത്തോടെ ജീവനോടെ നടക്കുന്ന ഒരാളും അള്ളാഹുവിനെ പറ്റി ഒരു ചിന്തയുമില്ലാതെ മറന്നു നടക്കുന്ന മരിച്ചുപോയ മനുഷ്യനും ഒരുപോലെയാണോ? രണ്ട് ജീവനല്ല നൽകും. ഒന്ന് ഫിസിക്കൽ ലൈഫ്, മറ്റൊന്ന് സ്പിരിച്വൽ ലൈഫ്. ഇപ്പം ജീവിച്ചിരിക്കുന്ന മനുഷ്യന്മാരെ പറ്റി ജീവിച്ചിരിക്കുമ്പോൾ മരിച്ചതിന് തുല്യമാണ് എന്ന് പറയും. എന്തേ? ആകെ ചിന്ത തിന്നണം, കുടിക്കണം, ഉറങ്ങണം, ഇത്രയേ സുഖിക്കണം, ഇത്രയേ ആലോചിക്കുന്നുള്ളൂ. അതിനപ്പുറത്തേക്കൊരു ലോകത്തെപ്പറ്റി ആലോചനയേയില്ല. അങ്ങനെ ആവരുത്. എപ്പോഴും അങ്ങനെ ആലോചിച്ചിരിക്കാൻ മനുഷ്യന്മാർ കഴിയില്ല. ദുനിയാവിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. പക്ഷേ നമ്മുടെ ഭൂരിഭാഗം സമയവും ഭൗതികമായ ഒരു ആസ്വാദനത്തിൻ്റെ പിന്നിൽ പോവരുത് എന്നാണ് ഖുർആൻ പറയുക. ഇത് നൈമിഷികമാണ്. ഇത് എത്ര പിന്നാലെ നടന്നാലും അത് മതി വരില്ല, അത് പൂതി തീരൂല. ദുനിയാവ് അങ്ങനെയാണ്. പറഞ്ഞില്ലേ, 6000 വെപ്പാട്ടികളുണ്ടായ രാജാവിന് പൂതി തീർന്നിട്ടില്ല എന്ന് പറഞ്ഞത്. ദുനിയാവിൻ്റെ അവസ്ഥ അതാണ്. എത്രയോ സമ്പത്തുണ്ടായാലും മനുഷ്യന് മതി വരൂല. അത് അല്ലാഹു തആല പറയാണ്, യശീബു ഇബ്നു ആദം വയശുബ്ബു ഫീഹി ഖസ്ലതാൻ. ആദം നബിയുടെ മക്കൾക്ക് പ്രായമാകുമ്പോഴേ ചില ആളുകൾ, എല്ലാവരും അല്ലേ, ചിലരിലെങ്കിലും 2 സ്വഭാവങ്ങൾക്ക് യൗവനായിരിക്കും. 2 സ്വഭാവം ഭയങ്കര യുവാക്കളായിരിക്കും അവരിൽ. എന്താ? അൽ ഹിർസ് വൽ അമൽ, പൈസ ഉണ്ടാക്കണമെന്ന ആഗ്രഹവും ഇപ്പം അടുത്തൊന്നും മരിക്കൂല എന്ന തോന്നലും. അത് യുവാവിനെ പോലെ തോന്നുന്ന വയസ്സായ ആൾക്ക് എനിക്ക് ടൈമായിട്ടില്ലല്ലോ എന്ന് തോന്നുന്നതാണ്. യശീബു ഇബ്നു ആദം, മനുഷ്യന് വയസ്സാകുന്നുണ്ട്, പക്ഷെ 2 സ്വഭാവത്തിന് യൗവനായിരിക്കും. ഒരിക്കലും തോന്നൂല എനിക്ക് പോകാൻ സമയമായിട്ടുണ്ട്. എത്ര പ്രായമായാലും തോന്നൂല. ചില ആളുകൾക്ക് ഇല്ലാ മാ റഹിമ റബ്ബി, അള്ളാഹു റഹ്മത്ത് ചെയ്ത ആളുകൾക്ക് അത് ബാധിക്കൂലേ, അവർക്കത് മനസ്സിലാവും, ബോധ്യപ്പെടും, സമയമായിട്ടുണ്ട്, ഞാൻ ഒരുങ്ങണം, എനിക്കൊരു യാത്രയായിട്ടുണ്ട് എന്ന് ഒരുങ്ങുന്നവരാണ്. പക്ഷെ ബഹുഭൂരിഭാഗം ആളുകൾ അങ്ങനെയല്ല. സമയമായിട്ടില്ല എന്നാ പറയാം. ഞാൻ മരിക്കേണ്ട സമയമൊന്നും ആയില്ലല്ലോ, ഒരാൾക്കും തോന്നുന്നില്ല എന്നതാണ് വസ്തുത. യാ അല്ലാഹ്. വൽ അമൽ, അൽ ഹിർസു വൽ അമൽ, പൈസ ഉണ്ടാക്കണമെന്ന ആഗ്രഹവും ദുനിയാവുണ്ടാക്കണമെന്ന ആഗ്രഹവും, പിന്നെ വൽ അമൽ, ജീവിതത്തിലുള്ള പ്രതീക്ഷയും ഇങ്ങനെ കൂടി വരും. എന്ത് ഭൗതിക പ്രതീക്ഷ കേട്ടോ, അല്ലാതെ കുറേ അമൽ ചെയ്യണം. അവമൻ കാന മൈതൻ ഫഅഹ്യൈനാഹ്, മരിച്ചു കിടന്നിരുന്ന ഒരാളെ നമ്മൾ ജീവിപ്പിച്ചു കഴിഞ്ഞാൽ വജഅൽനാ ലഹു നൂറാ, ആ മനുഷ്യന് നാം പ്രകാശം കൊടുക്കുകയും ചെയ്തു. ഇസ്ലാം ശരീഅത്ത്. യംശി ബിഹി ഫിന്നാസ്, ജനങ്ങൾക്കിടയിൽ ആ മനുഷ്യൻ ജീവിക്കുന്നത് അള്ളാഹു നൽകുന്ന പ്രകാശത്തിലാണ്. അങ്ങനെ നാം ജീവൻ കൊടുത്ത ഒരാളും ജീവനില്ലാത്ത ആളും ഒരുപോലെയാണോ? 2 ആളും, ഒന്നിൽ ഒരാളും ജീവിച്ചിരിക്കുന്നവനാണ്, മറ്റൊരാളും മരിച്ചതിന് തുല്യമാണ്. അതുകൊണ്ട് ജീവനുണ്ടായാലും പോരാ, അതിൻ്റെ ആത്മീയ ജീവിതം വേണം. ഇത് അള്ളാഹു നൽകുന്നവനാണ്. റാബിഅത്തുൽ അദവിയ്യ ബീവി റളിയല്ലാഹു അൻഹാ, രാത്രി സമയമായാൽ ഇദാ കാനത് ഫീ ജൗഫിൽ ലൈൽ, രാത്രിയുടെ മധ്യത്തിലേക്കെത്തിയാൽ, എല്ലാവരും കിടന്നുറങ്ങുന്ന സമയമായാൽ, റാബിഅത്തുൽ അദവിയ്യ ബീവി പറയുമത്രേ, യാ റബ്ബി, അല്ലാഹുവേ, അഗ്ലഖത്തിൽ മുലൂകു അബ്വാബഹാ, രാജാക്കന്മാർ അവരുടെ വാതിലുകൾ അടച്ചു കഴിഞ്ഞു റബ്ബേ. ഓഫീസുകളൊക്കെ പൂട്ടിപ്പോയി റബ്ബേ. ഇന്നത്തെ അവസ്ഥയിൽ അങ്ങനെ പറയാം. ഇനി ആരും വിളിച്ചിട്ട് കാര്യം, എല്ലാവരും ഉറങ്ങാണ്.
വഖലാ കുല്ലു ഹബീബിൻ ബിഹബീബിഹി, ഓരോ ഹബീബും തൻ്റെ ഹബീബിൻ്റെ കൂടെ കഴിയുന്ന സമയമാണിത്. ഭാര്യ ഭർത്താവിൻ്റെ കൂടെ, കുടുംബത്തിൻ്റെ കൂടെ, കൂട്ടുകാരുടെ കൂടെ, ഓരോരുത്തരും അവനിഷ്ടപ്പെട്ടവരുടെ കൂടെ കഴിയുന്ന സമയമാണ്. വഖലാ കുല്ലു ഹബീബിൻ ബിഹബീബിഹി, ഓരോ ഹബീബും തൻ്റെ ഹബീബിൻ്റെ കൂടെ ഒരുമിച്ച് കഴിയുന്ന നേരം. അല്ലാഹുവേ, ഞാനിതാ നിൻ്റെ മുന്നിൽ നിൽക്കുന്നു, നിന്നിലേക്ക് വസീല തേടുകയാണ് റബ്ബേ. അർജൂക അൻ തഗ്ഫിറ ലീ ദംബി, എൻ്റെ തെറ്റുകൾ പുറത്തു തരേണമേ. അൻ തുഹയ്യ ഖൽബി, എൻ്റെ ഹൃദയത്തിന് ജീവൻ നൽകണമേ. ഖൽബിന് ഹയാത്ത് തരണം. ഖൽബ് മരിച്ചു പോകും ചിലപ്പോൾ, അതിന് ജീവൻ കിട്ടണം. അള്ളാഹു നൽകുന്ന വലിയ സൗഭാഗ്യമാണ്. നമ്മുടെ ഖൽബിനൊക്കെ അള്ളാഹു ആ ജീവൻ എപ്പോഴും നിലനിർത്തി തരട്ടെ. അത് മരിച്ച് ബാറ്ററി തീർന്നു പോയാൽ വലിയ വലിയ അപകടമാണ്. അത് ബാറ്ററി പോയി കുറച്ച് കഴിഞ്ഞിട്ടേ അറിയുള്ളൂ ബാറ്ററി പോയിട്ടുണ്ടായിരുന്നു എന്ന്. അതാണ് ഇതിൻ്റെ പ്രശ്നം. ഇപ്പം നമ്മൾ ദിക്റും സ്വലാത്തും അള്ളാഹിനെക്കുറിച്ചുള്ള ഓർമ്മയും ചിന്തകളൊക്കെ ഉള്ളൊരു സമയം ഉണ്ടാവും. ഇപ്പം നമുക്കതിന് പറ്റുന്നുണ്ട്. ഇപ്പം നമ്മൾ ജോലി മാറി, നമ്മൾ വേറെവിടേക്കും പോയി, വേറെവിടേക്കും ട്രാൻസ്ഫറായിപ്പോയി, നമുക്കവിടെ ഒരു ദീനിയായ ക്ലാസ്സോ കാര്യങ്ങളോ കിട്ടാനില്ല, നമ്മുടെ ചുറ്റുവട്ടത്തൊന്നും അങ്ങനത്തെ മനുഷ്യന്മാരും കൂടെ ഇല്ല. ആ സമയത്ത് നമ്മൾ അനുഭവിക്കുന്നൊരു ഏകാന്തത ഉണ്ട്. അപ്പോഴേ ഇതിൻ്റെ രസം എന്തായിരുന്നു അപ്പോൾ മനസ്സിലാവുള്ളൂ, അല്ലെങ്കിൽ അതറിയില്ല. അല്ലാഹുവേ അഹ്യി ഖൽബി, എൻ്റെ ഹൃദയത്തിന് ജീവൻ നൽകണമേ റബ്ബേ. യാ റബ്ബി അഗ്ലഖത്തിൽ മുലൂകു അബ്വാബഹാ, രാജാക്കന്മാർ അവരുടെ വാതിലുകൾ അടച്ചു കഴിഞ്ഞു, എല്ലാം കൊട്ടിയടച്ചു. ഇനി ആർക്കും രാജാവിൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റില്ല. വഖലാ കുല്ലു ഹബീബിൻ ബിഹബീബിഹി, ഓരോ ഹബീബും തൻ്റെ ഹബീബിൻ്റെ കൂടെയാണ് ഇപ്പോൾ കഴിയുന്നത്. ഞാനിതാ എൻ്റെ മഹ്ബൂബായ റബ്ബേ നിൻ്റെ മുമ്പിൽ നിൽക്കുന്നു. വഹാ അനദാ ബൈന യദൈക് അതവസ്സലു ഇലൈക്, നിന്നിലേക്ക് ഞാൻ ഇടതേടുകയാണ് റബ്ബേ. അർജൂക അൻ തഗ്ഫിറ ലീ ദംബി, എൻ്റെ തെറ്റുകൾ മാപ്പ് നൽകണമേ. അൻ തുഹയ്യ ഖൽബി, എൻ്റെ ഹൃദയത്തിന് ജീവൻ നൽകണമേ. വ അൻ തുഖീല അഥറതി, എനിക്ക് കാലിടറിപ്പോയത് മാപ്പ് നൽകണമേ. വ അൻ തഖ്ബല തൗബതി, എൻ്റെ പശ്ചാത്താപം സ്വീകരിക്കണമേ. അൻ തമുദ്ദനി ബിമദദിൻ മിൻ ഇൻദിക്, നിൻ്റേതായ ഒരു സഹായം, എനിക്ക് പ്രത്യേകമായ സഹായം നീ നൽകണമേ. മഹദി റാബിഅത്തുൽ അദവിയ ബീവി ദുആ ചെയ്യുമായിരുന്നു. മഹദി കിടക്കുന്ന ഫലസ്തീനിലാണ്. ഈസാ നബി അലൈഹി സ്വലാം ആകാശത്തേക്ക് ഉയർന്ന ആ ഒരു വലിയ മുനാരുണ്ട്, അതിൻ്റെ തൊട്ടപ്പുറത്താണ്. അവിടെ നടക്കാനുള്ളൂ 2 അടി, ഒരു 10-20 മീറ്റർ. അവിടെയാണ് റാബിഅത്തുൽ അദവിയ ബീവി റളിയല്ലാഹു അൻഹയുടെ മഖാമുള്ളത്. യാ റബ്ബി അഗ്ലഖത്തിൽ മുലൂകു അബ്വാബഹാ, പടച്ചവനെ എല്ലാവരും വാതിലടച്ചു പോയി, നിൻ്റെ വാതിലടഞ്ഞിട്ടില്ലല്ലോ. ഓരോ ഹബീബും ഹബീബിൻ്റെ കൂടെയാണ്. ഞാൻ എൻ്റെ മെഹബൂബായ റബ്ബേ നിൻ്റെ കൂടെയാണ്. അതുകൊണ്ട് ഞാനൊന്ന് ചോദിച്ചോട്ടെ. അർജൂക്ക്, പ്ലീസ്. അർജൂക്ക് എന്ന് അറബി പ്ലീസ് എന്നാണ് ശരിക്കും, ദയവ് ചെയ്ത്. റജാഅൻ, പ്ലീസ് എന്ന് പറയാം. ഇംഗ്ലീഷ് പറയുന്ന അറബിയിൽ അർജു എന്നാണ് പറയാം, റജാഅൻ എന്നാണ് പറയാം. അർജൂക്ക്, ഐ ആസ്ക് യു പ്ലീസ്, ഇങ്ങനെ ചെയ്ത് അർജൂക്ക് എന്നിട്ട് പിന്നെ കാര്യം പറയാം. അർജൂക റബ്ബേ, ഞാൻ നിന്നോട് അപേക്ഷിക്കുകയാണ്. അൻ തഗ്ഫിറ ലീ ദംബി വ അൻ തുഹയ്യ ഖൽബി വ അൻ തുഖീല അഥറതി വ അൻ തഖ്ബല തൗബതി വ അൻ തുമിദ്ദനി ബിമദദിൻ മിൻ ഇൻദിക്, ഹൃദയത്തിന് ജീവൻ നൽകണമേ. കാരണം ജീവൻ നൽകുന്നത് അല്ലാഹു ചെയ്യുന്ന പണി. അത് റബ്ബിനോട് ചോദിച്ചു വാങ്ങണം ഖൽബിന് ജീവൻ തരാൻ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. സല്ലു അലൻ നബി മുഹമ്മദിൻ വ ആലിഹി. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഹൃദയത്തിന് ജീവൻ കിട്ടണമെങ്കിൽ ഒരു കാര്യം ചെയ്യണം. എന്താണെന്നറിയോ? നമ്മൾ എന്തൊക്കെ ജീവിതത്തിൽ ഒരുപാട് ലക്ഷ്യങ്ങളും നമുക്കൊരുപാട് കുറേ നേരം നടക്കുന്നുണ്ടാവും, വഴിതെറ്റി നടക്കുന്നുണ്ടാവും. എന്തൊക്കെയാണെങ്കിലും
നമ്മൾ അവസാനം അള്ളാഹുവിൻ്റെ ഒരു ചിന്തയിലേക്ക് നമ്മൾ തിരിച്ചു വരണം. നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം അള്ളാഹുവിനെ സന്തോഷിപ്പിക്കലാവുക. ഇതാണ് ഖൽബിന് ഈമാൻ കിട്ടാനുള്ള, ജീവൻ കിട്ടാനുള്ള വഴി. അള്ളാഹിനെ സന്തോഷിപ്പിക്കുകയാണ്. ഒരു ഭാര്യ ഭർത്താവിന് വേണ്ടി ജീവിക്കും. ഭർത്താവിന് വേണ്ടി ജീവിക്കണ്ട. ജീവിതം ആർക്കാണ്? അള്ളാഹുക്ക് വേണ്ടിയാണ്. അള്ളാഹുക്ക് വേണ്ടി ജീവിക്കുക. പക്ഷെ ഭർത്താവിൻ്റെ ഖിദ്മത്തെടുക്കണം, ഉമ്മാനെ നോക്കണം, വാപ്പാനെ നോക്കണം, മക്കളെ നോക്കണം. ഇതൊക്കെ നമ്മുടെ ടാസ്കുകളാണ്. പക്ഷെ ജീവിക്കുന്നത് ആർക്കാണ്? അള്ളാഹുക്ക് വേണ്ടിയാണ്. ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിപ്പെടാൻ കഴിയണം. അപ്പം നമ്മൾ പറഞ്ഞാൽ എൻ്റെ കുട്ടികൾക്കും മക്കൾക്കും വേണ്ടി ജീവിക്കുക, അങ്ങനെയല്ല. അതും എല്ലാവരും ഇങ്ങനെ തന്നെ, ലോകത്തെ എല്ലാ മനുഷ്യരും ചെയ്യുന്ന പണിയാണ്. മുഅ്മിൻ അങ്ങനെയല്ല. ഞാൻ ജീവിക്കുന്നത് അള്ളാഹുവിന് വേണ്ടിയാണ്. പക്ഷെ എൻ്റെ കുട്ടികളെയും മക്കളെ ഞാൻ നോക്കണം, അതെൻ്റെ ബാധ്യതയാണ്. പക്ഷെ എൻ്റെ ജീവിത ലക്ഷ്യമാരാണ്? അള്ളാഹുവാണ്. അപ്പോഴേ ആ ഒരു ലക്ഷ്യത്തിൽ ജീവിക്കുമ്പോഴേ ഹൃദയത്തിനൊരു ജീവൻ ഉണ്ടാവുള്ളൂ. നമ്മുടെ ജീവിത ലക്ഷ്യം എന്താണ്? സമ്പത്തിന് വേണ്ടി ജീവിക്കേണ്ട, സ്ഥാനമാനങ്ങൾ കിട്ടാൻ വേണ്ടി ജീവിക്കേണ്ട. ചിലരങ്ങനെ കുറേ കാലം, ഇപ്പം ഇത്രയും കാലം പണിയെടുത്തിട്ട് ഇന്ന ഒരു സെക്രട്ടറി ആക്കിയിട്ടില്ലല്ലോ, ഇന്ന പ്രസിഡൻ്റ് ആക്കിയിട്ടില്ലല്ലോ, അതിനൊന്നും ജീവിക്കേണ്ട. അതിപ്പോൾ കിട്ടും, ചിലപ്പോൾ കിട്ടിയില്ല, അപ്പോൾ കിട്ടിയത് പിടിച്ച് വാങ്ങിയെന്ന് വരും, അപ്പോൾ നമ്മൾ വിചാരിക്കാത്തവർ കൊടുത്തെന്ന് വരും. അങ്ങനെയൊന്നും വിഷയമല്ല. അതൊക്കെ ദുന്യാവിൻ്റെ ചില തർത്തീബുകളാണ്. നിങ്ങളുടെ ലക്ഷ്യം മനസ്സിനുള്ളിൽ അള്ളാഹുവാണോ? ഞാൻ അള്ളാഹുക്ക് വേണ്ടി ജീവിക്കുകയാണ്, എനിക്കെൻ്റെ പടച്ചോനെ ചെന്ന് കാണണം, അള്ളാഹുവിനോട് നേരിട്ട് സംസാരിക്കണം. അപ്പോൾ കുറേ സംശയങ്ങളുണ്ടായിരുന്നു ദുന്യാവിൽ. പടച്ചോനെ എങ്ങനെ ഉണ്ടായത് പടച്ചോനെ എനിക്ക് അറിയില്ല. റബ്ബിനോട് നേരിട്ട് ചോദിച്ചു നോക്കണം, അള്ളാഹുവിനോട് ചോദിക്കണം. ആയിക്കോട്ടെ, എൻ്റെ റബ്ബിനെ എനിക്ക് കണ്ടെത്തണം. ആ ലക്ഷ്യത്തിനാണ് ഞാൻ ജീവിക്കുന്നത്. ബാക്കിയൊക്കെ അതിൻ്റെ മുഖമ്മിലാച്ചുകളാണ്, അത് കംപ്ലീറ്റ് ചെയ്യുന്ന സംഭവങ്ങളാണ്. കുടുംബവും കുട്ടികളും സുഹൃത്തുക്കളും നാടും നമ്മുടെ സംഘടനയും പ്രവർത്തനങ്ങളൊക്കെ അതിൻ്റെ ഭാഗമാണ്. ജീവിതം അള്ളാഹുവിന് വേണ്ടിയാവണം. ഇതൊരു വലിയ വിഷയമാണ്. നമ്മൾ ആലങ്കാരികമായിട്ട് പലതും പറയും. അയാൾ പ്രസ്ഥാനത്തിന് വേണ്ടി ജീവിച്ച ആളാണ്, പാർട്ടിക്ക് വേണ്ടി ജീവൻ കളഞ്ഞ ആളാണ്, പാർട്ടിക്ക് വേണ്ടി, അതൊക്കെ ആയിക്കോട്ടെ, അതൊക്കെ ആലങ്കാരിക പ്രയോഗം. ആ മനുഷ്യൻ്റെ കൽബിൽ എന്താണ്? ജനങ്ങളെന്തോ പറഞ്ഞോട്ടെ, അയാൾ ജീവിച്ചത് എന്തിനാണ്? അള്ളാഹുവിൻ്റെ അടുത്തേക്ക് എത്താനാണോ? അതല്ല ഇവിടെ എന്തെങ്കിലും പേര് കിട്ടാനാണോ? അവിടെയാണ് വിഷയം ബാധിക്കുന്നത്. ജീവിത ലക്ഷ്യം അള്ളാഹുവായിട്ട് മാറുക. ഫുദൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു എവിടെ നിന്നാണ് മിമ്മ തഅല്ലംത അസ്സബ്ർ, എവിടെ നിന്നാണ് നിങ്ങൾക്ക് ക്ഷമ കിട്ടിയത് എന്ന് ചോദിച്ചപ്പോൾ ഒരു കഥ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒരു കുട്ടീൻ്റെ ഉമ്മ വാതിലിന് പുറത്താക്കിയത്, അടുക്കള വാതിലിന് പുറത്താക്കിയത് അല്ലേ? ആ കുട്ടി അവിടെ തന്നെ ഇരുന്ന് കരഞ്ഞു. ഫുദൈൽ ഇബ്നു ഇയാദ് തങ്ങൾ അങ്ങ് റോഡിലൂടെ പോവാണ്. നമ്മൾ പറഞ്ഞിട്ടില്ലേ? പറഞ്ഞിരിക്കണമല്ലോ. ഈ പറഞ്ഞത് തന്നെ പിന്നെ പറയാൻ എനിക്കിഷ്ടമല്ല. പറഞ്ഞിട്ടുണ്ടല്ലേ? എന്നാലൊന്ന് ഓർമ്മിപ്പിക്കുകയാണെങ്കിൽ, ഈ പറഞ്ഞ തന്നെ പറയുന്ന അതിലേറെ ബോറുള്ള സംഭവം വേറെയില്ല അല്ലേ? അപ്പോൾ ഒരു കുട്ടീൻ്റെ ഉമ്മ വാതിൽ നിന്ന് പുറത്താക്കിയത്, വീട്ടിൽ നിന്ന് പുറത്താക്കിയതാണ്, അടുക്കള വാതിൽ നിന്ന്. അപ്പോൾ കുട്ടി എന്ത് ചെയ്തു? അവിടെ തന്നെ ഇരുന്ന് കരഞ്ഞു. ഫുദൈൽ വഴിയാതെന്നവർ കുറേ നേരം ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ കുട്ടീനോട് പൊയ്ക്കോ, നീ എൻ്റെ വീട്ടിൽ നീ കയറണ്ടെന്ന് പറഞ്ഞ് ഉമ്മ ഇറക്കി വിടുകയാണ്. കുട്ടി പോണില്ല, കുട്ടി അവിടെ തന്നെ ഇരുന്നു. കുറേ നേരം വാതിലിക്കരുന്ന് കരഞ്ഞൊരു വഴിക്കെത്തിയപ്പോൾ ഉമ്മ വാതിൽ തുറന്നു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുട്ടിനെ കെട്ടിപ്പിടിച്ചിട്ട് കരഞ്ഞിട്ട് പറയണം, മോനെ, ഞാൻ പറഞ്ഞത് കേൾക്കാത്തതുകൊണ്ടല്ലേ ഞാൻ നിന്നെ ഇറക്കി വിട്ടത്, നീ എൻ്റെ മോനാണ്, എൻ്റെ മോൻ എവിടെയും പോവണ്ട, എൻ്റെ കൂടെ തന്നെ നിൽക്കണം എന്ന് പറഞ്ഞ് ഉമ്മ കുട്ടിനെ തിരിച്ചു വിളിക്കുകയാണ്. എന്നിട്ട് മഹാൻ പറഞ്ഞു, വല്ലാഹി ലൗ സബറന്നാസു അലാ ബാബില്ലാഹ് ലഫതഹഹാ ലഹും. അള്ളാഹുവിനെ തന്നെയാണ് സത്യം. അള്ളാഹിൻ്റെ വാതിലിക്കൽ ജനങ്ങളെങ്ങാനും ഇങ്ങനെ ക്ഷമിച്ചുകൂടാൻ തയ്യാറാണെങ്കിൽ ആ വാതിൽ അള്ളാഹ് അവർക്ക് തുറന്നു കൊടുത്തേനെയാണ്. പക്ഷെ നമുക്കതിന് സമയം കിട്ടില്ല. നമസ്കാരം കഴിഞ്ഞാൽ എണീറ്റ് ഓടണം, നമുക്ക് വേറെ പല പരിപാടികളുണ്ട്. അതിലും വലുത് അതാണ്. നമുക്ക് തോന്നുകയാണ് ആരാധനയേക്കാളും വലുത് എന്താ ലോകത്തുള്ളത്? അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന എന്നുവെച്ചാൽ മുഴുവൻ സമയം പള്ളിയിരിക്കണം എന്നല്ല പറഞ്ഞത്. നമ്മുടെ ആരാധനയ്ക്ക് ആസ്വാദനത്തിൻ്റെ ഒരു അവസരം കൊടുക്കണം. എന്ത് ചെയ്യരുത്? നമ്മളിപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ പെട്ടെന്ന് മലയാളികൾ പ്രത്യേകിച്ചില്ലേ, നമ്മൾ 2-3 മണിക്കൂറൊക്കെ ഇട്ടിട്ടാണ് ഭക്ഷണം ഉണ്ടാക്കുക. 5 മിനിറ്റ് കൊണ്ട് തീർക്കും അത് തിന്നിട്ട് അല്ലേ? നേരെ മറിച്ച് ആ ഒരു ഭക്ഷണം ആസ്വദിച്ച് മെല്ലെ അതിൻ്റെ രുചിയും അതിൻ്റെ ആ ഒരു സ്മെല്ലും അതിൻ്റെ സ്പൈസൊക്കെ ആസ്വദിച്ച് മെല്ലെ കഴിക്കുന്നത് വേറൊരു എക്സ്പീരിയൻസാണ്. എന്ന് വെച്ച് ഭക്ഷണം കഴിക്കാൻ 4 മണിക്കൂർ ഇരിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. ഏതൊരു കാര്യത്തിനും ഒരു ആസ്വാദനമുണ്ട് അല്ലേ? നമ്മൾ വയറ് നിറക്കുക എന്നുള്ളത് നമ്മളെ ചിന്ത വരില്ല. വയറ് നിറഞ്ഞോ ഇല്ലേ, ഇനി എടുക്കട്ടെ എന്നല്ല. ഈ കഴിക്കുന്നതിന് ടേസ്റ്റ് ഉണ്ടോ, ഇതിൻ്റെ രുചി എന്താണെന്ന് നമ്മൾ വല്ലാണ്ട് നോക്കും. എന്നാലും വല്ലാണ്ട് ആസ്വദിക്കൊന്നുമില്ല. അതങ്ങനെ പെട്ടെന്ന് വിഴുങ്ങിയിട്ട് വെള്ളം കുടിക്കുന്നു. ചിലർ ചവക്കന്നല്ല. സുബ്ഹാനല്ലാഹ്. ഭക്ഷണമൊക്കെ അരിഭക്ഷണമൊക്കെ പ്രത്യേകിച്ച് ചവച്ച് പേസ്റ്റാക്കിയിട്ട് ഇറക്കി വിടാവൂന്നാ പറയാ. ഇതിപ്പോൾ ഇറച്ചി കഷ്ണം അടക്കാൻ പോണത് ഉള്ളിലേക്ക്. പിന്നെ വയറെങ്ങനെ ഇത് ദഹിപ്പിക്കുക?
വയറ് നിറക്കണമല്ലോ എന്നുള്ള ചിന്തയിലാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. ശരിക്കും അത് ആസ്വദിച്ച് അല്പാൽപമായി കഴിക്കുമ്പോൾ തന്നെ ഭയങ്കരമായ മനസ്സിന് സന്തോഷം വരും. ഇബാദത്തിനും അങ്ങനെ ഒരു രുചിയുണ്ട്. അത് സമയമെടുത്തിട്ട് ചെയ്യണം. ധൃതി പിടിച്ച് കുത്തി പറഞ്ഞാലൊന്നും കിട്ടൂല അത്. വല്ലാഹി ലൗ സബറ അന്നാസു അലാ ബാബില്ല, അള്ളാഹുവിൻ്റെ വാതിൽക്കൽ, ഈ കുട്ടി ഉമ്മാൻ്റെ വാതിൽക്കൽ കടന്ന പോലെ ജനങ്ങൾ അള്ളാഹിൻ്റെ വാതിൽക്കൽ കിടക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അള്ളാഹു വിൽ ഓപ്പൺ ഹിസ് ഡോർ ഫോർ ദം. അള്ളാഹു തുറന്നിട്ടുണ്ടാവും വാതിൽ. പക്ഷെ നമ്മൾ അത്ര ഇരിക്കണില്ല. പിന്നെ നമ്മൾ ഇറങ്ങിപ്പോരാണ്, തുറക്കൂലേ, എന്നാ പോവാ. അങ്ങനെയല്ല, നിങ്ങൾ അവിടെ ഇരിക്കണം, കുത്തിയിരിക്കണം. ഞാൻ അവിടെ നിന്നാണ് ക്ഷമ പഠിച്ചത് എന്ന് ഫുളൈൽ ഇബ്നു ഇയാദ് റഹ്മത്തുള്ളാഹി തആല അലൈഹി, തസൗഫിൻ്റെ ലോകത്തറിയപ്പെട്ട മഹാനാണ് ഫുളൈൽ ഇബ്നു ഇയാദ്. ഫുളൈൽ ഇബ്നു ഇയാദ് നമ്മൾ പറയുന്നത് ശരിയല്ല, മഹാൻ അവർ ഒരു കാലം കൊള്ളക്കാരനായി ജീവിച്ച ആളാണ്. കൊള്ളക്കാരനായിരുന്നു, കൊള്ളയായിരുന്നു പണി. ജനങ്ങളെ യാത്രാ സംഘത്തെ കൊള്ളയടിക്കുന്ന ആളായിരുന്നു. യാ അല്ലാഹ്, അതിൽ നിന്നാണ് വലിയ ആരിഫായിട്ട് മാറിയത്. അള്ളാഹുവിനത് വലിയ പ്രയാസമുള്ള കാര്യമൊന്നുമല്ല. അപ്പം ഇങ്ങനെ ഒരിക്കലിങ്ങനെ ഒരു യാത്രാ സംഘത്തിൻ്റെ മുതലും തോളിട്ടിട്ട് ഇങ്ങനെ പോകുമ്പോൾ, ഒരു വീടിൻ്റെ മതിലിൻ്റെ അടുത്ത് കൂടെ ഇങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ ഒരു ഉമ്മ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുകയാണ്, അലം യഅനി ലില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹി വമാ നസല മിനൽ ഹഖ്. അമ്പർക്ക് അറബി അറിയാം, അതിലങ്ങ് പേടിച്ചു പോയതാ. അവിടെ നിന്നാണ് നന്നായത്. അലം യഅനി ലില്ലദീന ആമനു, അള്ളാഹുവിനെ വിശ്വസിച്ച മുസ്ലിമീങ്ങൾക്ക് നേരമായിട്ടില്ലയോ, അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്, അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് പടച്ചോനെ പേടിക്കാൻ നേരമായിട്ടില്ലയോ, വമാ നസല മിനൽ ഹഖ്, അള്ളാഹു ഇറക്കി തന്ന ഹക്കായ ഖുർആൻ ഇത് പേടിച്ച് ജീവിക്കാൻ സമയമായിട്ടില്ലേ? മൂപ്പരറിയാതെ പറഞ്ഞു പോയി, ബലാ ഖദ് ആന യാ റബ്ബ്, അതേ പടച്ചോനെ നേരായല്ലോ, നേരായിട്ടുണ്ട് എന്ന് മൂപ്പരോട് പറയണ പോലും ഇവർക്ക് തോന്നിന. ആ മുതല് മുഴുവൻ തിരിച്ചു കൊണ്ടുപോയി കൊടുത്തു. അങ്ങനെ നന്നായി വന്ന ആളാണ്. പിന്നീട് അർബാബുൽ ഉലമ, പണ്ഡിതന്മാരുടെ ലോകത്ത് വലിയ മഹാനായിട്ട് മാറിയ ഫുളൈൽ ഇബ്നു ഇയാദ് മഹാൻ പറഞ്ഞ വാക്കാണിത്. ഞാൻ ക്ഷമ പഠിച്ചത് ഈ കുട്ടിൻ്റെ അനുഭവം കണ്ടതിന് ശേഷമാണ്. അവിടെ തന്നെ ഇരിക്കണം, എണീറ്റ് പോരുത്, അള്ളാഹുവിൻ്റെ വാതിൽക്കൽ മുട്ടണം. വല്ലാഹി ലൗ സബറ അന്നാസു അലാ ബാബില്ലാഹ് ലഫതഹ ലഹും ബാബ, അള്ളാഹുവിൻ്റെ വാതിൽ അള്ളാഹു തുറന്നു കൊടുത്തേനെ. അള്ളാഹിൻ്റെ വാതിൽക്കൽ ജനങ്ങൾക്ക് ഇരിക്കാൻ ക്ഷമ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ച് ക്ഷമിച്ചിരിക്കുക. أخلق بذي الصبر أن يحظى بحاجته ومدمن القرع للأبواب أن يلجا. أخلق بذي الصبر أن يحظى بحاجته. ക്ഷമിച്ച് നടക്കുന്ന ആളുകൾക്ക് അവരുടെ കാര്യം സാധിച്ചു കിട്ടും. ക്ഷമ ഉണ്ടെങ്കിൽ കാര്യം സാധിക്കും. ഇത് ഇന്നിപ്പോൾ നാളെ കിട്ടണം മറ്റന്നാ അങ്ങനെ പറയരുത്. ക്ഷമയോടുകൂടി അവധാനതയോടുകൂടി ഒരു കാര്യത്തെ സമീപിച്ചാൽ ആ കാര്യം സാധിക്കുമെന്ന് ഉറപ്പാണ്. അതാണ് അഖ്ലിഖ് ബിദി സ്വബിരി അൻ യുഹ്ലാ ബിഹാജതിഹി വമുദ്മിനുൽ ഖർഇ ലിൽ അബ്വാബി അൻ യലിജ. വാതിൽക്കൽ ഇങ്ങനെ മുട്ടി കൊണ്ടിരുന്നാൽ അതിനുള്ളിലേക്ക് കടക്കാനുള്ള വഴിയുണ്ടാകും. അത് അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് കടക്കാനുള്ള വഴിയാണ്. അതുകൊണ്ട് അവമൻ കാന മൈതൻ ഫഅഹ്യൈനാ, അള്ളാഹു ജീവൻ കൊടുക്കുന്നവനും ജീവൻ കൊടുത്തവരും അള്ളാഹു ജീവൻ കൊടുക്കാത്തവരും ഒരുപോലെയാണോ? ഈമാനിൻ്റെ ജീവൻ ഹൃദയത്തിന് കിട്ടുന്ന ജീവനാണ്. വമാ യസ്തവിൽ അഹ്യാഉ വലൽ അംവാത്, ജീവിച്ചിരിക്കുന്നവരും മരിച്ചിരിക്കുന്നവരും ഒരുപോലെയല്ല. ഇന്നല്ലാഹ യുസ്മിഉ മൻ യശാ, അവൻ ഉദ്ദേശിക്കുന്നവരെ കേൾപ്പിക്കാൻ അള്ളാഹുവിന് കഴിയും. വമാ അൻത ബിമുസ്മിഇൻ മൻ ഫിൽ ഖുബൂർ, നബിയേ അങ്ങയുടെ സന്ദേശം കേൾക്കാതെ മരിച്ചുപോയ ആളുകൾക്ക് പിന്നീടത് കേൾപ്പിച്ചു കൊടുക്കാൻ അങ്ങയെക്കൊണ്ട് അവർക്കതിന് ഫലം കിട്ടൂലല്ലോ. വമാ അൻത ബിമുസ്മിഇൻ മൻ ഫിൽ ഖുബൂർ. ഇവിടെ ഖുബൂർ എന്ന് പറഞ്ഞാൽ പോലും ഹൃദയത്തിൻ്റെ ഖബറിൽ അടക്കം ചെയ്യപ്പെട്ടവർ എന്നാണ് അവിടെ അർത്ഥം. കാരണം മരിച്ചവരെ കുറിച്ചല്ലേ ഈ പറയണത്, ജീവിച്ചിരിക്കുന്നവരെ സംബന്ധിച്ച് പറഞ്ഞ വാക്കായത്. വമാ യസ്തവിൽ അഹ്യാഉ വലൽ അംവാത്, ഹൃദയത്തിന് ജീവനുള്ളവരും ഹൃദയം മരിച്ചവരും ഒരുപോലെയല്ല. അംവാദന മരിച്ചു പോയിരുന്നതാണ്. പക്ഷേ ഈ ആയത്തിൻ്റെ സൂറത്ത് ഫാത്തിറാണ്. ഈ ആയത്തിൻ്റെ പരിസരം പരിശോധിച്ചാൽ അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ ദഅവത്തിനെ കുറിച്ചാണ് പറയണത്. പറഞ്ഞെടുത്താൽ തിരിയുന്നവരും തിരിയാത്തവരുണ്ടല്ലോ. ഈ തിരിയാത്തവരെ കുറിച്ചാണ് അംവാദ്, അവർ മരിച്ചതുപോലെയാണ്, അവരൊരുപോലെയല്ലല്ലോ. അവർക്ക് എവിടുന്ന് കാര്യം മനസ്സിലാവാനാണ്. فلا نقيم لهم يوم القيامة وزنا. യാ അല്ലാഹ്, അള്ളാഹുവിനെ വേണ്ട എന്ന് വിചാരിച്ച് നടക്കുന്ന ആളുകൾക്ക് അന്ത്യനാളിൽ അള്ളാഹു ലവലേശം അള്ളാഹു തൂക്കം കൊടുക്കൂല. നബി തങ്ങൾ പറഞ്ഞു, എത്രയോ തടിയന്മാരായ ആളുകൾ,
എത്രയോ കായബലമുള്ള വലുപ്പമുള്ള വലിയ വലിയ ആളുകൾ ഖിയാമത്ത് നാളിലേക്ക് വരും. മിഥല ദർറ, ആൾക്കാർ കാലുകൊണ്ട് ഇങ്ങനെ തട്ടുന്നതാണ്, ചെറിയ കല്ല് തട്ടണ പോലെ അത്രയേ ഉണ്ടാവുള്ളൂ. ദുനിയാവിൽ ജീവിച്ചപ്പോൾ ഭയങ്കര മനുഷ്യന്മാരായിരുന്നു. പക്ഷേ അവർ ജീവിച്ചത് ഒരു മസിലുണ്ടാക്കാൻ വേണ്ടി ജീവിച്ചതാണ്. ആരോഗ്യം മസിൽ വേണം. തലക്ക് അള്ളാഹു വെളി നൽകിയിട്ടുണ്ട്, വെളിച്ചം ഉണ്ടായിരുന്നു, ബുദ്ധി നൽകിയിട്ടുണ്ട്. പക്ഷെ ചിന്തിച്ചിട്ടില്ല, അള്ളാഹുവിനെ മനസ്സിലാക്കിയിട്ടില്ല. നമ്മുടെ സ്വന്തം മാതാപിതാക്കൾ ആരാണ് എന്ന് തിരിച്ചറിയുന്നതിനേക്കാളും വലുതാണ് നമ്മുടെ പടച്ചവൻ ആരാണ് എന്ന് മനസ്സിലാക്കുന്നത്. സ്വന്തം ഉമ്മാനും വാപ്പനും നമുക്കറിയില്ലേ? അറിയണം. അതിലേറെ പ്രാധാന്യമാണ് നമ്മളുണ്ടാക്കിയ പടച്ചവൻ ആരാണ്. അത് മനുഷ്യൻ്റെ ഐഡൻറ്റിഫിക്കേഷനാണ്. എപ്പോഴും ചോദിക്കൂലേ പാസ്പോർട്ട് എവിടെ, ID കാർഡ് എവിടെയും ചോദിക്കൂലേ? എവിടെ നടന്നാലും ചോദിക്കും. എന്തായാലും ഉണ്ടാവുക, എൻ്റെ ഉമ്മയും വാപ്പയും ആരാണ്, എവിടുന്നാണ് വന്നത്, എവിടെ ജനിച്ചത്, ഏത് നാട്ടിലാണ്. ഇത് നിങ്ങളുടെ ഐഡൻറ്റിറ്റിയാണ്. ഇതിലേറെ വലിയൊരു ഐഡൻറ്റിറ്റിയാണ് നിന്നെ ഉണ്ടാക്കിയത് ആരാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നത്. സുബ്ഹാനല്ലാഹ്. فَقُلْنَا اضْرِبُوهُ بِبَعْضِهَا كَذَلِكَ يُحْيِي اللَّهُ الْمَوْتَى وَيُرِيكُمْ آيَاتِهِ لَعَلَّكُمْ تَعْقِلُونَ. ജീവൻ ഭയങ്കര അത്ഭുതമാണ്. മത്സ്യങ്ങളിൽ ഈ മണ്ണിൽ ജീവിക്കുന്ന മത്സ്യങ്ങളുണ്ട്. ചില ആഫ്രിക്കയിലെ കണ്ടിട്ട് വീഡിയോ കണ്ടിട്ടുണ്ടാവും. ഒരു പൊത്തിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ ആയിട്ടുള്ള വരിക, അതിനുള്ളിൽ വെള്ളമൊന്നുമില്ല, ഉണങ്ങിയ സ്ഥലമാണ്. പക്ഷേ അതിനുള്ളിൽ മത്സ്യം. എവിടെ നിന്നാണ് പോയി മത്സ്യം? വെള്ളമില്ലാണ്ട് മത്സ്യം ജീവിക്കില്ലല്ലോ. പക്ഷേ ഇത് എവിടെ നിന്ന് വന്നു? കണ്ടിട്ടില്ലേ? അവർ ട്രിക്ക് ചെയ്തിട്ട് വലയിലൊക്കെ ആക്കി കൊണ്ടിരുന്നത്. ചില ജീവനുകൾ അത്ഭുതമാണ്. ഒമാനിൽ നമ്മൾ നിസുവുണ്ട്. ഒമാനിൽ UAE-ലൊരു നെസുവുണ്ട് കേട്ടോ. ഞാനതിപ്പോൾ അറിഞ്ഞത്. മദാമടുത്തൊരു നെസുവുണ്ട്. ഒമാനിലൊരു നിസുവുണ്ട്. സലാല റൂട്ടിൽ നിസുവയിലൊരു അൽഹൂത്ത കേവ് ഉണ്ട്. ഇപ്പോൾ അവിടെ ട്രെയിനൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിലൊരു പ്രത്യേകതരം 18 കാലൊക്കെ ഉള്ള 8 കാലുണ്ട്. 8 ഒന്നല്ല ഉള്ളത്. പിന്നെ കണ്ണുകളില്ലാത്ത മീനുണ്ട്. ഒരു വലിയ ഒരു ഗുഹയാണ്. നമ്മുടെ ഇസ്ലാം സെൻറ്ററിൻ്റെ ഹാളിൻ്റെ അത്രയൊക്കെ വലുപ്പമുണ്ട്. നല്ലൊരു ഓഡിറ്റോറിയം പോലെയൊക്കെ തോന്നും അതിൻ്റെ ഉള്ളിൽ. എന്നിട്ട് അതിൻ്റെ ബാക്കോട്ട് ചെന്നാൽ അവിടെ ഒരു പുഴയാണ്. ആ പുഴ 5-6 കിലോമീറ്റർ അപ്പുറത്തേക്ക് പോകുന്നുണ്ട്. 1-2 ഇംഗ്ലീഷുകാർ ടോർച്ച് അടിച്ച് അതിനുള്ളിൽ കൂടെ പോയിക്കണം. അപ്പുറം പോയി ചാടിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് വെള്ളം കാണും. അതിൽ കുറച്ച് മത്സ്യങ്ങളൊക്കെ ഉണ്ട് ഇങ്ങനെ അടുത്ത് നിന്ന്. കണ്ണില്ലാത്ത മത്സ്യങ്ങളാണ്. അപ്പോൾ എത്രയോ കാലങ്ങളായി, മില്യൺ കണക്കിന് കൊല്ലങ്ങൾക്ക് മുമ്പ് അവിടെ ജീവനുണ്ട്. അപ്പോൾ ഇരുട്ടായിരുന്നല്ലോ, ആരും പോയിട്ടില്ലല്ലോ, അപ്പോൾ കണ്ണിൻ്റെ ആവശ്യമില്ല, കാണില്ലല്ലോ. അതുകൊണ്ട് പിന്നെ കണ്ണില്ലാതെ പിന്നെ ആ മത്സ്യങ്ങളുണ്ടായത്. നമുക്ക് ചെന്നാൽ കാണാൻ പറ്റും കണ്ണില്ലാത്ത മത്സ്യങ്ങളെ. അവിടെ നിന്ന് ട്രെയിൻ ഉണ്ട്. ഒരു 1-2 കിലോമീറ്റർ ട്രെയിനിൽ പോയാലാണ്. ഇപ്പോൾ എന്തോ മെയിൻ്റനൻസിന് പൂട്ടിയിട്ടിരുന്ന കുറച്ച് കാലം, എന്താണെന്നറിയില്ല. അത്ഭുതമാണ്. എങ്ങനെയാണ് ജീവജാലങ്ങൾ, എങ്ങനെയാണ് ജീവിതം അള്ളാഹു ദുനിയാവിൽ ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ജീവികളെക്കുറിച്ചുള്ള ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുമ്പോഴേ അള്ളാഹുവിൻ്റെ സംവിധാനവും പടച്ചതമ്പുരാൻ്റെ സൃഷ്ടിപ്പിൻ്റെ ഭംഗിയും ഒരു മുഅ്മിനെ ആസ്വദിക്കാൻ പറ്റിയാൽ അതൊരു ഇബാദത്തിന് തുല്യമാണ്. കാരണം നമ്മളത് കണ്ടംപ്ലേറ്റ് ചെയ്യുക, നമ്മൾ ചിന്തിക്കുകയാണത്. ജീവജാലങ്ങളുടെ എന്തൊരു ഭംഗിയാണ്. പിന്നെ കുറേ അനിമേഷൻ ഉണ്ട് കേട്ടോ. ഇപ്പോഴത്തെ കാലത്തെ വലിയ മുസീബത്ത് അതാണ്. അനിമേഷൻ എന്ന് പറഞ്ഞാൽ പിടുത്തം വിട്ട അനിമേഷൻ. ഒരുത്തൻ്റെ ചക്കൻ്റെ ഉള്ളിൽ നിന്നൊക്കെ കോയിൻ എടുത്തിരുന്ന് എന്ത് പൊട്ടിച്ചാൽ അതിൻ്റെ ഉള്ളിൽ പിന്നെ കോയിന് വെറുതെ അനിമേഷൻ കാട്ടിയതാണ്. ഇപ്പം അമ്മമാരൊക്കെ പഠിച്ചോനെ പൊന്നാര മക്കളെ, പൈസയാണല്ലോ അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടുന്നത്. മാങ്ങൻ്റെ ഉള്ളിൽ നിന്ന് പൈസ, പപ്പായൻ്റെ ഉള്ളിൽ നിന്ന് പൈസ. ഇത് അനിമേഷൻ ചെയ്തുണ്ടാക്കുന്ന വീഡിയോ. കുട്ടികളുടെ ഗെയിമിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ ഉണ്ടാവും. ഇങ്ങനെ ബസ് ഇതാ പോകുന്നു എന്ന് പറഞ്ഞാണ്ട് റോട്ടിൽ കൂടെ അതാ പോകണ, അപ്പുറത്തും പുഴ ഇപ്പുറത്തും കടൽ, അവിടെയും കടൽ, ഇടയിൽ കൂടെ ഫുള്ള് ഗെയിമാണ്. അപ്പോൾ ഈ കാണാത്തൊരു വിചാരിക്കും, അറിയാത്തൊരു വിചാരിക്കും ഇതൊക്കെ പറിച്ച റബ്ബേ എങ്ങനെയാണ് അവരൊക്കെ പോണതിൻ്റെ ഉള്ളിൽ കൂടെ. എന്നിട്ട് അടിയിൽ ദ മോസ്റ്റ് ഡേഞ്ചറസ് റോഡ്സ് ഇൻ ദ വേൾഡ് അഡിങ്ങും ഗെയിമേ. അങ്ങനെയുണ്ട്. ചിലതൊക്കെ ഫേക്കായിരിക്കും, അത് മനസ്സിലാക്കാൻ പറ്റണം. എന്നാൽ നല്ലത് ഒറിജിനൽ വരും. സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പ് വലിയ അത്ഭുതമാണ്. വമിൻ ആയാതിഹി, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് അന്നക തറൽ അർള ഖാശിഅഹ ഫഇദാ അൻസൽനാ അലൈഹൽ മാഅ ഇഹ്തസ്സത് വറബത് ഇന്നല്ലദീ അഹ്യാഹാ ലമുഹ്യിൽ മൗതാ ഇന്നഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. വമിൻ ആയാതിഹി, അള്ളാഹു ജീവനും മരണവും കൺട്രോൾ ചെയ്യുന്നവനാണ് എന്ന് മനസ്സിലാക്കാനുള്ള അള്ളാഹുവിൻ്റെ തെളിവുകളിൽപ്പെട്ടതാണ് എന്ത്? അന്നക തറൽ അർള ഖാശിഅ, ഭൂമിയെ കാണുന്നു നിങ്ങൾ, ഖാശിഅതൻ,
ഉണങ്ങിയതായിട്ട് ദ്രവിച്ചതായിട്ടുള്ള. فإذا أنزلنا عليها الماء اهتزت, ആ ഭൂമിയിലേക്ക് വെള്ളമിറങ്ങിയാൽ, മഴ പെയ്തു കഴിഞ്ഞാൽ, ഇഹ്തസ്സത്ത്, ജീവത്തുടിപ്പുകളോടുകൂടെ ഭൂമി കോരിത്തരിക്കും. ഭൂമി കോരിത്തരിക്കുന്നതാണ് ഇഹ്തസ്. ഒരു തരം വൈബ്രേഷൻ ഉണ്ടാവുന്നുണ്ടെന്നാണ് ചെടികൾ മുളക്കുന്ന സ്പ്രൗട്ട് വരുമ്പോൾ. വറബത്ത്, ഇന്നല്ലദീ അഹ്യാഹാ, ഈ ഭൂമിയെ ജീവിപ്പിച്ചവനായ അല്ലാഹു തന്നെയാണ്. ലമുഹയിൽ മൗതാ, മരിച്ചവരെ ജീവിപ്പിക്കുന്നവനും. ഇന്നഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അല്ലാഹു എല്ലാത്തരം സൃഷ്ടിപ്പിനും കഴിയുന്നവനാണ്. അല്ലാഹുക്കത് വിഷയമല്ല, പടച്ചവനത് കഴിയും, അല്ലാഹുവിനത് സാധ്യമാണ്. എല്ലാ തരത്തിലും സൃഷ്ടിപ്പിനും അല്ലാഹു സാധ്യമാണ്. അതുകൊണ്ടാണ് സൂറത്തുൽ ബഖറക്ക് സൂറത്തുൽ ബഖറ എന്ന് പേരിടാൻ തന്നെ കാരണം മരണാനന്തര ജീവിതം പഠിപ്പിക്കുക എന്ന പശുവിൻ്റെ അധ്യായമായിട്ടല്ല. ബഖറ എന്താ ആ ബഖറിൻ്റെ കഥ നമുക്കറിയാലോ. മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലത്ത് ഒരാൾ മരിച്ചപ്പോൾ ആ മരിച്ച ആളുടെ ഘാതകൻ ആരാന്നറിയില്ല. അങ്ങനെ സയ്യിദ് മൂസാ നബിൻ്റെ അടുത്തേക്ക് അവർ വന്നു. മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് ചോദിച്ചു, മൂസാ നബിയെ, ഒരാൾ കൊല്ലപ്പെട്ടു, പക്ഷേ വി ഡോണ്ട് നോ ഹു ഇസ് ദ മർഡർ, ആരാണ് ചെയ്തത് ഞങ്ങൾക്ക് അറിയില്ല. അപ്പോൾ മൂസാ നബി അലൈഹി ഇസ്ലാം, ഇന്നല്ലാഹ യഅ്മുറുക്കും അൻ തദ്ബഹു ബഖറ, അല്ലാഹു നിങ്ങളോടൊരു പശുവിനെ അറക്കാൻ വേണ്ടി പറയുന്നുണ്ട്. ആ പശുവിനെ അറുത്തിട്ട് ആ പശുവിൻ്റെ കാലിൻ്റെ ആ തുടഭാഗം എടുത്തിട്ട് ഈ മയ്യത്തിനെ വല്ലതും തൊട്ട് നോക്കിയാൽ മതി, ആ മയ്യത്ത് എഴുന്നേറ്റ് പറയും. ഇതാണ് പൊരുൾ. പക്ഷെ അപ്പോഴേക്കും ഒരു ചോദിച്ചു, മൂസാ നബി എങ്ങനത്തെ പശു, എന്ത് നിറം, എത്ര വയസ്സ്, എന്താ അതിൻ്റെ കോലം, എന്താ ഹൈറ്റ്? പിന്നെ അത് കിട്ടാൻ വലിയ പണിയായിപ്പോയി. പിന്നെ അവർ പറഞ്ഞു, ഇൻഷാ അല്ലാഹ് ഞങ്ങൾ നോക്കട്ടെ എന്ന് പറഞ്ഞു. അല്ലാഹു തആല പറയാ, ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ അവർക്കത് കിട്ടുമായിരുന്നില്ല. അങ്ങനെ യതീമിൻ്റെ അടുത്ത് ചെന്ന് നോക്കുമ്പോൾ ഈ ഒത്ത പശുവുണ്ട്, ഫാഖിഉൻ ലൗനുഹാ തസുറുൻ നാദിരീൻ, നല്ല കാണാൻ ഭംഗിയുള്ള മഞ്ഞ നിറം. മഞ്ഞ നിറത്തിൽ അങ്ങനെ കണ്ണിന് ഏറ്റവും കൂടുതൽ ആസ്വാദനം നൽകുന്നൊരു കളറാണ് അത്രയും മഞ്ഞ നിറം. അങ്ങനെ നല്ല അട്രാക്റ്റീവായിട്ടുള്ള മഞ്ഞ നിറമുള്ള പശുവാണ് വേണ്ടത്. അത് കൃഷിക്ക് ഉപയോഗിക്കാൻ പാടില്ല, ചെറിയ കുട്ടിയാവരുത്, പ്രായമുള്ളതും ആവരുത്. ഇതൊക്കെ ഒത്തുകിട്ടിയത് ഒരു യതീംകുട്ടീൻ്റെ അടുത്ത് നിന്നാണ്. അപ്പോൾ ആ കുട്ടിക്ക് ആകെ ഈ പശുവേ ഉള്ളൂ. ഈ പശുവിനെ ഞങ്ങൾക്ക് തരുമോ ബനൂ ഇസ്രായേലുകൾ ചോദിച്ചു. കുട്ടി പറഞ്ഞു തരൂല എന്ന് പറഞ്ഞു. എന്താ വേണ്ടതെന്ന് തരാം, എന്താ വേണ്ടത് മുഴുവൻ തരുന്നു. എന്നാൽ ഈ പശുവിൻ്റെ തോല് നിറയെ എനിക്ക് സ്വർണ്ണ നാണയം തരേണ്ടി വരും, അത് ഞങ്ങൾ തരാം, ഞങ്ങൾക്കിത് കിട്ടിയാൽ മതി, വിഷയം തെളിയണം എന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്. ചിലപ്പോൾ ഇതിൻ്റെ കാര്യത്തിൽ ഒരു വാശി പിടിച്ച അങ്ങനെയായിരിക്കും. അങ്ങനെ അവർ കൊണ്ടുവന്നു. മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞു, ആ മനുഷ്യനെ ഒന്ന് അടിച്ചേക്കുന്നു, ഒന്ന് തട്ടി, മാംസം കൊണ്ടൊന്ന് കൊട്ടി നോക്കിയെന്ന് പറഞ്ഞു. അതാണ് ഖുർആൻ പറയണത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫഖുൽ ദ്രിബൂഹു ബിബഅദിഹാ, ആ പശുവിൻ്റെ മാംസം എടുത്തിട്ട് എന്ത് ചെയ്യുക, ഒന്ന് കൊട്ടി നോക്കുക. അപ്പോൾ ഈ മനുഷ്യൻ എഴുന്നേറ്റുന്നു. എന്നിട്ട് പറഞ്ഞു, എന്നെ കൊന്നത് എൻ്റെ ജ്യേഷ്ഠനാന്ന് പറഞ്ഞു. അവിടെ തന്നെ കടന്ന് മരിക്കുകയും ചെയ്തു. ഈ ചരിത്രം പറഞ്ഞതിനെയാണ് 286 ആയത്തുകളുള്ള വലിയ സൂറയെ അല്ലാഹു തആല അൽ ബഖറ എന്ന് പേരിട്ട്. അതിൽ ആദം നബിൻ്റെ സൃഷ്ടിപ്പുണ്ട്, മലക്കുകളുമായി സംസാരിച്ച വിഷയമുണ്ട്, എത്രയോ വിഷയങ്ങളുണ്ട്. പക്ഷെ അള്ളാഹ് പേരിട്ടത് എന്താണ്? അൽ ബഖറ. ആ ബഖറ പശു എന്ന് കേൾക്കുമ്പോൾ എന്താ ഓർമ്മ വരിക? മരിച്ചു കിടന്ന ഒരു മനുഷ്യൻ എഴുന്നേറ്റ് നിന്ന് കഥ പറഞ്ഞു മരിച്ചുപോയ ചരിത്രമാണിത്. സൂറത്തുൽ കഹ്ഫ് അതാണ്. സൂറത്തുൽ കഹ്ഫിൽ മൂസാ നബിൻ്റെ ഖിദർ നബിൻ്റെ ചരിത്രമുണ്ട്, ദുൽഖർനൈൻ്റെ ചരിത്രമുണ്ട്, അസ്ഹാബുൽ കഹ്ഫിൻ്റെ ചരിത്രമുണ്ട്. പക്ഷെ അല്ലാഹു തആല 7 ഗുഹാവാസിയുടെ ചരിത്രം പറഞ്ഞു. എന്തെന്നറിയോ? അത് മരണാനന്തരം ഒരു ജീവിതമുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുന്ന സംഭവമാണ്. കദാലിക യുഹ്യില്ലാഹുൽ മൗതാ, ഇങ്ങനെയാണ് അല്ലാഹു മരിച്ചവരെ ജീവിപ്പിക്കുന്നത്. വയുരീകും ആയാതി, അല്ലാഹു അവൻ്റെ ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു തരികയാണ്. ലഅല്ലകും തഅഖിലൂൻ, നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണിത്. കാര്യങ്ങൾ മനസ്സിലാക്കണം. അല്ലാഹുവേ, ഞങ്ങളുടെ ഹൃദയങ്ങൾക്ക് ജീവൻ നൽകണേ തമ്പുരാനെ. ലൈസ മൻ മാത ഫസ്തറാഹ ബിമയ്യിതിൻ ഇന്നമൽ മയ്യിതു മയ്യിതുൽ അഹ്യാഇ, മരിച്ചുപോയി ഖബറിൽ കൊണ്ടുപോയി വെച്ച ആളുകളെല്ലാം മയ്യിത്തുകൾ. മരിച്ചുപോയി എന്ന് വിചാരിച്ചാൽ മരിക്കില്ലല്ലോ. എത്രയോ പണ്ഡിതന്മാർ അവർ ജീവിച്ചിരിക്കുകയാണ്. നമ്മൾ അവരെ പറ്റി ഇങ്ങനെ പറയല്ലേ. ഒരു മനുഷ്യൻ്റെ മരണശേഷം അവരെപ്പറ്റി പറയുന്നത് അവർക്ക് കിട്ടുന്ന രണ്ടാമത്തൊരു ജീവനാണെന്നാണ് പറയാം.
രണ്ടാമത്തൊരു ജീവനാണ്. മരിച്ച് ഖബറിലാണ് ആളുള്ളത്. പക്ഷെ നമ്മളിപ്പോഴും ഇങ്ങനെ അവരുടെ മഹത്വങ്ങൾ പറയാം. എത്രയോ ആലിമീങ്ങൾ, എത്രയോ സമൂഹത്തിന് ഖിദ്മത്ത് ചെയ്തു പോയ ആളുകൾ, എത്രയോ വലിയ വലിയ മഹത്തുക്കൾ, നമ്മൾ അവരെങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. അവർ ഖബറിലാണ്, പക്ഷെ നമ്മളുടെ മുമ്പിൽ അവർ ജീവിച്ചിരിക്കുന്ന പോലെയാണ്. അവർ മരിച്ചതായിട്ട് നമുക്ക് തോന്നുന്നില്ല. ഇതാണ് ശരിക്കും ജീവിതം. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ലോകത്തിന് ഒരു ഉപകാരം മനുഷ്യനെ കൊണ്ട് കിട്ടിയിട്ടില്ല. മുപ്പരങ്ങനെ ഒറ്റയ്ക്ക് ചോറൊക്കെ വെച്ച് സാൻഡ്വിച്ചൊക്കെ തന്ന് ജീവിച്ചു എന്നല്ലാണ്ട് ഉമ്മത്തിനോ സമൂഹത്തിനോ ഒരു നയാ പൈസൻ്റെ ഉപകാരം ഇവരെ കൊണ്ട് ഉണ്ടായിട്ടില്ല. ആ മനുഷ്യൻ ജീവിച്ചു മരിച്ചു, ആരെന്തറിഞ്ഞു? ജീവിതം പോലും മരണമല്ലേ എന്നാണ് കവി പറയണത്. അത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരിച്ചതിന് തുല്യമാണ്. നേരെ മറിച്ച് എന്തെങ്കിലും ഉമ്മത്തിന് വേണ്ടി ചെയ്ത ആളാണ്, സമൂഹത്തിന് എന്തെങ്കിലും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, അവർ മരിച്ചു കഴിഞ്ഞാലും ജീവിക്കുകയാണ്. അതാണ് ശരിക്കും ജീവിതം. ഒരു മനുഷ്യൻ്റെ മരണശേഷമായിരിക്കും വലിയ ജീവിതം കിട്ടുക. സുബ്ഹാനല്ലാഹ്. ഇമാം നബവി തങ്ങളും ഇമാം ഷാഫി തങ്ങൾ ഓർക്കുക, മദ്ഹബിൻ്റെ ഇമാമിയങ്ങളെ, സ്വഹാബികൾ, അമ്പിയാക്കന്മാരെ, സാമൂഹിക പരിഷ്കർത്താക്കളെ നമ്മൾ ഓർക്കുകയാണ്. മരണശേഷം അവർക്ക് കിട്ടുന്ന ഒരു ജീവിതമാണത്. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ കിട്ടുന്നൊരു ജീവിതമാണ്. അതുകൊണ്ട് അള്ളാഹു ഹയ്യാണ്, അള്ളാഹു ഖയ്യൂമാണ്. റബ്ബിൻ്റെ ഈ ഇസ്മുമായി ബന്ധപ്പെട്ട് ജീവിക്കുമ്പോൾ അസ്തഗ്ഫിറുല്ലാഹൽ അദീമല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി. ആ ദിക്ർ നമ്മൾ എപ്പോഴും ചൊല്ലണം. നിസ്കാരം കഴിഞ്ഞാൽ ചൊല്ലേണ്ട ദിക്റാണ്. അസ്തഗ്ഫിറുല്ലാഹൽ അദീമല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി. അസ്തഗ്ഫിറുല്ലാഹല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. ഹയ്യും ഖയ്യൂമുമായ അല്ലാഹുവേ, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനായ റബ്ബേ. അൽ ഖയ്യൂം, എല്ലാറ്റിനെയും ജീവനോടെ നിലനിർത്തുന്നവനായ റബ്ബേ. ജീവൻ്റെ നിലനിൽപ്പിന് ആവശ്യമായത് മുഴുവൻ തന്ന റബ്ബേ, എന്നോട് ഞാൻ പൊറുക്കലിനെ ചോദിക്കേണ്ട പഠിച്ചോനെ. ഞാൻ മരിച്ചാലും നീ ഇവിടെ ഉണ്ട്. ഇപ്പം നമ്മളിതാ ഒരു 100 കൊല്ലം മുമ്പ് നമ്മൾ ആരും ഈ സദസ്സിലുള്ള ഒരാളും ഇവിടെ ഇല്ല. 100 കൊല്ലം മുമ്പ് ഉണ്ടാ? 100 സെഞ്ചുറി അടിച്ചോളൊന്നും ഇവിടെ ഇരിക്കുന്നില്ലല്ലോ, ഇല്ല. ഇനിയൊരു 100 കൊല്ലം കഴിഞ്ഞാൽ നമ്മളാരും ഇവിടെ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ പോയിട്ടുണ്ടാവും ഭൂമിൻ്റെ ഉള്ളിലേക്ക്, വേറെ കുറേ ആൾക്കാർ ഇവിടെ ഉണ്ടാവും. ദുനിയാവ് അങ്ങനെയാണ്. അത്രേനെ കണ്ടാൽ മതി. ഇങ്ങനെ കാണലാണ് ഇതിൻ്റെ പരിഹാരം. അന്നേരം മരിക്കുമല്ലോ എന്ന് വിചാരിച്ച് പേടിച്ചിട്ട് കാര്യമൊന്നുമില്ല. അത് മരിക്കും, ഉറപ്പാണ്. പരീക്ഷ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് ഉറങ്ങാൻ എന്താ കാര്യം? പരീക്ഷയ്ക്ക് പോയിട്ട് എന്തെങ്കിലും കിട്ടണ എഴുതി പോതല്ലേ നല്ലത്. എനിക്ക് പരീക്ഷ പറ്റൂലല്ലോ, എനിക്ക് പേടിയാണല്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞിട്ടുള്ള കാര്യമുണ്ടോ? അതിന് ഒരുങ്ങണം, പഠിക്കണം, ഫേസ് ചെയ്യണം. അതൊരു റിയാലിറ്റിയാണ്. എന്നാലേ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. എന്ന പോലെ മരണം ഉണ്ടല്ലോ എന്ന് പേടിച്ചിട്ട് എന്താ കാര്യം? മരിക്കും, ശരിയാണ്. പക്ഷെ അതിന് വേണ്ടി നമ്മൾ ഒരുങ്ങി പ്രിപ്പയർ ചെയ്യാം. അസ്തഗ്ഫിറുല്ലാഹല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി. ഇത്രേ ഉള്ളൂ. 100 കൊല്ലം കഴിഞ്ഞ് നമ്മളാരും ഉണ്ടാലോ, ക്ലീൻ ഒക്കെ പോയിട്ടുണ്ടാവും. ഭൂമിൻ്റെ ഉള്ളിലായിരിക്കും, തഹ്ത ഥറ. അള്ളാഹുവിൻ്റെ റഹ്മത്തിലായി അള്ളാഹു നമ്മളെ ഏറ്റെടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതിന് പേടിക്കൊന്നും വേണ്ട, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അള്ളാഹു ഹയ്യും ഖയ്യൂമുമാണ്. അള്ളാഹു എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്. ലാ തഅഖുദുഹു സിനത്തും വലാ നൗം. ഉറക്ക് മരണത്തിൻ്റെ ഒരു സഹോദരനാണ്. അള്ളാഹുവിന് ഉറക്ക് പോയിട്ട് തൂങ്ങി ഉറക്കം പോലും അള്ളാഹുവിനെ ബാധിക്കുന്നില്ല. ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗം ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്. ഈ പ്രപഞ്ചത്തിലുള്ള മുഴുവനും അള്ളാഹിൻ്റെ സാധനങ്ങളാണ്. ഇത് റബ്ബിൻ്റേതാണ്. ലഹു മാ ഫിസ് സമാ. ഇത് മുഅ്മിനായ മനുഷ്യൻ മനസ്സിലാക്കണം. നമ്മളുടേതാണെന്ന് പറഞ്ഞ് നമ്മൾ മുദ്രപേപ്പറും ആധാരം വാങ്ങി കീശയിൽ വെച്ചാലും ഇത് കുറച്ച് നേരത്തേക്ക് കയ്യിൽ വെക്കാൻ എന്നെ കൊണ്ട് പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ വേറെ ആരെയും എടുത്തുകൊണ്ട് ഉറപ്പാണ്. ആരെയും കബർക്ക് പോകുമ്പോൾ ആധാരമായിട്ട് പോകണ്ട, ആരെയും വിടുമോ? വാപ്പാൻ്റെ വായിലെങ്ങാനും ഒരു സ്വർണ്ണപ്പല്ലുണ്ടാക്കി ആ പല്ല് വരെ എടുത്തു വെക്കും. എന്തിനായി സ്വർണ്ണം മണ്ണ് കൊണ്ടേ വെക്കണം, അവിടെ കിടന്നോട്ടെ, പൈസ അല്ലേ ഇത് എന്ന് പറയും, ഇല്ലേ? വാപ്പാൻ്റെ കൈമല്ല റോളക്സ് വാച്ച് ഉണ്ടാവും ചിലപ്പോൾ, ആ എടുത്തു വെക്കും. കുട്ടികളാരെയും പറയുമോ കിടക്കട്ടെ വാപ്പാക്കൊരു ഇസ്സത്തല്ലേ കബറിൽ? പറയില്ല. എന്തേ? മരിക്കുന്നവർക്ക് ഇപ്പം എന്തിനാ വാച്ചൊക്കെ? അതൊക്കെ ജീവിച്ചിരിക്കുന്നവർക്കുള്ളതല്ലേ. ഇങ്ങനെ എല്ലാം എടുത്തിട്ട് ബാക്കി ആ പച്ച ബോഡിയും 3 തുണി ഉണ്ടാവുള്ളൂ കയ്യിൽ, വേറെ ഒന്നുമില്ല. ബാക്കിയൊക്കെ ഇവിടെ ഇട്ടിച്ച് പോവാണ്. പക്ഷെ നമുക്ക് തോന്നുകയാണ് നമ്മൾ എന്തൊക്കെയോ ഉണ്ടാക്കിയിട്ടുണ്ട്, ഞാൻ കുറേ സമ്പാദിച്ചിട്ടുണ്ട്. എവിടെ? മരിക്കണവരെ നമുക്ക് ഉപയോഗിക്കാനുള്ളതാണ്. മാ ലബിസ്ത ഫഅബ്ലൈത്, നിൻ്റേതെന്ന് പറഞ്ഞത് മാ അകൽത ഫഅഫനൈത്, നിങ്ങൾ തിന്നു, നിങ്ങളുടെ ശരീരത്തിൻ്റെ ഭാഗമായി അത് നിങ്ങൾക്ക് കിട്ടിയ ശരിയാണ്. നിങ്ങൾ ഉടുത്ത നിങ്ങളുടെ വസ്ത്രം അത് കേടന്നു പോയിട്ടുണ്ട്, അത് നിങ്ങളുടേതാണ്. ബാക്കിയൊക്കെ അനന്തരാവകാശികളുടേതാണ്, അവർ കൊണ്ടുപോകും. അള്ളാഹുവിനോട് നമുക്ക് ഇസ്മുമായി കടപ്പാടുണ്ട്. അള്ളാഹു മരണത്തെ നല്ല നിലക്ക് സ്വീകരിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നൽകട്ടെ. ഇബ്ൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോൾ ഇബ്ൻ അബ്ബാസ് തങ്ങളെ മറവ് ചെയ്ത് ത്വായിഫിലാണ്. ത്വായിഫിൽ പോയിട്ടുണ്ടോ? ഇല്ലല്ലോ.
ബൈ റോഡ് പോവുകയാണെങ്കിൽ വണ്ടി ഡ്രൈവ് ചെയ്ത് പോവുകയാണെങ്കിൽ ത്വായിഫ് വഴിയാണ് മക്കത്തേക്ക് പോവുക. ത്വായിഫിൽ മസ്ജിദ് അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ പേരിലുള്ള വലിയ പള്ളി, ത്വായിഫിലെ ഏറ്റവും വലിയ പള്ളി അതാണ്. ഇബ്നു അബ്ബാസ് തങ്ങളുടെ പേരിലുള്ള പള്ളിയാണ്. മുമ്പ് പറഞ്ഞിട്ടുണ്ട് അല്ലേ, ഹറമിലൊക്കെ മയ്യിത്തിസ്കരിക്കുന്ന പോലെ എല്ലാ വക്തിനും മയ്യിത്തിസ്കാരം ഉണ്ടാവും. കുറേ തൂണുകളുള്ള പള്ളിയാണ്. അതാണ് അബ്ദുല്ലാഹിബിൻ അബ്ബാസ് തങ്ങൾ. അവിടെ ഒരു കെട്ടുണ്ട്, അതിനുള്ളിലാണ് സ്വഹാബികളും ഒക്കെ ഉള്ളത്. ഇബ്നു അബ്ബാസ് തങ്ങൾ അവിടെയാണ് കിടക്കുന്നത്. മഹാൻ വഫാത്തായപ്പോൾ അതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു പക്ഷി, മഹാന്മാരായ ചരിത്ര പണ്ഡിതന്മാർ മുഴുവനും രേഖപ്പെടുത്തി, ഒരു പക്ഷി വന്ന് ആ ഖബറിൻ്റെ ഉള്ളിൽ പോയി. പിന്നെ ആ പക്ഷി പുറത്ത് വന്നിട്ടില്ല. ആ പക്ഷിയെയും വെച്ചിട്ടാണ് ഇങ്ങനെ മറവ് ചെയ്തത് ഇബ്നു അബ്ബാസ് തങ്ങളുടെ ഖബർ. അവരാരും വന്ന് കണ്ടിട്ടില്ലാത്തൊരു പ്രത്യേക ഇനം ഒരു പക്ഷി. അത് കഴിഞ്ഞ് ഖബറൊക്കെ മൂടി വെച്ച് സ്വഹാബികളിങ്ങനെ ഇരിക്കുമ്പോൾ ആരോ ഓതുന്നു, യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ്യ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. തിരിഞ്ഞു നോക്കുമ്പോൾ ആരും കണ്ടിട്ടില്ല എന്ന്. ആരാണത് ഓതിയത് എന്നറിയില്ല. പക്ഷെ അവിടെ കൂടിയ മുഴുവൻ സ്വഹാബികളും താബിഈങ്ങളും അത് കേട്ടു. തങ്ങളാണ് ഇബ്നു അബ്ബാസ് തങ്ങൾ, നബി തങ്ങളുടെ ഇളാപ്പാൻ്റെ മോനാണ്, ഖുർആൻ്റെ മുഫസ്സിറാണ്, വലിയ ആലിമായ സ്വഹാബിയാണ്. യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന, ഓ ശാന്തി സമാധാനം പൂണ്ട ആത്മാവേ, ഇർജിഇ ഇലാ റബ്ബിക്കി, റൂഹേ നിൻ്റെ റബ്ബിലേക്ക് നിങ്ങളിങ്ങോട്ട് പോരിൻ, റാദിയതൻ മർദിയ്യ, നിങ്ങൾക്ക് അള്ളാഹിനെ ഇഷ്ടമാണല്ലോ അല്ലേ, അള്ളാഹുവിന് നിങ്ങളെയും ഇഷ്ടമാണ്. ഫദ്ഖുലി ഫീ ഇബാദി, എൻ്റെ അടിമകളുടെ കൂട്ടത്തിലേക്ക് ഇങ്ങോട്ട് കയറിക്കോളി, വദ്ഖുലി ജന്നതി, എൻ്റെ സ്വർഗത്തിലേക്ക് ഇങ്ങോട്ട് പോരിൻ എന്ന് അള്ളാഹു പറയുന്ന ഭാഗമാണത്. അത് ഒരു മയ്യത്തിനെ മറവ് ചെയ്ത ആ ഒരു സാഹചര്യത്തിലാണ് കേൾക്കുന്നത് അബ്ദുല്ലാഹിബ്നു അബ്ബാസ് തങ്ങളുടെ. ഒരുപാട് സംഭവങ്ങളുണ്ട്. അതൊക്കെ ജീവിതത്തിൻ്റെ വലിയ വലിയ വിജയങ്ങളാണ്. നമുക്ക് അള്ളാഹുവിനോട് ചോദിക്കാൻ, പടച്ചോനെ ഈമാൻ സലാമത്താക്കി മരിപ്പിക്കണേ, അത് അള്ളാഹിനോട് ചോദിച്ച് വാങ്ങണം. എന്തൊക്കെ കുരുത്തക്കേട് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിലും അള്ളാഹു മരിക്കണ നേരത്തെ ഈമാൻ തരണം. അള്ളാഹുവിനോട് ചോദിക്കുക, പടച്ചോ നമുക്ക് പുറത്തു തരട്ടെ. അള്ളാഹു നമുക്ക് ഈമാനും അഫുവും മഗ്ഫിറത്തും അള്ളാഹു നൽകട്ടെ. അങ്ങനെ ജീവൻ തന്ന റബ്ബ് നമുക്ക് തന്നു, ആ ജീവൻ അള്ളാഹുവാണ് എടുക്കുന്നത്. ഖുൽ യതവഫാകും മലക്കുൽ മൗത്തില്ലദി വുക്കില ബിക്കും, അള്ളാഹുവിൻ്റെ മലക്കുൽ മൗത്തുകൾ വന്നിട്ടാണ് നമ്മുടെ റൂഹിനെ പിടിക്കുന്നത്. അസ്റായീൽ എന്ന ആ പേര് അതുതന്നെയാണോ പേര്, അത് പ്രബലമായൊരു അഭിപ്രായമാണോ, അതൊക്കെ വ്യത്യാസമുണ്ട്, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. മലക്കുൽ മൗത്ത്, മരണത്തിൻ്റെ ദൂതായ മലക്ക്, നമ്മൾ അസ്റായീൽ അലൈഹിസ്സലാം നമ്മൾ കേട്ടുപോകുന്നിട്ടുണ്ട്. പക്ഷേ കിതാബിലൊന്നും ആ പേരങ്ങനെ ആധികാരികമായിട്ട് കാണൂല. കുഴപ്പമൊന്നുമില്ല, പറയപ്പെട്ട കിതാബുകളുണ്ട്. എന്നാലും അത് പ്രബലമാണോ അല്ലേ എന്നൊക്കെ ചർച്ചയുള്ളൊരു വിഷയമാണ്. മലക്കുൽ മൗത്ത് എന്ന് പറഞ്ഞാൽ പോരെ, അസ്റായീൽ എന്നപ്പോൾ അങ്ങനെ പ്രബലമല്ലല്ലോ എന്നൊക്കെ പറയാറുണ്ട്. എന്തായിരുന്നാലും ഓരോ അസ്റായീൽ അലൈഹിസ്സലാം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മലക്കുൽ മൗത്ത് എന്ന് പറയുന്നത് ഒരു സംഘം മലക്കുകളുടെ പേരാണെന്ന്. എങ്ങനെ റഖീബ് അതീദ് എന്ന് പറഞ്ഞൊരു സംഘം മലക്കുകളാണ്. ഓരോരുത്തർക്കും റഖീബ് അതീദുണ്ട്. ഒരു മലക്കല്ല എല്ലാവരുടെ ദേഹത്തും ഉള്ളത്. ഓരോരുത്തർക്കും ഓരോ റഖീബും അതീദുമാണ്. എന്നതുപോലെ മലക്കുൽ മൗത്തിന് ഒരു സംഘം മലായിക്കത്തുൽ കിറാം എന്ന സൈന്യമാണുള്ളത്. അവരാണ് റൂഹിനെ പിടിക്കുന്നത്. പക്ഷേ മരണം എന്ന സംഭവം നടത്തുന്നത് അള്ളാഹുവാണ്. അതുകൊണ്ട് ഖുൽ യതവഫാകും മലക്കുൽ മൗത്ത്. പിന്നെ അള്ളാഹുവാണ് യതവഫൽ അൻഫുസ ഹീന മൗതിഹ, മരണം ആസന്നമാകുമ്പോൾ റബ്ബാണ് മരണം സാധ്യമാക്കുന്നത് എന്ന് ഖുർആൻ പറയുന്നു. പക്ഷേ ആ ഡ്യൂട്ടി ചെയ്യുന്നത് മലക്കുൽ മൗത്താണ്. പക്ഷേ ആ സംഭവം നടത്തുന്നത് അള്ളാഹു റബ്ബുൽ ഇസ്സത്താണ്. അള്ളാഹുവാണ് നടത്തി തരുന്നത്. സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിൻ്റെ ഒരു വലിയ ഖൽഖാണ് മരണമെന്ന് പറയുന്നത്. അത് അടുത്തൊരു ജീവനാണ്. മരണമെന്നത് അടുത്തൊരു ജീവിതമാണ്. മരിക്കുന്നതോട് അവസാനിക്കുകയല്ലല്ലോ, അടുത്തൊരു ജീവിതത്തിലേക്ക് കിടക്കുകയാണ്. അള്ളാഹു തആല നമ്മളെ പടച്ച തന്നെ മരിക്കാതെ അനശ്വരമായി സ്വർഗത്തിൽ വസിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനാണ് ഇങ്ങനെ അള്ളാഹു തആല ഖുർആനും അമ്പിയാക്കന്മാരൊക്കെ പറഞ്ഞയച്ചത്. മരിക്കാതെ നിങ്ങൾ നടക്കണം, നിങ്ങൾക്ക് മരണമില്ലാത്തൊരു സ്വർഗ്ഗലോകത്ത് നിങ്ങൾ ജീവിക്കണം. എന്നാൽ മരിച്ചു തീർന്ന് അവസാനിക്കാനല്ല. അതിനാണ് അള്ളാഹു ഖലഖന, പടച്ചോ നമ്മളെ പടച്ചത് അല്ലാ നഫ്ന, നമ്മൾ നശിച്ചു പോകാതിരിക്കാനാണെന്നാ. എന്തിന്? ദുനിയാവിൽ വന്നില്ലേ, ഇനി അടുത്തൊരു പുതിയ ശരീരം കിട്ടി സ്വർഗത്തിലേക്ക് എത്തണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇതൊക്കെയാണ് ആകെ കിട്ടാനുള്ള സംഗതി. അത്രയേ ഉള്ളൂ. ദുനിയാവിന് എന്തൊക്കെ വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്താലും ഈ പറഞ്ഞതിൽ വലുതൊന്നും ഇല്ല. ഇതേ ഉള്ളൂ. ആ ഒരു ചിന്തയിൽ നമുക്കും നമ്മുടെ മക്കൾക്കും നമ്മുടെ തലമുറ യുവാക്കൾ, വിദ്യാർത്ഥിനികൾ, നമ്മുടെ ചെറുപ്പക്കാർ പ്രത്യേകിച്ച് ദീനും അറിവും ജ്ഞാനവും ഇസ്ലാമും ഇതൊന്നും അറിയാതെ ജീവിക്കുന്ന വലിയൊരു വിഭാഗം ആളുകളുണ്ട്. ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ് അവർക്ക് അറിയേണ്ട കാര്യമില്ല എന്നവർ പറയാം. നമുക്ക് എന്തിനാ അറിയേണ്ട കാര്യം?
നമ്മുടെ ഒരു അറിയപ്പെട്ട വലിയൊരു പണ്ഡിതനുണ്ട്. അദ്ദേഹം ഒരാളോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ അയാൾ പറഞ്ഞു, എനിക്ക് നിങ്ങൾ ഇസ്ലാമും ഇതൊന്നും പറഞ്ഞതിൻ്റെ കാര്യമില്ല, എനിക്ക് നല്ലൊരു വണ്ടി വേണം, ഒരു നല്ല ഒരു വീട് വേണം, ഒരു കാണാൻ ഭംഗിയിലൊരു പെൺകുട്ടിയെ കിട്ടണം, എനിക്ക് അത്രയേ വേണ്ടൂ, നിങ്ങൾ എന്തിനാണ് എനിക്കിതൊക്കെ പറഞ്ഞു തരുന്നത്, അതുകൊണ്ട് റിലീജിയൻ ഈസ് നൺ ഓഫ് മൈ കൺസേൺ അങ്ങനെ പറഞ്ഞ് ഭയങ്കര ഡയലോഗ് അടിച്ചു പോയി. 2 കൊല്ലം കൊണ്ട് മുമ്പിൽ മരിച്ചു. ആൾ മരിച്ചുപോയി. എന്താപ്പോൾ ചെയ്യുക? ഒരു കാര്യം പറഞ്ഞു കൊടുത്തവർക്ക് മനസ്സിലാക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു. പക്ഷെ എനിക്കൊന്നും വേണ്ട, ഞാനിങ്ങനെ കടിച്ചു പൊളിച്ച് ജീവിച്ചോളാം എന്ന് പറഞ്ഞു. ആൾ മുസ്ലിമാണ്, പേര് കൊണ്ട്, അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. പക്ഷേ ഇത്തരം മനുഷ്യൻ്റെ ചിന്തകൾ അപകടമാണ്. മരണത്തിന് ശേഷമുള്ളൊരു ജീവിതത്തിന് ഒരുങ്ങാൻ വേണ്ടി പഠിച്ചവങ്ങ പറഞ്ഞുതരാണ്. ഇതൊരു ജീവിതമാണ്. മരണം ഒരു മരണമല്ല, മരണം അടുത്തൊരു ജീവിതത്തിൻ്റെ തുടക്കമാണ്. റസൂലുള്ളാഹി തങ്ങളും അമ്പിയാക്കന്മാരും സജ്ജനങ്ങളും സ്വാലിഹീങ്ങളും ഒക്കെ മരിച്ചുപോയി. എല്ലാവരും ആക്രമിച്ചോലും ആക്രമിക്കപ്പെട്ടവരൊക്കെ മരിച്ചുപോയി അല്ലേ. ളാലിമീങ്ങൾ യുദ്ധം തുടങ്ങിയച്ചോലും കോടിക്കണക്കിന് മനുഷ്യന്മാരെ കൊന്നവരും ഒക്കെ മരിച്ചുപോയി. ഇനി മുഴുവൻ അള്ളാഹുവിൻ്റെ കോടതിയിലേക്ക് ഹാജരാക്കപ്പെടും. ഇവരൊക്കെ പൈസ ഉള്ളവരും ഇല്ലാത്തവരും പണ്ഡിതന്മാരും അല്ലാത്തവരും ഹിസ്റ്റോറിയൻസും സയൻറ്റിസ്റ്റുകളും ഒക്കെ മരിച്ചുപോയി. ടൈം കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഒഴിവാക്കി കൊടുക്കണം. ഇതൊരു വാടക വീടാ, ടൈമായി ഒഴിവാക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ ആൾ വന്ന് പിടിച്ചുകൊണ്ട് പോകും. അള്ളാഹു തആല കാര്യങ്ങൾ മനസ്സിലാക്കി ജീവിക്കാൻ തൗഫീക്ക് നൽകട്ടെ. അതുകൊണ്ടാണ് ഉദ്കു അക്സിറു മിൻ ദിക്രി ഹാദിമിൽ ലദ്ദാത്ത്, എല്ലാ സുഖങ്ങളും മുറിച്ചു കളയുന്ന മരണത്തെ നിങ്ങൾ എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കണമേ എന്ന് നബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ സംഭവമുണ്ട്, അത് നിങ്ങളെപ്പോഴും ഓർക്കണം. മനുഷ്യൻ ഇച്ചിരി വിനയാന്വിതനും ഒരു പച്ച മനുഷ്യനായി ജീവിക്കാൻ, ഞാൻ ഒന്നുമല്ല എന്ന് തിരിച്ചറിയാൻ നല്ലതാണ് ഈ ചിന്തകൾ. വിദ്യാർത്ഥികൾക്കൊഴികെ ബാക്കി എല്ലാവർക്കും അത് സുന്നത്താണ്. വിദ്യാർത്ഥികൾ മരണത്തെ ഓർക്കരുതെന്നാണ് പറയുക. കാരണം അത് ഓർക്കാൻ നിന്നാൽ പിന്നെ നമുക്ക് പഠിക്കാൻ തോന്നില്ല. എന്തിനാ ഇപ്പോൾ ഞാൻ പഠിക്കണത്? ഒരു പഠിക്കട്ടെ, ഒരിപ്പോൾ പഠിക്കേണ്ടവരാണ്. പക്ഷേ ഒരു ഏജ് എത്തിക്കഴിഞ്ഞാൽ, ഒരു അഡൽട്ട്ഹുഡ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ മരണത്തെക്കുറിച്ചുള്ള ചിന്ത വേണം. എനി ടൈം ഞാനിവിടുന്ന് പോകാം, എനി ടൈം ഡിപ്പാർച്ചർ ഉണ്ടാവും. അതെപ്പോഴാണെന്ന് അറിയില്ല. ഒന്നും ബാക്കി വെക്കാനോ. സയ്യിദന ദാവൂദ് അലൈഹിസ്സലാമിൻ്റെ അടുത്ത് മലക്കുൽ മൗത്ത് വന്ന സംഭവമുണ്ട്. ദാവൂദ് നബി അലൈഹിസ്സലാം ചോദിച്ചു, നിങ്ങൾ ആരാണെന്ന് ചോദിച്ചു. പറഞ്ഞു, ഞാൻ എല്ലാ സുഖങ്ങളെയും മുറിച്ചു കളയുന്ന ആളാണ്. അല്ല, നിങ്ങൾ മനസ്സിലായില്ലല്ലോ. അദ്ദേഹം പറഞ്ഞു, എല്ലാ പ്രിയപ്പെട്ട ആളുകളെയും വേർപെടുത്തി പോകുന്ന ആളാണ്. മുഫർരിഖുൽ ജമാഅത്ത്, സുഹൃത്തുക്കൾ ഒരുമിച്ചേ നടക്കാറുള്ളൂ, പക്ഷെ മരണം അവരെ വേർപെടുത്തും. ഞാൻ മലക്കുൽ മൗത്താണല്ലേ ചോദിച്ചു. അപ്പോൾ മലക്കുൽ മൗത്ത് നിങ്ങൾ എന്തേ പറയാതെ വന്നതെന്ന് ചോദിച്ചു. റൂഹിനെ പിടിക്കാൻ വന്നാന്ന് പറഞ്ഞു ദാവൂദ് നബി അലൈഹിസ്സലാമിനോട്. പറഞ്ഞു, നിങ്ങളുടെ മുമ്പിൽ കഴിഞ്ഞു പോയ വയസ്സന്മാരൊക്കെ ഓർമ്മയല്ലേ? ഉണ്ട്. ഒരൊക്കെ എവിടെ? ഒരൊക്കെ മരിച്ചുപോയി. അതിൻ്റെ മുമ്പുള്ള തലമുറയോ? ഓര് മരിച്ചുപോയി. അതൊക്കെ കണ്ടിട്ടാണോ നിങ്ങൾ പറയാതെ വന്നതെന്ന് ചോദിച്ചതെന്ന് ചോദിച്ചു മലക്കുൽ മൗത്ത്. സുബ്ഹാനല്ലാഹ്. ദാവൂദ് നബി അലൈഹിസ്സലാം. അപ്പോൾ നമുക്കൊക്കെ തോന്നുന്നൊരു ചോദ്യമാണത്. ഞാൻ ഒരുങ്ങിയിട്ടില്ലല്ലോ എന്ന് പറയാം. മാ അജത്തു ലഹ. അപ്പോൾ ദാവൂദ് നബി അങ്ങ് നേരത്തെ ഒരുങ്ങണ്ടേ എന്ന് ചോദിച്ചു. അവരൊരുങ്ങാത്തത് കൊണ്ടൊന്നും അല്ലത്. പക്ഷേ അങ്ങനെ അള്ളാഹു ചോദിപ്പിച്ചു ദാവൂദ് നബി അലൈഹിസ്സലാമിനെ, നമുക്കൊക്കെ മനസ്സിലാവാൻ വേണ്ടി. നമുക്കും അങ്ങനെ അവസരം വരാം. നമ്മൾ ഒരുങ്ങിയിട്ടില്ലല്ലോ പടച്ചോനെ, ഞാൻ ഒരുങ്ങിയില്ലായിരുന്നല്ലോ. അങ്ങനെ ആവരുത്. എനി ടൈം, ഇപ്പം തന്നെ നമ്മൾ ഒരുങ്ങുക. അള്ളാഹു തആല നമുക്ക് ഈമാനും തഖ്വയും വർദ്ധിപ്പിച്ചു തരികയും നമ്മൾ തെറ്റുകുറ്റങ്ങളൊക്കെ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തന്ന് അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ഈമാനിൻ്റെയും യഖീനിൻ്റെയും ഹിദായത്തിൻ്റെയും മഹലുകാരാക്കി അള്ളാഹു നമ്മളെ എന്നും നിലനിർത്തി തരട്ടെ. നമ്മുടെ മക്കളെയും തലമുറകളെയും നമ്മുടെ ഉമ്മത്തിനെ മുഴുവനും ഖിയാമത്ത് നാൾ വരെ അള്ളാഹുവിൻ്റെ ഹിഫ്ളിലും പടച്ചവൻ്റെ സംരക്ഷണത്തിലും അള്ളാഹുവിൻ്റെ ഹിദായത്തിലുമാക്കി അള്ളാഹു നിർത്തി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും. പായസം നൽകിയ ആളുടെ മുറാദുകൾ ഹാസിലാവാൻ വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന കുഞ്ഞിക്കയുടെ അസുഖം സുഖമാവാൻ വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഉമ്മാക്ക് നല്ല സുഖമില്ല, ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ബിയാത്തു കുറ്റ്യാടി എന്ന മഹതി മരണപ്പെട്ട് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. മഹ്മൂദ് ഹാജി നന്ദി എന്നിവർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്, ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഉമ്മാക്കും ഉപ്പാക്കും വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടിയിട്ടും, പിന്നെ പലരുടെയും ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ട്, ജോലിക്ക് വേണ്ടിയിട്ടും എല്ലാം ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഓൺലൈനായിട്ട് ഒരുപാട് ദുആ വസിയത്തുകൾ വന്നിട്ടുണ്ട്. മരണപ്പെട്ട സഹോദരന് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുന്നവർക്ക് വേണ്ടി ദുആ ചെയ്യാനും, ഒരാൾ ICUയിൽ നിന്ന് നമ്മുടെ ക്ലാസ്സുകൾ കേൾക്കുന്നുണ്ടെന്നും അറിയിക്കുകയും അവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം അഭ്യർത്ഥിച്ചിട്ടുണ്ട്.
മാതാപിതാക്കളുടെ ആയുസ്സിനും ആഫിയത്തിനും ഈമാനിനും വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഭർത്താവിൻ്റെ രോഗം ഷിഫയാകാൻ വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. വീട് പണി പൂർത്തിയാകുന്നതിന് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. മക്ബൂലും മബ്രൂറുമായ ഹജ്ജും ഉംറയും നിർവഹിക്കുന്നതിനുള്ള അവസരമുണ്ടാവാൻ വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഹലാലായ മുറാദുകൾ ഹാസിലാവാൻ വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. കുടുംബത്തോടൊപ്പം ഒരുമിച്ച് ജീവിക്കുന്നതിന് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. കുടുംബത്തിൽ ബർക്കത്തുണ്ടാവാൻ വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ജോലിയിൽ ബർക്കത്തുണ്ടാവാൻ വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. മക്കൾ സ്വാലിഹാവാൻ വേണ്ടി ദുആ ചെയ്യാനും അതുപോലെ തന്നെ മക്കൾക്ക് നാഫിയായ ഇൽമ ലഭിക്കുന്നതിന് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. മക്കളുടെ പരീക്ഷകൾ പലതും നടന്നുകൊണ്ടിരിക്കുകയാണ്, അത് പലതും വരാനുണ്ട്. അതിലെല്ലാം നല്ല വിജയം ലഭിക്കുന്നതിന് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. മകന് ഹൈറായ ജോലി ലഭിക്കുന്നതിന് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അനീസ് മങ്ങാടിൻ്റെ പിതാവ് കഴിഞ്ഞ ദിവസം മരിച്ചു, ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മാതാപിതാക്കളുടെയും ഭാര്യാപിതാവിൻ്റെയും മഗ്ഫിറത്തിന് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഭാര്യയുടെ ജ്യേഷ്ഠത്തിക്ക് തലക്ക് ഓപ്പറേഷൻ ചെയ്ത് റാസൽ ഖൈമ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. എത്രയും പെട്ടെന്ന് ഷിഫായിന് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഇത്രയാണ് ദുആ ഉള്ളത്, വസിയത്തുള്ളത്. അസ്സലാമു അലൈക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ദുആ വസിയത്ത് ചെയ്ത മുഴുവൻ ആളുകൾക്കും അവരുടെ ഉദ്ദേശങ്ങൾ അള്ളാഹു പൂർത്തിയാക്കി കൊടുക്കട്ടെ. രോഗികൾക്ക് അള്ളാഹു ശിഫ നൽകട്ടെ. അള്ളാഹു തആല അതിലെ ഹലാലായ മുറാദുകൾ ഹാസിലാവാനുള്ളവരുടെ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മുടെ മുഹമ്മദ് കുഞ്ഞി അറിയാലോ, നമ്മുടെ കുളവേൽ നമ്മുടെ ഡെസ്കിലുണ്ടായിരുന്ന മുഹമ്മദ് കുഞ്ഞി നാട്ടിൽ ഒരു ട്രീറ്റ്മെൻറ്റിന് വേണ്ടി പോയതാണ്. നാളെ രാവിലെ അദ്ദേഹത്തിൻ്റെ സർജറി ഉണ്ട്. അള്ളാഹു തആല വളരെ പെട്ടെന്ന് മുഹമ്മദ് കുഞ്ഞിക്ക് ശിഫ നൽകട്ടെ. പരിപൂർണമായ ആഫിയത്തും സലാമത്തും അള്ളാഹു നൽകട്ടെ. പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ടൊക്കെ പറയാൻ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല ശിഫ നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മുടെ അബ്ദുറഹ്മാൻ ഹാജി നമ്മുടെ വളരെ വലിയൊരു മുഹിബ്ബാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പരിചയമുള്ള സൗഹൃദം, കുടുംബം, പരിചയക്കാർ, ഇവരിലൊക്കെയുള്ള ആളുകളെ എപ്പോഴും ഓർത്ത് അവർക്ക് വേണ്ടിയൊക്കെ ദുആ ചെയ്യുന്നൊരു മനുഷ്യനാണ്. അബ്ദുറഹ്മാൻ ഹാജി വീൽ ചെയറിലാണ്. അദ്ദേഹത്തിനൊന്നും എണീറ്റ് നടക്കാനൊന്നും കഴിയില്ല. പക്ഷെ എന്നാലും ഭയങ്കര സ്നേഹമാണ്. എനിക്ക് ചെറിയ കൈയൊന്ന് ചെറുതായിട്ട് ഒന്ന് വീട് പൊട്ടിയിരുന്നു. അപ്പോൾ പറഞ്ഞു നിങ്ങളെ കാണാൻ വേണ്ടി ഞാൻ വീട്ടിലേക്ക് വരുന്നുണ്ട്. ഞാൻ പറഞ്ഞു ദയവ് ചെയ്ത് നിങ്ങൾ വരരുത്, വീട്ടിലേക്ക് വരരുത്, ഞാൻ അങ്ങോട്ട് വന്ന് കാണണ്ട്. എൻ്റെ ഈ ചെറിയൊരു കാര്യം രണ്ട് കാലം കൊണ്ട് എണീറ്റിക്കാൻ പറ്റാത്ത, അതും പിന്നെ സ്ട്രോക്ക് വന്ന് കൈകാലുകളൊന്നും നിവരില്ല, അങ്ങനത്തെ മനുഷ്യനാണ്. അത്രയ്ക്ക് സ്നേഹമുള്ളൊരു മനുഷ്യനാണ്. അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും സലാമത്തും അള്ളാഹു കൊടുക്കട്ടെ. കുടുംബങ്ങളിലും കുടുംബത്തിലൊക്കെ അള്ളാഹു സന്തോഷം നൽകട്ടെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ദുആ വസിയത്തുകൾ ഇങ്ങനെ കാണും. അപ്പോൾ അവർ അയച്ചതായപ്പോൾ ഇവിടെ വായിച്ചു. കോഴിക്കോട് ജില്ലയിലെ നന്ദിയിൽ PV മഹ്മൂദ് ഹാജി പാർക്കിൻസൺസ് രോഗം വന്നിട്ട് വലിയ പ്രയാസത്തിലാണ്, ICUവിലാണ്. പ്രത്യേകം ദുആ ഇറക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു മഹ്മൂദ് ഹാജിക്ക് പരിപൂർണമായ ഷിഫ അള്ളാഹു നൽകട്ടെ. അള്ളാഹു സലാമത്ത് നൽകട്ടെ. അള്ളാഹു ഷിഫ നൽകട്ടെ. നമ്മുടെ നന്ദി ദാറുസ്സലാം അറബി കോളേജിൻ്റെ കമ്മിറ്റി ഭാരവാഹിയാണ്. പിന്നെ അവരുടെ തന്നെ ഒരു കസിൻ്റെ ഭാര്യ റജബ് 9 വഫാത്തായിരുന്നു, നഫീസ എന്ന മഹദി. അള്ളാഹു തആല അവർക്ക് മഗ്ഫിറത്ത് ചെയ്യട്ടെ. കൊപ്പ കാസർഗോഡായിരുന്നു അവർ. അള്ളാഹു അവർക്ക് മഗ്ഫിറത്ത് ചെയ്യട്ടെ. അവരുടെ ഖബർ ജീവിതം അള്ളാഹു സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. പിന്നെ ഇന്ത്യൻ ഇസ്ലാമിക് സെൻറ്ററിൽ ഒരു പരിപാടിയുണ്ട്. ഇന്ത്യൻ ഇസ്ലാമിക് സെൻറ്ററിൽ മനുഷ്യജാലിക സംഘടിപ്പിക്കുകയാണ്. നാളെ വെള്ളിയാഴ്ച രാത്രി 7 മണിക്ക് ഇന്ത്യൻ റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് അബുദാബി SKSFൻ്റെ ആഭിമുഖ്യത്തിൽ എല്ലാവരും ആ പരിപാടിയിൽ സംബന്ധിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇവിടെ അബുദാബിയിൽ ജോലി ചെയ്തിരുന്ന ഒരു യുവാവ് 3 കീമോ കഴിഞ്ഞ് വീണ്ടും 2 കീമോ കൂടി പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അള്ളാഹുവേ നീ പരിപൂർണമായി ഷിഫ കൊടുക്കണേ റബ്ബേ, ഷിഫ നൽകണമേ തമ്പുരാനെ. പിന്നെ നമ്മുടെ ഇബ്രാഹിം കണ്ട നജിദ സ്ട്രീറ്റിൽ താമസിക്കുന്ന ഇബ്രാഹിം കവളപട്ടണം, അവരുടെ ഒരു ബന്ധു ദ്വാരക്കാൻ വേണ്ടി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അവർക്ക് ശാരീരികമായ ചില പ്രയാസങ്ങളുണ്ട്. അള്ളാഹു നീ വളരെ പെട്ടെന്ന് ഷിഫ കൊടുക്കണേ പടച്ചവനെ, ഷിഫയാക്കി കൊടുക്കണമേ റബ്ബേ, ഷിഫ നൽകണേ റബ്ബേ, ഷിഫ നൽകണേ പടച്ചവനെ. ക്യാൻസർ സംബന്ധമായും അല്ലാതെയും വിവിധ അസുഖങ്ങൾക്ക് വേണ്ടി ഡയഗ്നോസ് ചെയ്യപ്പെട്ട് ദ്വാരക്കണമെന്ന് പറഞ്ഞ് ഒരുപാട് ദുആ വസിയത്തുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും, നമ്മളുമായി ബന്ധമുള്ളവരും അല്ലാത്തവരും ഒക്കെ ഉണ്ടായിരിക്കാം, എല്ലാവർക്കും അല്ലാഹുവേ ഈ സദസ്സിൻ്റെ ഇൽമിൻ്റെ മജ്ലിസിൻ്റെ ബർക്കത്ത് കൊണ്ട് പരിപൂർണ്ണ ഷിഫ കൊടുക്കണേ റബ്ബേ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ.
اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. اللهم إنا نسألك أنت الله لا إله إلا أنت وحدك لا شريك لك الملك الصمد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد. اللهم إنا نسألك بأسمائك الحسنى وصفاتك العلى بحق اسم المحيي والمميت. اللهم أحيي قلوبنا، اللهم أحيي أرواحنا، اللهم أحينا بمعرفتك يا رب العالمين. അള്ളാഹുവെ, ജീവൻ കൊടുക്കുന്നവനും മരണം നൽകുന്നവനുമായ റബ്ബേ, ഞങ്ങളുടെ ഹൃദയങ്ങൾക്ക് ഈമാൻ കൊണ്ട് മഅരിഫത്ത് കൊണ്ട് ജീവൻ നൽകണേ പടച്ചവനെ. അള്ളാഹു ഞങ്ങളുടെ ജീവിതം അള്ളാഹു നിൻ്റെ പൊരുത്തത്തിലാക്കി തരണേ പടച്ചവനെ. ഖൈറിലാക്കി തരണമേ പടച്ചവനെ. അള്ളാഹു നീ ഇഷ്ടപ്പെട്ട രീതിയിലാക്കി തരണമേ തമ്പുരാനെ. റഹ്മാനായ റബ്ബേ, ജീവിതവും മരണവും നിൻ്റെ കയ്യിലാണ്. എപ്പോഴാണ് മരിക്കുക എന്ന് ആർക്കും ഒരിക്കലും പ്രവചിക്കാൻ കഴിയില്ല റബ്ബേ. അത് നിൻ്റെ മാത്രം അധികാരത്തിൽപ്പെട്ടതാണ്. വമാ തഅലമു നഫ്സുൻ ബിഅയ്യി അർളിൻ തമൂത്ത്. ഏത് ഭൂമിയിൽ വെച്ചാണ്, എവിടെ വെച്ചാണ് മരിക്കുക, ഇതാർക്കും നിർവചിക്കാനോ പ്രവചിക്കാനോ ഒന്നും കഴിയില്ല റബ്ബേ. അള്ളാഹുവേ, ഞങ്ങളുടെ മരണം എവിടെയാണെങ്കിലും ഏത് നാട്ടിൽ വെച്ചാണെങ്കിലും അള്ളാഹുവേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കാനുള്ള മഹാഭാഗ്യം നൽകണമേ തമ്പുരാനെ. അള്ളാഹുവെ, മാരക രോഗങ്ങളിൽ രോഗശയ്യയിൽ കിടക്കുന്ന ഒരുപാട് രോഗികളുണ്ട് റബ്ബെ. ICUവിലും വെന്റിലേറ്ററിലും കിടക്കുന്ന രോഗികൾ. അള്ളാഹുവെ, മരണം മുന്നിലുണ്ട് എന്ന് ആ ഒരു രീതിയിൽ കിടക്കുന്നവരൊക്കെ ഉണ്ട് പഠിച്ചോനെ. അള്ളാഹുവെ, നീ പരിപൂർണ്ണ ശിഫ കൊടുക്കണേ റബ്ബേ, പരിപൂർണ്ണ ശിഫ കൊടുക്കണേ റബ്ബേ. ചെറിയ മക്കൾ, ഭാര്യ സന്തതികളടക്കം പലരും 30 വയസ്സുള്ള ചെറുപ്പക്കാരി പെണ്ണ് ക്യാൻസർ സംബന്ധമായൊരു വിഷയത്തിൽ ഡയഗ്നോസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അള്ളാഹുവെ, സഹോദരിക്ക് നീ പരിപൂർണ്ണ ശിഫ കൊടുക്കണേ പഠിച്ചവനെ. പരിപൂർണ്ണ ശിഫ കൊടുക്കണേ പടച്ചവനെ. പരിപൂർണ്ണ ശിഫ കൊടുക്കണേ പടച്ചവനെ. വിവിധങ്ങളായ പല അസുഖങ്ങളും ഞങ്ങളുടെ സുഹൃത്ത് അബ്ദുൽ കബീർ ഹുദവി അഞ്ചച്ചവടി, നമ്മുടെ ബനിയാസ് SKSFൻ്റെയും ഇതിൻ്റെയൊക്കെ നമ്മുടെ കമ്മിറ്റിയിലൊക്കെ ഉള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇവിടെ NMC ഹോസ്പിറ്റൽ ചികിത്സയിലാണ്. അള്ളാഹു നീ പരിപൂർണ്ണ ശിഫ കൊടുക്കണേ റബ്ബേ. പരിപൂർണ്ണ ശിഫ നൽകണേ റബ്ബേ. ആഫിയത്ത് നൽകണേ പടച്ചവനെ. അള്ളാഹു സലാമത്ത് നൽകണേ പടച്ചവനെ. അള്ളാഹു, ഞങ്ങൾ ഓരോരുത്തരുടെയും ശരീരത്തിൽ ഞങ്ങൾ പോലും അറിയാതെ ഞങ്ങളുടെ ദേഹത്തിൽ കിടക്കുന്ന രോഗത്തിൻ്റെ അണുക്കളുണ്ടെങ്കിൽ അള്ളാഹു നീ എടുത്തു മാറ്റി പരിപൂർണ്ണ ആഫിയത്ത് തൽസ്ഥാനത്ത് സ്ഥാപിക്കണേ തമ്പുരാനെ. അള്ളാഹുവെ, ഒരു മനുഷ്യന് ഈമാൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കിട്ടേണ്ട ഏറ്റവും വലിയ നിഅമത്ത് ആഫിയത്താണ്, ആരോഗ്യമാണ്. അള്ളാഹു, മരണം വരെ ഞങ്ങൾ ഓരോരുത്തർക്കും അത് പരിപൂർണതയിൽ തന്നെ നിലനിർത്തി തന്നെ അനുഗ്രഹിക്കണമേ റഹ്മാനെ. ആരോഗ്യത്തിന് നിനക്ക് ശുക്ർ ചെയ്യുന്നവരാക്കണേ പടച്ചവനെ. അള്ളാഹുവെ, ഞങ്ങൾ ഓരോരുത്തരും ജോലി ചെയ്യുന്നവരാണ്, കച്ചവടക്കാരാണ്, പലതരത്തിലുള്ള ഏർപ്പാടുകളുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവരാണ്, പ്രവാസികളായി കഴിയുന്നവരാണ് റബ്ബേ. അള്ളാഹു, ഞങ്ങളുടെ ജോലികളിൽ എല്ലാ പ്രയാസങ്ങളെയും നീ ഇല്ലായ്മ ചെയ്ത് എല്ലാവിധ തടസ്സങ്ങളെയും മാറ്റി കച്ചവടങ്ങളിലൊക്കെ ബറക്കത്ത് ചെയ്ത് ജോലിയില്ലാത്തവർക്ക് ഖൈറായ മഈശത്ത് ചെയ്ത് അള്ളാഹു മനസ്സിന് സമാധാനം നൽകണേ പടച്ചവനെ. ഇവിടെ ഒരു സഹോദരൻ ജോലിയില്ല, എന്നിട്ട് പോലും ഒരു ഖൈറായ ജോലി കിട്ടാൻ വേണ്ടി ഉള്ള പൈസ സംഘടിപ്പിച്ച് എല്ലാവർക്കും പായസം വിതരണം ചെയ്തിരിക്കുകയാണ്. ഒറ്റ നിയ്യത്ത്, അള്ളാഹു അദ്ദേഹത്തിന് മഈശത്ത് വേണം. അള്ളാഹുവെ, നിൻ്റെ റഹ്മത്ത് നിൻ്റെ വാതിൽക്കൽ മുട്ടുകയാണ് റബ്ബേ. അവർക്ക് നീ ഖൈറായ ഒരു റിസ്ഖിൻ്റെ വാതിൽ നീ തുറന്നു കൊടുക്കണേ തമ്പുരാനെ. അള്ളാഹു, ഇവിടെ ദുആ വസിയത്തുകൾ ചെയ്ത് ആരൊക്കെ ഇവിടെ ഈ സദസ്സിലേക്ക് പാനീയങ്ങളും മറ്റും സംഭാവന ചെയ്തിട്ടുണ്ടോ, പലഹാരങ്ങളും മറ്റും കൊണ്ടുവന്നിട്ടുണ്ടോ, മുമ്പ് ചെയ്തിരുന്നവർ അള്ളാഹുവെ ഇപ്പോൾ ചെയ്യുന്നൊരു നിയ്യത്ത് ചെയ്തിരിക്കുന്ന ആളുകളും അള്ളാഹു അവരൊക്കെ ഇവിടെ ചൊല്ലുന്ന ആമീനിൻ്റെ ബറക്കത്തിൽ പ്രതീക്ഷിച്ചുകൊണ്ടാണ്. അള്ളാഹുയുടെ ഉദ്ദേശങ്ങൾ നീ വളരെ പെട്ടെന്ന് സാധിപ്പിച്ചു കൊടുക്കണേ തമ്പുരാനെ. അള്ളാഹു, മക്കളുടെ പഠനത്തിലും അവരുടെ ജോലിയിലും അവരുടെ വിവാഹത്തിലും ഒക്കെ വിഷമുള്ള ആൾക്കാരുണ്ട്. അള്ളാഹു, ഒരു ഖൈറായ വിഷയത്തിലേക്ക് അത് പരിഹരിച്ചു കൊടുക്കണേ തമ്പുരാനെ. രോഗികൾക്ക് ശിഫ കൊടുക്കണേ റബ്ബേ. ഉമ്മമാർ, സഹോദരിമാർ, പിഞ്ചുമക്കൾ, പൈതങ്ങൾ, സ്കൂളിലേക്ക് പോകുന്നവർ, കോളേജിൽ പോകുന്നവർ, അള്ളാഹുവെ, പഠിച്ചു കഴിഞ്ഞ് വിവാഹത്തിലേക്ക് പ്രവേശിച്ചവർ, ജോലിയിലേക്ക് പ്രവേശിച്ചവർ, അങ്ങനെയൊക്കെ കുടുംബത്തിൽ പലരും പല അവസ്ഥകളിലാണ്. ഓരോരുത്തർക്കും അവരുടെ അവസ്ഥകളിൽ ഖൈറായത് നീ നൽകി അനുഗ്രഹിക്കണേ പടച്ചവനെ. വീടില്ലാത്തവർക്ക് ഖൈറായ വീട് നീ നൽകണേ റബ്ബേ. റഹ്മാനെ, നാളത്തെ ഞങ്ങളുടെ ഖബറെന്ന വീട് ഏറ്റവും നല്ല സൗകര്യമുള്ള വീടാക്കി തരണേ പടച്ചവനെ. റഹ്മാനെ, ഞങ്ങൾക്ക് നീ സമ്പാദ്യം ഹലാല് കൊണ്ട് ഐശ്വര്യം നൽകണേ പടച്ചവനെ. അത് നിൻ്റെ വഴിക്ക് ചെലവഴിക്കാനുള്ള തൗഫീഖും നൽകണമേ പടച്ചവനെ. അള്ളാഹു, ദാരിദ്ര്യം കൊണ്ട് പരീക്ഷിക്കരുതേ റബ്ബേ. ഒരാളുടെ മുമ്പിൽ കൈനീട്ടുന്ന അവസ്ഥ വരാതെ കാക്കണേ പടച്ചവനെ. കടങ്ങൾ വീടാനുള്ള വഴികൾ ഞങ്ങൾക്ക് നീ എളുപ്പമാക്കി തരണേ പടച്ചവനെ. റഹ്മാനെ, ഞങ്ങളെ കടം തന്ന് സഹായിച്ചവരെ നീ എപ്പോഴും സഹായിക്കണേ പടച്ചവനെ. റഹ്മാനായ റബ്ബേ, ഞങ്ങൾക്ക് ഇൽമും അറിവും തഖ്വയും ഞങ്ങൾക്ക് മക്കൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും തലമുറകൾക്കും അള്ളാഹു ദീനിൻ്റെ അറിവ് മദ്രസയിൽ നിന്നും ദർസിൽ നിന്നും അല്ലാതെയും ബാലുകളിൽ നിന്നും സദസ്സിൽ നിന്നൊക്കെ
ഇൽമ് കിട്ടുന്ന അവസ്ഥകൾ, സാഹചര്യങ്ങൾ അള്ളാഹു എപ്പോഴും നിലനിർത്തി തരണമേ റഹ്മാനെ. അങ്ങനെ ഞങ്ങളുടെ റൂഹിനെ, നീ ആത്മാവിന് ജീവൻ നിലനിർത്തി തരണമേ റബ്ബേ. ജീവിച്ചിരിക്കുന്ന മനുഷ്യരാണെങ്കിൽ പോലും ആത്മാവ് മരിച്ചുപോയാൽ അവരെ മരിച്ചവരെന്നാണ് റബ്ബെ നീ വിശേഷിപ്പിച്ചത്. അള്ളാഹു ഞങ്ങളുടെ കൽബുകൾക്ക് ജീവൻ നൽകി എപ്പോഴും നിൻ്റെ ഓർമ്മയിലും ചിന്തയിലുമാക്കി തരണേ റബ്ബേ. ഞങ്ങളുടെ ജീവിത ലക്ഷ്യം നിന്നെ കണ്ടുമുട്ടുക എന്ന മഹാസൗഭാഗ്യമാക്കി തരണമേ തമ്പുരാനെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ ഒരുപാട് തവണ കാണിക്കണേ റബ്ബേ. അവിടുത്തെ റൗളയിൽ ചെന്ന് സലാം പറയാനും പരിശുദ്ധ കഅബാലയം കാണാനും സംസം കുടിക്കാനും മഖാം ഇബ്രാഹീമിൻ്റെ പിന്നെ നിസ്കരിക്കാനും അലൈഹിസ്സലാം. പരിശുദ്ധ കഅബാലയത്തിലും ഹറമിലും ഇബാദത്തിലിരിക്കുന്ന പരിസരങ്ങൾ ഇബാദത്തിലിരിക്കാനും ഹജ്ജും ഉംറയും നിർവഹിക്കാനും അള്ളാഹുവെ ഒരുപാട് ഇബാദത്ത് ചെയ്യാനും ഹറമൈനുകളിലും സാലിസുൽ ഹറമായ അള്ളാഹുവെ മസ്ജിദുൽ അഖ്സയിലുമൊക്കെ അള്ളാഹു ഞങ്ങൾ ഇബാദത്തിന് അവസരം നൽകണമേ തമ്പുരാനെ. ഈ ഉമ്മത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളെയും പരിഹരിക്കണേ തമ്പുരാനെ. ലോകത്തിൻ്റെ മുക്കുമൂലങ്ങളെ സഹോദര സഹോദരിമാർക്ക് റബ്ബേ നിൻ്റെ ഭാഗത്തു നിന്ന് സഹായവും നിൻ്റെ റഹ്മത്തും ഇറക്കി കൊടുക്കണേ പടച്ചവനെ. അള്ളാഹുവെ, അള്ളാഹു ഞങ്ങൾ ഓരോരുത്തരും ഈ ലോകത്തോട് യാത്ര പറയുന്ന നിമിഷം ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല സന്തോഷമുള്ള ദിവസം അതാക്കി തരണമേ തമ്പുരാനെ. അള്ളാഹുവെ, നാളെ നിന്നെ കാണാനും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാനും അംബിയാ മുർസലീങ്ങളെ കാണാനും ഒക്കെ അള്ളാഹുവെ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ. നമ്മുടെ KMCC അബുദാബി കമ്മിറ്റി വൈസ് പ്രസിഡൻറ്റ് അനീസ് മാങ്ങാടിൻ്റെ ഉപ്പ അബ്ദുൽ ഖാദർ സാഹിബ് വഫാത്തായതാണ് നമുക്ക് അറിഞ്ഞിട്ടുണ്ടായിരിക്കും. അള്ളാഹു അവർക്ക് നീ മഗ്ഫിറത്ത് ചെയ്യണേ പടച്ചവനെ. ഖബർ ജീവിതം നീ സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കണേ തമ്പുരാനെ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അല്ലാഹുമ്മ റബ്ബനാ هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا اغفر لنا ولوالدينا ربنا ارحمهم كما ربونا صغارا. اللهم اجعل هذا البلد آمنا مطمئنا رخاء سخاء وسائر بلاد العالم أجمعين. آمين 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 برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه وسلم. جزاكم الله خيرا. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. صل على جميع الأنبياء والمرسلين والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. നമ്മുടെ സമസ്ത കേരള ജമീഅത്തുൽ ഉലമയുടെ 100ാം വാർഷിക പ്രഖ്യാപന സമ്മേളനം ബാംഗ്ലൂരിൽ നടക്കുകയാണ് ഞായറാഴ്ച. ആ സമ്മേളനത്തിൻ്റെ വിജയം അത് ഉമ്മത്തിൻ്റെ ഒരു ഇസ്സത്തിൻ്റെ അനിവാര്യ ഘടകമാണ്. എല്ലാവരും ദുആ ചെയ്യണം, പറ്റുന്നവരൊക്കെ സംബന്ധിക്കണം. വിഷയം നമ്മുടെ പരിസരങ്ങളിലൊക്കെ എല്ലാവരിലേക്കും എത്തിക്കണം, ഉണർത്തണം എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.